ഓക്കെ. അപ്പോഴ് ഈ പരിസ്ഥിതി ദിനത്തിലെ വാക്ക് വിത്ത് വി സി കൂട്ടായ്മയുടെ ആ, 9ാമത്തെ വെബിനാറാണ്. പൊതുജനങ്ങൾക്ക് ജൈവ വൈവിധ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ, കുറച്ചും കൂടി ശാസ്ത്രീയമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സീരീസ് ഓഫ് വെബിനാറുകൾ കുറച്ച് ആഴ്ചകളായിട്ട് നമ്മൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ തവണത്തെ വിഷയം എന്ന് പറയുന്നത് ഊത്തയിളക്കവും ഉൾനാടൻ മത്സ്യസമ്പത്തും എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഈ തവണ അതൊരു പാനൽ ഡിസ്കഷൻ എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ഇതിൽ കോൾ ബേർഡേഴ്സ് കളക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയും, അതുകൂടാതെ ഇത്തരത്തിലുള്ള സിറ്റിസൺ സയൻസ് പ്രൊജക്റ്റുകളെ ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നെറ്റ്വർക്കാണ്. ബയോഡൈവേഴ്സിറ്റി ഇത്തരം മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിൻ്റെ ഒരു സഹകരണത്തിലാണ് നമ്മളിത് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ കൂടുതൽ പൊതുജനങ്ങൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം. അപ്പോൾ ഈ വെബിനാറിലേക്ക് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. അപ്പോൾ നമ്മുടെ പറഞ്ഞ വിഷയം എന്ന് പറയുന്നത് ഊത്ത എന്ന് പറയുന്നത് പലർക്കും പുതിയൊരു വാക്കായിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് ഊത്ത എന്നുള്ളത്, ഈ ഊത്ത പിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും മൺസൂൺ കാലമാണ്, അതായത് മീനുകൾ അവരുടെ വംശവർദ്ധനവിന് വേണ്ടിയിട്ട് പുഴയിൽ നിന്ന് വയലിലേക്ക് എത്തുകയും, അപ്പം അതിൻ്റെ ഒരു ജൈവികപരമായിട്ടുള്ള ആ ഒരു ഇതുകൊണ്ട് വളരെ എളുപ്പത്തിൽ അതിനെ പിടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു വിനോദം എന്നുള്ളതിനപ്പുറത്തേക്ക് അങ്ങനെ വളരെ പോപ്പുലറായ ഒരു അവരുടെ ഒരു വിനോദമാണ് ഇതിനെ ഊത്ത വാളുകൊണ്ടൊക്കെ വെട്ടി പിടിക്കുക എന്നുള്ളത്. അപ്പോൾ പക്ഷേ നമ്മുടെ നാടൻ മത്സ്യങ്ങളുടെ, നമ്മുടെ നാട്ടിലുള്ള ഇത്തരത്തിലുള്ള മത്സ്യങ്ങളുടെ പോപ്പുലേഷനുകളെ വളരെ എഫക്റ്റീവായി, വളരെ ഇതായിട്ട് ഇത് ബാധിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള. കാരണം ഒരു മീൻ പോയിട്ടാണ് അതിനെ ഒരു 1000-ഉം 5000-ഉം ഒക്കെ ആയിട്ട് അത് പെരുകി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യതയാണ് ഈ സമയത്ത് നമുക്ക് ഇല്ലാതാവുന്നത്. അപ്പോൾ അതൊരു പൊന്മുട്ടയിടുന്ന താറാവിനെ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ അതിൽ നിന്ന് പിന്മാറി നിന്നു കഴിഞ്ഞാൽ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ട് ഇതിനെ, കാരണം മീൻ എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ്, ആളുകൾക്ക് വളരെ ചുരുങ്ങിയ ചെലവിൽ പ്രോട്ടീൻ കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനൊരു സസ്റ്റൈനബിൾ ആയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതും ഇത്തരം സംഗതികളിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും കടലിലൊക്കെ ഇത് കുറേ വർഷങ്ങളുടെ ശ്രമഫലമായിട്ടാണ് ട്രോളിംഗ് നിരോധനം പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഉൾനാടൻ ഇതുപോലെയുള്ള മത്സ്യസമ്പത്തിനെ സംരക്ഷിക്കാനും അത് ജനങ്ങളുടെയും കൂടി പങ്കാളിത്തത്തോട് കൂടിയിട്ട് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികളിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അപ്പം ഇതിൻ്റെ കുറച്ചും കൂടി ശാസ്ത്രീയമായിട്ടുള്ളതും അല്ലെങ്കിൽ ഇതിൻ്റെ ബയോളജി ആയിട്ട് ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും ചർച്ച ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാനലാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ആദ്യമായിട്ട് ഡോക്ടർ CP ഷാജിയേട്ടനെ ക്ഷണിക്കുന്നു. എല്ലാവരുടെയും പേരൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു. ഷാജിയേട്ടൻ മത്സ്യ ഗവേഷകനാണ്, KFRAയിലാണ് വർക്ക് ചെയ്തിരുന്നത്. അതുകൂടാതെ ബയോഡൈവേഴ്സിറ്റി ബോർഡിൽ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റായിട്ട് കുറച്ച് നാൾ വർക്ക് ചെയ്തിരുന്നു. ആ സമയത്താണ് ഈ ഊത്തയിളക്കവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പഠനം നടത്തുകയും അതൊരു പേപ്പറായിട്ട് പബ്ലിഷ് ചെയ്യുകയും ഒരു ഡോക്യുമെൻ്റായിട്ട് പബ്ലിഷ് ചെയ്യുകയൊക്കെ ചെയ്തത്. അത് ഈ രംഗത്ത് നമുക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ ഉപകരിച്ച ഒരു ഡോക്യുമെൻ്റാണ്. ഷാജിയേട്ടൻ ഇപ്പോൾ ട്രഷറിയിലാണ് ജോലി ചെയ്യുന്നത്. അടുത്ത പാനലായിട്ടുള്ളത് ഡോക്ടർ അൻവർ അലി സാറാണ്. സാറ് കുഫൂസിലെ പ്രൊഫസറാണ്. ഏതാണ്ട് 15 വർഷത്തോളമായിട്ട് അധ്യാപന രംഗത്ത് ഉണ്ട്. അതുകൂടാതെ തന്നെ പശ്ചിമഘട്ടത്തിലും പുഴകളിലും നെൽവയലുകളിലൊക്കെയുള്ള മീനുകളെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തുന്നുണ്ട്.
അടുത്തത് രജനീഷ് പി ആണ്. രജനീഷ് ഞാൻ പരിചയപ്പെടുന്നത് ചാലക്കുടി പുഴ സംരക്ഷണ സമിതിയായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലാണ്. ദീർഘകാലം പുഴയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ രജനീഷ് എത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തത് വിഷ്ണു ആണ്. വിഷ്ണു കെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നത്. എക്സ്റ്റൻഷൻ ഓഫീസറായിട്ട് എറണാകുളത്താണ് ജോലി ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മളധികം ഔപചാരികമായിട്ടുള്ള പരിപാടികൾ ഒന്നും വേണ്ട. നമ്മൾ വിചാരിക്കുന്നത് എല്ലാവരും 10 മിനിറ്റ് നേരം ആദ്യം സംസാരിക്കുക, അതിനുശേഷം ഇതിന്റെ പലതരത്തിലുള്ള വശങ്ങൾ ചർച്ച ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഓരോ 5 മിനിറ്റും കൂടി എടുത്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. ഞാൻ ഷാജിയേട്ടനെ ക്ഷണിക്കുകയാണ്. ക്ഷണം സ്വീകരിച്ചിരിക്കുന്നു. എന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ നിർത്തേണ്ട സമയമാകുമ്പോൾ നിങ്ങൾ ഓർമ്മിപ്പിക്കണം. അല്ലാന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കും, അത് അരോചകമായിരിക്കും. അത് ഇതിന് പറ്റില്ല. അപ്പൊ പെട്ടെന്ന് തന്നെ നിങ്ങൾ പറയണം, ഇടപെടണം കേട്ടോ. മനോജ് പറയണം കേട്ടോ. എന്തായാലും ഞാൻ സമയം നോക്കുന്നുണ്ട്. അപ്പൊ പറഞ്ഞോളൂ. അപ്പൊ ഞാൻ നിർത്തുന്നതായിരിക്കും. ഈ ഊത്തിളക്കം എന്ന് പറയുന്ന ഈ പ്രോസസ്, അത് നമ്മൾ ഈ സംസാരിക്കുന്നതൊന്നും പുതിയ കാര്യങ്ങളല്ല. ഞാൻ സംസാരിച്ചത് പുതിയ കാര്യവുമല്ല. ഇത് എത്രയോ കാലമായിട്ട് സംസാരിക്കപ്പെടുന്ന കാര്യമാണ്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് 1873 ഫ്രാൻസിസ് ഡേ എന്ന് പറയുന്നത്, ഇന്ത്യൻ ഫിഷറീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് ഡേയുടെ ഒരു പുസ്തകമാണ് 1873 അദ്ദേഹം രചിച്ച ഫ്രഷ് വാട്ടർ ഫിഷ് ആൻഡ് ഫിഷറീസ് ഓഫ് ഇന്ത്യ. അതിൻ്റെ അകത്ത് കണ്ടന്റ് അല്ല, അതിനകത്തൊരു ചോദ്യം പ്രധാനപ്പെട്ടതായിരുന്നു. അതായത് കിഴക്കൻ ഇന്ത്യയിലെയും അതുപോലെ തന്നെ പടിഞ്ഞാറൻ ഇന്ത്യയിലെയും മത്സ്യസമ്പത്ത് കുറയുന്നു എന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിന് തോന്നിയ കാലത്ത് ആർതർ കോട്ടൺ എന്ന് പറയുന്ന സാഹിബ് ഒരു കത്ത് കൊടുക്കുകയാണ്. ആ കത്തിന്റെ കണ്ടന്റ് ഇതാണ്. ആ കത്തിന് ഉത്തരം നൽകിയ രീതിയാണ്. ഫ്രാൻസിസ് ഡേ ആണ് ഉത്തരം നൽകുന്നത്. അദ്ദേഹം ചില ചോദ്യങ്ങൾ തയ്യാറാക്കി. ചോദ്യങ്ങൾ ഓരോന്നും അദ്ദേഹം ആദ്യം അയച്ചത് കളക്ടർക്കാണ്, പിന്നെ അയച്ചത് തഹസീൽദാർക്കാണ്, പിന്നെ അയച്ചത് അതിന്റെ താഴെയുള്ള ഉദ്യോഗസ്ഥർക്കാണ്. ഇതിൽ കളക്ടർക്ക് അയച്ച ചോദ്യമാണ് ഇന്ന് നമ്മൾ ചോദിക്കേണ്ട ചോദ്യമായിരുന്നു, ചോദിച്ചു കൊണ്ടിരിക്കേണ്ട ചോദ്യമായിരുന്നു. അത് ചോദിക്കാതെ വിട്ടുപോയതാണ്. ആ ചോദ്യത്തിൽ ആദ്യത്തെ ചോദ്യം ഇതാണ്. അതായത് കളക്ടർമാർക്ക് അയച്ച ചോദ്യം ഇതാണ്. ദ ക്വസ്റ്റ്യൻ സർക്കുലേറ്റഡ് വാസ് ആസ് ഫോളോസ് ഫോർ കളക്ടേഴ്സ്. കളക്ടർമാർക്ക് ആർ ബ്രീഡിംഗ് ഫിഷസ് ആർ വെരി യങ് വൺസ് ആർ ഡിസ്ട്രോയ്ഡ് ഇൻ യുവർ ഡിസ്ട്രിക്ട് ടു എനി ഗ്രേറ്റ് എക്സ്റ്റെന്റ്. കൂടുതലായിട്ട് നിങ്ങളുടെ നാട്ടുകളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ മറ്റും പിടിക്കുന്നുണ്ടോ? ഇഫ് ദേ ആർ ഡിസ്ട്രോയ്ഡ്, ഹൗ, ഇൻ വാട്ട് പ്ലേസസ് ആൻഡ് വാട്ട് ആർ ദ സീസൺസ്? ഞാൻ ആ 2 ചോദ്യങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ആ ചോദ്യം ഞാൻ പറഞ്ഞു വരുന്നത് ഈ പഠനമോ അല്ലെങ്കിൽ ഈ ചോദ്യങ്ങളോ പുതിയതല്ല. ചോദ്യങ്ങൾ വളരെ പഴക്കമുള്ളതാണ്. ഫ്രാൻസിസ് ഡേ പിന്നെ അതിന്റെ പല പാരഗ്രാഫുകളിലായിട്ട് ഉത്തരം നൽകുന്നുണ്ട്. ഉത്തരത്തിന്റെ ചെറിയൊരു കോപ്പിയൊക്കെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഞാൻ ഇവിടെ എഴുതി പലപ്പോഴും ഞാൻ പറയാറുണ്ട്, ദേ അപ്പിയർ ടു ഹാവ് ലോസ്റ്റ് ദെയർ നാച്ചുറൽ ടിമിഡിറ്റി. മത്സ്യങ്ങൾ പ്രജനനത്തിനായിട്ട് നെൽപ്പാടങ്ങളിലേക്കോ അല്ലെങ്കിൽ ഫ്ലഡ് പ്ലെയിനിലേക്കോ അല്ലെങ്കിൽ വെള്ളം കയറി കിടക്കുന്ന പുഴയുടെ അരികുവശങ്ങളിലേക്കോ കയറി കഴിഞ്ഞാൽ മത്സ്യങ്ങൾക്ക് അവയുടെ നാണവും അല്ലെങ്കിൽ പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള ഒരു പ്രവണതയുണ്ട് ഏത് മത്സ്യത്തിനും. ആ പ്രവണത നഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്. അതാണ് മനുഷ്യൻ ചൂഷണം ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. പുസ്തകം ഇന്റർനെറ്റിൽ ഡൗൺലോഡബിൾ ആണ്, നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ്. ഈ ഊത്ത എന്ന പേര് ഇതൊരു അറിവിന്റെ പ്രശ്നമാണ്, ഇത് പ്രായോഗിക തലത്തിലേക്കല്ല. ഈ ഊത്ത എന്ന് പറയുന്ന പേര് നാഗപട്ടണം ജില്ലയിൽ തമിഴ്നാട്ടിൽ അവിടെയാണ് ഈ ഉപകരണം ആദ്യമായിട്ട് ഉപയോഗിച്ചിരുന്നത്. തെന്നിന്ത്യയിൽ ആദ്യം ഈ ഉപകരണം രൂപപ്പെടുത്തിയത് നാഗപട്ടണത്തിലുള്ള ആളുകളാണ്. അപ്പൊ അവർ ഉപയോഗിച്ചിരുന്ന ഇതിന്റെ പേര് ഒത്തൽ എന്നായിരുന്നു. ഒത്തൽ പിന്നെ കേരളത്തിലേക്ക് കടക്കുകയും അതിന്റെ പേര് നമ്മളുടെ ഭാഷാ പ്രയോഗത്തിലേക്ക് അത് ഒറ്റൽ എന്ന് മാറുകയും ഈ ഒത്തൽ ഉപയോഗിക്കുന്ന വേള ഊത്തൽ വേളയായിട്ട് മാറുകയും ചെയ്തു. ഇതാണ് അതിന്റെ പദത്തിന്റെ നിഷ്പത്തി. ഊത്ത അല്ലെങ്കിൽ ഊത്തപിടുത്തം, ഊത്തയിളക്കം എന്ന് പറയുന്ന പദത്തിന്റെ നിഷ്പത്തി അങ്ങനെയാണ്. അതിൽ ഉത്ഭവം ഇങ്ങനെയാണെന്ന് പറയുകയായിരുന്നു. ഇത് എന്റെ വീടിന്റെ അടുത്തുള്ള ബെന്നിയാണ്, നല്ല രസമുണ്ട് കാണാൻ. മത്സ്യങ്ങളുടെ പ്രജനന ശുദ്ധജലത്തിലെ മത്സ്യങ്ങളുടെയും കടലിലെ മത്സ്യങ്ങളുടെയും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കാലാവസ്ഥാ മാറ്റങ്ങളെ കുറിച്ച് ഇപ്പൊ ഡോക്ടർ അൻവർ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ലാർവൽ ഡെവലപ്മെന്റുകളൊക്കെ അല്ലെങ്കിൽ അവയുടെ അണ്ടം വികസിച്ചു വരുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. അവയുടെ ആരോഗ്യസ്ഥിതി, ഹെൽത്തിനെ ബാധിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറയണ്ടേ. ഞാൻ ഈ പറയാൻ വരുന്നത് വേറൊരു കാര്യമാണ്. ഇത് എന്റെ പഴയ മെറ്റീരിയോളജിക്കൽ ഡാറ്റയാണ്. ഇതിനു മുമ്പുള്ള 100 കൊല്ലത്തെ ഡാറ്റയും എന്റെ കയ്യിലുണ്ട്. ഞാനിപ്പോ അവസാനത്തേത് കാണിക്കുന്നു മാത്രം. 1901 മുതൽ 1980 വരെയുള്ള ഡാറ്റയിൽ നിങ്ങൾ നോക്കിയാൽ ഞാൻ ഈ ചുവന്ന കളിയിൽ കാണിച്ചിരിക്കുന്ന 2 അക്കങ്ങളുണ്ട്. അതായത് 1918 മെയ് 8. ഈ 8 എന്ന് പറയുന്ന തീയതി മെയ് 8 ആണ് കേട്ടോ. ഇത് നോർത്തേൺ കേരള അടിസ്ഥാനപ്പെടുത്തിയാണ്. അതായത് കോഴിക്കോട് അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ മൺസൂൺ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓൺസെറ്റ് ഓഫ് മൺസൂൺ എന്നാണ് കാലവർഷം ആരംഭിച്ചെന്നുള്ള തീയതികളാണ് ഈ കാണിച്ചിരിക്കുന്നത്. നോക്കൂ, 1918 മെയ് 8, അതായത് കാലവർഷം പതിവിലും നേരത്തെ ആരംഭിച്ചു എന്നർത്ഥം. 1972 പതിവിലും വൈകിപ്പോയി. ജൂൺ 23 കാലവർഷം ആരംഭിച്ചത്. ആ കൊല്ലം സ്കൂളുകൾ തുറക്കാനൊക്കെ വൈകിയതായിട്ട്
എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് രേഖകളിൽ കാണുന്നുണ്ട്. കാരണം നമുക്ക് പൈപ്പ് ഉണ്ടായിരുന്നില്ല, വെള്ളം കിണറുകളിൽ നിന്ന് വേണം, കിണറിലെ വെള്ളം പറ്റിയതുകൊണ്ട് കുട്ടികൾ കുടിക്കാൻ സാധ്യമല്ലാതാകുന്നു എന്നുള്ള ഭയം കൊണ്ടാണ് സ്കൂൾ തുറക്കാൻ വൈകിയത്. ഞാൻ പറയുന്നത് കാലവർഷം ഈ 100 വർഷത്തിനിടയ്ക്ക് ആകെ വ്യതിയാനം വന്നിട്ടുള്ളത് 2 കൊല്ലങ്ങളിൽ മാത്രമാണ്. നോക്കൂ, അതിന്റെ ഇടവേളകൾ തന്നെ എത്ര വലുതാണ്. മത്സ്യങ്ങൾ കാലാവസ്ഥ പ്രവചിക്കുകയോ അല്ലെങ്കിൽ പെയ്യാൻ വരുന്ന മഴയുടെ താളത്തിനൊത്ത് അവയുടെ അണ്ടവികാസം നടക്കുകയോ, ഏതാണ് ശരിയെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്: ഒന്നുകിൽ കാലാവസ്ഥയ്ക്ക് അനുരൂപമായി അവയുടെ അണ്ടങ്ങൾ രൂപപ്പെടുകയോ, അല്ലെങ്കിൽ മഴ പെയ്യുന്നത് എന്നാണെന്ന് കണക്കാക്കി അണ്ടങ്ങൾ പെട്ടെന്ന് വികസിക്കുകയോ, രണ്ടിലൊന്ന് നടന്നിരിക്കണം. അത് കൃത്യമായി നടന്നിരുന്നു. കാലാവസ്ഥ അവരുടെ അണ്ടവിക്ഷേപത്തെയോ പ്രജനനത്തെയോ ബാധിച്ചിരുന്നില്ല. അത് സ്വാഭാവികമായി തന്നെ നടന്നു പോകാൻ ഇത്രയും കാലം കാലാവസ്ഥ അനുവദിച്ചു എന്ന് വേണം നിങ്ങൾ കരുതാൻ. ഇപ്പൊ പക്ഷെ അതിന്റെ താളം തെറ്റിയിട്ടുണ്ട്. 2016 നമുക്ക് മൺസൂൺ ലഭ്യമായില്ല. മൺസൂൺ കറക്റ്റായിട്ട് ആരംഭിച്ചില്ല. ഇറഗുലർ മൺസൂൺ. നോക്കൂ, മൺസൂൺ ആരംഭിച്ചിട്ട്, ശരിക്കും പറഞ്ഞാൽ മൺസൂൺ ആരംഭിച്ചത് കഴിഞ്ഞ ദിവസങ്ങളിലാണ് കേട്ടോ. മറ്റത് വേനൽ മഴയുടെ തുടർച്ചയായിരുന്നെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. നോക്കൂ, ഇറഗുലാരിറ്റി, ഇത് രണ്ടും മത്സ്യങ്ങളുടെ പ്രജനനത്തെ ബാധിക്കുന്നുണ്ടെന്ന് ഓർക്കുക. അപ്പോഴാണ് ഊത്തപിടുത്തം പ്രസക്തമാകുന്നത്. ശേഷിക്കുന്ന മത്സ്യങ്ങൾ, കാലാവസ്ഥയെയും അതിജീവിക്കുന്ന മത്സ്യങ്ങൾ, അവയുടെ അണ്ടത്തോടുകൂടി പ്രജനനത്തിന് നമ്മൾ അനുവദിച്ചിട്ട് വരും. പ്രജനനം നമ്മുടെ നെൽപ്പാടങ്ങളിൽ സാധാരണഗതികൾ, ഞാൻ നെൽപ്പാടങ്ങളിലെ മത്സ്യങ്ങളെ മാത്രമേ അത് കൂടുതൽ സംസാരിക്കുന്നുള്ളൂ. എന്റെ വീടിന്റെ താഴെയുള്ള, നിങ്ങൾ കണ്ടത് എന്റെ വീടിന്റെ താഴെയുള്ള ചിത്രമാണ്. അവിടെ വരുന്ന മത്സ്യങ്ങൾ സാധാരണ പരൽ വർഗത്തിലുള്ള സൈക്യുനിഡ്സ് എന്ന് പറയുന്ന, ഇതൊക്കെ ഫ്രാൻസിസ് ഡേയും പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കുറുവ പരൽ എന്ന് പറയും ആദ്യം കാണുന്നത്. രണ്ടാമത് കാണുന്നത് ഈ പാറപ്പരൽ എന്ന് പറയും. മൂന്നാമത് കാണുന്ന ഉരുളപ്പരൽ എന്ന് പറയും. ആംബ്ലിഫരിക്കഡോൺ മെൽറ്റിന, ഈ പറയുന്ന വൈംപരൽ, ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഇനി കാറ്റ് ഫിഷസ് എന്ന് പറയുന്ന മീശയുള്ള മത്സ്യങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഐറ്റം എന്ന് പറയുന്നത് വാളയാണ്, ആറ്റുവാള. രണ്ടാമത്തെ മഞ്ഞക്കൂരിയാണ്. മൂന്നാമത്തെ കാരിയുണ്ട്, മുഷിയുണ്ട്. ഞാൻ ഇവരുടെയൊക്കെ ഈ പ്രജനന കാലത്ത് ഇവരുടെ എല്ലാം മത്സ്യങ്ങളെ ശേഖരിച്ചു വെച്ചിട്ട് അവര് വെറുതെയാണോ നെൽപ്പാടങ്ങളിലേക്ക് വരുന്നതെന്ന് അറിയണ്ടേ. ഇതെന്റെ വീട്ടിൽ താഴെ നിന്നൊക്കെ പിടിച്ചതാണ്. ഇതൊക്കെ മുട്ടയുണ്ട്. എല്ലാം പാകമായ അണ്ടങ്ങളാണ്. എപ്പ പ്രജനനത്തിന് തയ്യാറായി വന്ന മത്സ്യങ്ങളാണ് ഇതൊക്കെ എന്നർത്ഥം. എല്ലാവരും ഇതാണ് ആറ്റുവാള എന്ന് പറയുന്നത്. നോക്കൂ, അതിനെ പിടിച്ചിട്ട് അതിന്റെ അണ്ടം ഇതുവരെ പുറത്തേക്ക് പോയിട്ടില്ല. അതിന് കൂട്ടത്തോടെ അതിന്റെ വയറ് നിറച്ച അണ്ടമാണ് ആ കാണുന്നത്. അത്തരത്തിലുള്ള മത്സ്യമാണ്. അതിന്റെ ഒരു അണ്ടം ഒഴിഞ്ഞ ഒരു വാളയെ പിടിച്ചതിന്റെ ചിത്രമാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഇതാ മറ്റേ മഞ്ഞക്കൂരി. ഇതെല്ലാം പ്രജനനത്തിന് പാകമായ മത്സ്യങ്ങളാണ് നെൽപ്പാടങ്ങളിലേക്ക് വരുന്നത്. അവയുടെ മുട്ടകളാണ് ഈ കാണുന്നത്. ഇത് മഞ്ഞക്കൂരി കൂട്ടത്തോടെ പിടിച്ചിട്ടുള്ളതാണ്. അടിച്ചിൽ പോലുള്ള ഉപകരണങ്ങൾ വെച്ചിട്ടാണ് ഒരു കൂട്ടത്തോടെ പിടിക്കുക. ഈ പറയുന്ന എയർ ബ്രീത്തിങ് ഫിഷസിനും ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരും നേരത്തെ ഏറ്റവും ആദ്യം പ്രജനനത്തിനും നെൽപ്പാടങ്ങളിലേക്ക് എത്തുന്ന ഈ വക ടീമുകളാണ്. ഈ കറൂപ്പ്, കല്ലട, കൈതക്കോര എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. തെക്കൻ കേരളത്തിൽ കൈതക്കോര എന്ന് വിളിക്കുന്നത്. എറണാകുളം ഭാഗത്തൊക്കെ ഇതിനെ കറൂപ്പ് എന്നാണ് വിളിക്കുന്നത്. തൃശ്ശൂർ ജില്ലക്കാർ ഇതിനെ കല്ലട എന്നാണ് വിളിക്കുന്നത്. ഇത് ആദ്യം കയറി വരുന്ന മത്സ്യങ്ങളിൽ പെട്ടതാണ്. കാരണം വെള്ളത്തിന്റെ അളവ് കുറഞ്ഞ പോയാൽ ഇവർക്ക് എയർ ബ്രീത്തിങ് സൗകര്യം ഉള്ളത് കൊണ്ട്. രണ്ടാമതെത്തുന്ന ടീമുകൾ ഇവരാണ്. പള്ളത്തി പോലുള്ള മത്സ്യങ്ങൾ ആ സമയത്ത് പ്രജനനം നടത്തുന്നവരല്ല, അവർ കൂട്ടത്തിൽ കൂടെ കയറി വരുന്നവരാണ്. ഇത് മുതുക്കി അല്ലെങ്കിൽ മൂതാടി എന്ന് പറയുന്ന മത്സ്യം, ഇതും 1-ാം ദിവസം കയറുന്നവരാണ്. ഇവരും 1-ാം ദിവസം കയറുന്നവരാണ്. നോക്കൂ, നമ്മൾ ഊത്തപിടുത്തം പോലുള്ള മത്സ്യബന്ധന പ്രക്രിയയിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ കുട്ടികളുടെ ഒരു ബാല്യം കൂടി ഇവരുടെ ബാല്യം കൂടി നമ്മൾ കവർന്നെടുക്കുന്ന ഓർക്കുക. പൂച്ചാനും പൂച്ചുട്ടിയും മറ്റേ കല്ലടയും കാര്യമൊക്കെ പിടിക്കാനുള്ള ഇവരുടെ ഒരു അവകാശം, ജന്മസിദ്ധമായ ഒരു അവകാശമുണ്ട്. ആ അവകാശത്തെ കൂടിയാണ് നമ്മൾ കവർന്നെടുക്കുന്നത്. ഒരു ജനതയുടെ സുരക്ഷിതത്വത്തിന്റെ, അവരുടെ ഭക്ഷ്യസുരക്ഷയെ കൂടി നമ്മൾ കവർന്നെടുക്കുന്നുണ്ടെന്ന് ആലോചിക്കുക. അതിനുകൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചിത്രം കാണിച്ചത്. ഇതാണ് എന്റെ വീടിന്റെ താഴെയുള്ള നെൽപ്പാടങ്ങൾ. ഇവിടെയാണ് വേനൽക്കാല വസതികൾ. ഞങ്ങൾക്ക് തൊട്ട് താഴെ പുഴകൾക്ക് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ മത്സ്യങ്ങൾ വേനൽക്കാലത്ത് താമസിക്കുന്ന ഇവിടെയാണ്. നെൽപ്പാടങ്ങളിൽ നിന്ന് ഇറങ്ങി, ചുറ്റും കാണുന്ന നെൽപ്പാടങ്ങളിൽ നിന്ന് ഇറങ്ങി അവർ ഈ കാണുന്ന ചിറയഞ്ചാൽ, കരിക്കാട്ടുചാൽ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇത് മത്സ്യങ്ങളുടെ വേനൽക്കാല വസതികളാണ്. ഇവിടെയാണ് അവർ മഴ വരെ താമസിക്കുക. ഇവിടെയാണ് അവരുടെ പ്രജനനത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്ന സ്ഥലങ്ങളാണ്. ഞാൻ ഇതിന് പേരിട്ടിരിക്കുന്നത് ചിറയഞ്ചാൽ, കരിക്കാട്ടുചാൽ എന്നൊന്നും അല്ല, അവരുടെ വേനൽക്കാല വസതികൾ എന്നാണ്. ഇവിടെയും മത്സ്യബന്ധനം തകൃതിയായിട്ട് നടക്കും. ഇത് നെൽപ്പാടങ്ങളെയും പുഴകളെയും തമ്മിൽ, അല്ലെങ്കിൽ നെൽപ്പാടങ്ങളെയും വേനൽക്കാല വസതികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെറിയ തോടുകളാണ്. അവരാണ് ഈ നെൽപ്പാടങ്ങൾ, കൊയ്ത്ത് കഴിഞ്ഞ നെൽപ്പാടങ്ങളാണ് ഇവിടേക്ക് കയറി വരിക. നോക്കൂ, ഞാൻ പറഞ്ഞതൊന്നും നുണയല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ 2012 മുതലുള്ള ചിത്രങ്ങൾ. എന്റെ കയ്യിൽ ഊത്തയുടെ ഡാറ്റ 2002 മുതലൊക്കെയുള്ള ഡാറ്റയുണ്ട്. പക്ഷെ ഊത്തയുടെ ചിത്രങ്ങളൊക്കെ എനിക്ക് 2012 ശേഷമേ എന്റെ കയ്യിൽ ക്യാമറ വന്നുള്ളൂ. അതാണ് എന്റെ പ്രശ്നം. ഇത് മത്സ്യങ്ങൾ, ഇത് മുണ്ടിയ സ്പാര എന്ന് പറയുന്ന, അല്ലെങ്കിൽ പാറപ്പരൽ എന്ന് പറയുന്ന എന്റെ വീടിന്റെ താഴെയുള്ള നെൽപ്പാടങ്ങളിൽ വന്ന് ഒരു മുട്ടയിട്ട് കഴിഞ്ഞു കേട്ടോ. അവിടെ മുട്ട നോക്കിയാൽ നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. ഇത് കല്ലട എന്ന് പറയുന്ന, കറൂപ്പ് എന്ന് പറയുന്ന മത്സ്യമാണ്. ഇവര് നെൽപ്പാടങ്ങളിൽ നിന്ന്, തോടുകളിൽ നിന്ന് നെൽപ്പാടങ്ങളിലേക്ക് കയറാൻ ഏന്തി നിൽക്കുന്ന പടങ്ങളാണ്. ഇത് പരലുകളാണ്. ഈ പരലുകൾ ഇതേപോലെ തന്നെ നെൽപ്പാടങ്ങളിൽ നിന്ന് തോടുകളിലേക്ക് വരുന്ന ചെറിയ വെള്ളത്തിൽ ഇവർ
ചാടി കയറുന്ന ചിത്രങ്ങളാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവർ ചാടി കയറി. ഇത് ഈ സമയത്ത് ആളുകൾ, ഞങ്ങളുടെ നാട്ടിലുള്ള ആളുകളൊക്കെ കൈകൊണ്ട് പിടിക്കുകയും ചെയ്തു. ഇത് കണ്ണൂരിൽ നിന്നുള്ള ചിത്രമാണ് കേട്ടോ. ഇതാ കൂട്ടത്തോടെ തയ്യാറാവാൻ അവർ റെഡിയായി നിൽക്കുന്നത് 6:30ക്കും 7 മണിക്കും ഇടയ്ക്കുള്ള ചിത്രമാണ്. ഈ സമയത്താണ് സാധാരണഗതിയിൽ കാലവർഷത്തിന്റെ ഒരു മഴയുടെ ശക്തി ഉണ്ടാവുക. ഈ ശക്തിയാണ് അവർ, ആ വെള്ളത്തിലാണ് ഇവർ പരിച്ചു കയറുക. അതൊക്കെ കയറാൻ തയ്യാറായിട്ട് നിൽക്കുന്ന മത്സ്യങ്ങളാണ്. ഇത് പരലുകൾ അടക്കമുള്ള എല്ലാ മത്സ്യങ്ങളും ഇപ്പൊ നെൽപ്പാടങ്ങളിലേക്ക് കയറും. അവർ കയറി കഴിഞ്ഞിരിക്കുന്നു. ഇതാ അവർ മുട്ടയിടാനുള്ള ശ്രമത്തിലാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മുട്ട കാണാം. ഇവിടെയൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് അവര്. ഇതൊക്കെ പെയറിങ് നടക്കുന്ന ചിത്രങ്ങളാണ്. മനസ്സിലായോ? ഇതിന്റെ ഇടയ്ക്ക് വരാൽ എന്ന് പറയുന്ന മത്സ്യത്തിന്റെ ഇടയ്ക്ക് കയറി വരുന്നതാണ്. ഇവർ മുട്ടയിടാനായിട്ട് വരുന്നതല്ല. ഇവരുടെ പ്രജനനം നേരത്തെ കഴിഞ്ഞിട്ടുണ്ടോ, മെയിൽ കഴിഞ്ഞിട്ടുണ്ടോ. ചിലപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് സെപ്റ്റംബറിലേക്കൊക്കെ പോകും, അല്ലെങ്കിൽ ജൂലൈ മാസത്തിലേക്കൊക്കെ കിടക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ഇയാൾ കയറിയത് വെറുതെ കയറിയതാണ് കേട്ടോ. അയാളുടെ വിധി ഇതായിരുന്നു. ഓക്കെ, ഇനി ഊത്തപിടുത്തത്തിന്റെ വ്യാപ്തിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഈ മത്സ്യങ്ങളൊക്കെ അണ്ടങ്ങളോടുകൂടി കയറിയതാണെന്ന് നിങ്ങൾക്ക് ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലായി. ആളുകൾ കൂട് വെച്ചിരിക്കുന്നത് കണ്ട. ഇതായത് നെൽപ്പാടങ്ങളിൽ മത്സ്യങ്ങൾ അങ്ങോട്ട് കയറുക എന്ന് കർഷകർക്ക് അറിയാം. അത് അവരുടെ പാരമ്പര്യമായ വിജ്ഞാനീയത്തിൽപ്പെട്ടതാണ്. മത്സ്യങ്ങൾ അങ്ങോട്ട് കയറുന്നു, അവർ കൂട് വെച്ച് പിടിക്കുന്നു. ഇനി പിടിക്കുന്നതിന്റെ വ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ ഇത് വേറൊരു തരം ഊത്തയാണ്. ഇത് മണിമല എന്ന് പറയുന്ന നദിയിൽ നടക്കുന്ന ഊത്തപിടുത്താണ്. ഇത് ലേബിയോ എന്ന് പറയുന്ന ലേബിയോ ഡുസുമേരി അല്ലെങ്കിൽ തൂളി എന്നാണ് അവർ വിളിക്കുക. ആ മത്സ്യത്തിന്റെ ദേശാന്തരഗമന പാതയിലുള്ള അവരുടെ മത്സ്യബന്ധന രീതികളുമാണ്. നിങ്ങൾ അതിന്റെ വ്യാപ്തി നോക്കൂ. ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഒരു ടെമ്പോയിലേക്കുള്ള ആവശ്യം നിറയാൻ ആവശ്യമായ മത്സ്യങ്ങൾ പിടിക്കപ്പെട്ടിട്ടുണ്ടാവും. ഇതിന്റെ അളവ് ചെറുതല്ല, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ ചാടി വീഴുന്ന മത്സ്യങ്ങളെല്ലാം തന്നെ മുട്ടയോട് കൂടിയവയാണ്. ഒന്നും തന്നെ അതിന്റെ ആണുങ്ങൾക്ക് ഒഴിച്ച് പെണ്ണുങ്ങൾക്ക് എല്ലാം മുട്ടയുണ്ട്. മണിമല എന്നുള്ള ചിത്രമാണ് കേട്ടോ. ഇപ്പൊ കഴിയുമതെ. ഇതാണ് ലേബിയോ തൂളി എന്ന് പറയുന്ന മത്സ്യമാണത്. ലേബിയോ അവര് കോട്ടയം ജില്ലക്കാർ ഇതിനെയാണ് തൂളി എന്ന് വിളിക്കുന്നത്. ഇതിന്റെ കൂട്ടത്തോടെയുള്ള ആ പോക്കിനെയാണ് തൂളി ഇളക്കം എന്ന പേരിൽ അവർ വിശേഷിപ്പിക്കുന്നത്. ആ സമയത്താണ് കൂട്ടത്തോടെ അതൊരു ഉത്സവം എന്ന കണക്കിൽ അവർ പിടിക്കുന്നത്. ഇനി മറ്റു സ്ഥലങ്ങളിലുണ്ട്. ഇത് കരിങ്ങച്ചിറയുള്ള ഒരു പ്രതിഭാസമാണ്. ഇതിനെ ശരിക്കും ഊത്ത എന്ന് പറയാൻ പറ്റില്ല. ഇത് ഒരു ചിറ പൊട്ടിക്കുമ്പോൾ മത്സ്യങ്ങൾ ഇങ്ങോട്ട് കയറാൻ ശ്രമിക്കുക. ആ മത്സ്യങ്ങളെ കൂട്ടത്തോട് പിടിക്കുന്നത്. അതിനകത്ത് പിടിക്കുന്ന പ്രധാനമായിട്ടും കോലാൻ ഇനത്തിൽപ്പെട്ട മത്സ്യങ്ങളാണ്. ഇത് എന്റെ വീടിന്റെ താഴെ തന്നെയുള്ള ഒരു മത്സ്യബന്ധന രീതിയാണ്. ഇതിന്റെ വ്യാപ്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇത് മത്സ്യങ്ങളുടെ ദേശാന്തര ഗമന പാതയാണ്. ഒരു മിനിറ്റ്. ഇത് മത്സ്യങ്ങളുടെ ദേശാന്തര ഗമന പാതയാണ്. നെൽപ്പാടങ്ങളിൽ നിന്ന് ചാലിൽ നിന്ന് മത്സ്യങ്ങൾ ഇങ്ങോട്ട് കയറും, ഒഴുക്ക് ഇങ്ങോട്ടാണ്. അപ്പൊ മത്സ്യങ്ങൾ ഇവിടെ തട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ചാട്ടം എന്നാണ് അവർ ട്രഡീഷണൽ ആയിട്ട് വിശേഷിപ്പിക്കുക. ഇതിന്റെ കരക്കിരിക്കുന്ന ഈ പയ്യന്മാർ അതൊക്കെ കൂടി പിടിച്ചെടുക്കും. മനസ്സിലായി? അതെല്ലാം മുട്ടയുള്ളതായിരിക്കും. ഇത് വയനാട് എന്നുള്ള ചിത്രമാണ്. ശരിക്കും പറഞ്ഞാൽ അവരെന്താന്ന് വെച്ചാൽ അവിടെ വയനാട് പുഴകളോട് ചേർന്നിട്ടുള്ള ഫ്ലഡ് പ്ലൈൻസ് ഉണ്ട്. ഫ്ലഡ് പ്ലൈൻ എന്ന് പറഞ്ഞാൽ ചിലത് കൃഷി ചെയ്യുന്നുണ്ട്, ചിലത് കാടാണ്. ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന പ്രദേശങ്ങൾ ഇങ്ങനെ വെറുതെ വല കെട്ടിയാൽ മതി. മത്സ്യങ്ങളെല്ലാം പൊക്കത്തോട്ട് കയറാൻ ശ്രമിക്കുന്ന ആ വഴിയിലാണ് അവർ പിടിച്ചെടുക്കുക. ഇത് ഉത്സവമാണ്. ഊത്ത എന്ന് പറയുന്ന നാട്ടുകാരുടെ ഉത്സവമാണ്. ഒരു പക്ഷെ നാട്ടുകാർക്ക് ഇതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാഞ്ഞിട്ടാണ്, അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാഞ്ഞിട്ടാണ്. ഇത് മത്സ്യം എന്ന് പറയുന്ന വംശത്തെ നിലനിർത്താനുള്ള ആ മത്സ്യങ്ങളുടെ പ്രജനന യാത്രയാണ്. നിയമം മൂലം 2010 ഉൾനാടൻ ഇൻലാൻഡ് ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ആക്ട് 2010 പ്രത്യേക ഒരു ഖണ്ഡികയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് ശിക്ഷ അർഹിക്കുന്ന കുറ്റമാണെന്ന് നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താത്തിടത്തോളം കാലം അവർക്ക് ഇതൊരു ഉത്സവമായിരിക്കും. ഇത് മത്സ്യങ്ങളെ പിടിക്കുന്ന മറ്റൊരു രീതിയാണ്. ഇതും അതുപോലെ തന്നെ ഒറ്റ മത്സ്യങ്ങൾ ഇതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും കൂടെ എവിടേക്കും പോകാൻ വഴിയില്ല. ഇത് അടിച്ചിൽ എന്ന് പറയുന്ന ഒരു ഉപകരണമാണ്. ഇത് അടിച്ചിൽ ഉണ്ടാക്കുന്നതിന്റെ ഉപകരണമാണ്. ഇത് 40,000 രൂപയോളം 50,000 രൂപയോളം ചെലവ് ചെയ്ത് അവരുണ്ടാക്കിയ ഒരു അടിച്ചിൽ എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിലൊക്കെ കാണാൻ, ഞങ്ങളുടെ കുടുംബ പഞ്ചായത്തുകളിലൊക്കെ ഇത് വ്യാപകമായിരുന്നു. ഇപ്പോൾ ഇല്ല, ഇപ്പോൾ കുറവാണെന്ന് വേണം പറയാൻ. ഇതിൽ പ്രധാനമായിട്ടും വാള, മഞ്ഞക്കൂരി പോലുള്ള മത്സ്യങ്ങൾ കൂട്ടത്തോടെ പിടിക്കപ്പെടുന്ന ഒരു സെമിത്തേരിയാണ്. മത്സ്യങ്ങളുടെ ഗർഭിണികളുടെ സെമിത്തേരി എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. ഇതും അതൊക്കെ തന്നെ. ഇത് ഷാജിയേട്ടാ ഒരു മിനിറ്റ് ഉണ്ട്. ഓക്കെ. ഇതാണ് നെൽപ്പാടങ്ങൾ. കണ്ടോ, ഇവിടെ നമ്മൾ പിടിക്കപ്പെടുന്ന മത്സ്യങ്ങള് ഇവിടെ ഒന്നുപോലും മത്സ്യങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. കണ്ടോ, ഇത് പൊക്കം പുറം നോക്കിയിട്ടാണ് മത്സ്യങ്ങൾ കയറുക. അവിടെയൊക്കെ തന്നെ ഇത് കണ്ടോ, എല്ലാ മത്സ്യങ്ങളും തന്നെ ഇതതിന്റെ ഒരു നേർചിത്രമാണ്. എത്രത്തോളം മത്സ്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇതൊക്കെ മത്സ്യങ്ങളുടെ ആ ചുവന്ന വര കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതെല്ലാം തന്നെ ആൺമത്സ്യങ്ങളാണ്. തൊട്ടുപുറത്ത് കാണുന്ന പെൺമത്സ്യങ്ങളാണ്. ഇതെല്ലാം തന്നെ കൂട്ടത്തോടെ മുട്ടയോടെ കൂടി തന്നെ പിടിക്കപ്പെടുന്ന അവിടെയാണ്. ഇതിന്റെ വ്യാപ്തി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലായിടത്തും ഇതുപോലെ തന്നെയാണ്. ഇത് ഒരു വഴി മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇത് പ്രധാനപ്പെട്ട പ്രശ്നമാകുന്നത്? ഇപ്പൊ എന്നോട് ഒരു മിനിറ്റ് കൂടി ഞാൻ എടുക്കുന്നു. എന്നോട് ഒരാൾ ചോദിച്ച ചോദ്യമാണ്, ഊത്തയുടെ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞപ്പോ പണ്ടൊക്കെ പിടിച്ചിരുന്ന 90% ആളുകൾ ഇപ്പൊ പിടിക്കുന്നില്ല. ഇപ്പൊ ആളുകൾ കുറച്ചേ പിടിക്കുന്നുള്ളൂ. പക്ഷെ പിടിക്കുന്ന സാങ്കേതിക വിദ്യയുടെ അളവ് കൂടി. നെൽപ്പാടങ്ങൾക്കിടയിലുള്ള റോഡുകൾ നെൽപ്പാടങ്ങൾ 2ആയി വിഭജിച്ചു. മത്സ്യങ്ങൾക്ക് പോകാനായിട്ട് ഒരു സിംഗിൾ വിൻഡോ, ഏക ജാലക സംവിധാനമായി ഈ ഒരു തോട്ടിക്കൂടെ മാത്രമേ മത്സ്യങ്ങൾക്ക് വരാൻ കഴിയൂ.
ഈ വഴി കൂടെ തന്നെ നമ്മൾ 100 എണ്ണം കയറിയാൽ 80 എണ്ണത്തിന് ഈ വഴിയിൽ തന്നെ പിടിക്കപ്പെടുന്നു. ബാക്കിയുള്ളത് കണ്ടങ്ങളിലും മനുഷ്യർ വെട്ടിപ്പിടിക്കും. കേട്ടോ, നോക്കി, അയാൾ വെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം പിടിക്കപ്പെടുന്ന മത്സ്യങ്ങൾ. ഇനി ഇതിൽ ആംഫിബിയൻസ്, തവള ഗവേഷകർ മിണ്ടാണ്ടിരിക്കുക. കാരണം വെച്ചാൽ അവർക്ക് ഇത് അറിയില്ലല്ലോ. തവളകളുടെയും പ്രജനനകാലമാണ്. അവരെ മീനെ കിട്ടിയില്ലെങ്കിൽ അപ്പൊ അവർ തവളനെ പിടിച്ചിരുന്നു, ഇല്ലെങ്കിൽ ആമേനെ പിടിച്ചിരുന്നു. അപ്പൊ ഇതെല്ലാ രീതിയിലും മത്സ്യങ്ങൾ ഇത് വെട്ടുകൊണ്ട ഒരു വാളയാണ്. ഇത് കരുവന്നൂർ റിവറിൽ നിന്ന് എടുത്ത ചിത്രമാണ്. അതിന്റെ അകത്ത് നിറച്ച് മുട്ടയാണ്. ചീഞ്ഞിട്ട് എനിക്ക് അടുത്ത് പോയി എടുക്കാനും കൂടി കഴിഞ്ഞിട്ടില്ല. ഇതെല്ലാം തന്നെ മത്സ്യം. ഓക്കെ, മനോജെ. ഓക്കെ, ഞാൻ അടുത്തതായിട്ട് ഡോക്ടർ അൻവർ അലി സാറിനെ വിളിക്കുകയാണ്. സാറ് ഒന്ന് ടേക്കപ്പ് ചെയ്തോളൂ. ഞാനിത് വിൻഡോ ക്ലോസ് ചെയ്തോട്ടെ, പ്രസന്റേഷൻ ക്ലോസ് ചെയ്യട്ടെ? ക്ലോസ് ചെയ്തോളൂ. നമസ്കാരം. നമ്മളുടെ ഈ കൂട്ടായ്മയിലെ എല്ലാവരോടും ആദ്യമായിട്ട് നമസ്കാരം പറയുന്നു. നമ്മളെ ഷായ് സാർ ഓൾറെഡി എല്ലാം വിശദമായിട്ട് സാറ് പറയുകയുണ്ടായി. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും ബാക്കി എല്ലാ ഒരു മിനിറ്റ് ഷാജിയേട്ട ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. സ്ക്രീൻ ഷെയറിങ്. സ്റ്റോപ്പ് ഷെയറിങ്. ഓക്കെ. ശരി. സാർ ഓൾറെഡി എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് പറയുകയുണ്ടായി. അതിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ പാരിസ്ഥിതിക പ്രശ്നങ്ങളും അനുഭവിക്കുന്ന ഒരു വിഭാഗം കൂടിയാണ്. അതിന്റെ എല്ലാത്തിന്റെയും ആകത്തുക അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് നമ്മൾ കരയിൽ കയറി ഓടിപ്പോകാൻ പറ്റാത്തതായിട്ടുള്ള അക്വാട്ടിക്കിലുള്ള ഈ മത്സ്യങ്ങൾ എന്ന് പറയുന്നത്. അത് നമ്മൾ വനനശീകരണം മുതൽ, അണക്കെട്ടുകൾ മുതൽ, മറ്റേ പ്ലാന്റേഷൻ വഴി, അല്ലെങ്കിൽ മത്സ്യബന്ധന രീതികൾ വഴി, ഇതെല്ലാം മേൽത്തട്ട് മുതൽ കീഴ്ത്തട്ട് വരെ, കായലിൽ അല്ലെങ്കിൽ കടലിലടക്കം എല്ലാ രീതിയിലും ഉള്ള മലിനീകരണ പ്രശ്നങ്ങളും മറ്റ് ആവാസ വ്യവസ്ഥകളിന്മേലുള്ള കടന്നുകയറ്റം മൂലം ഏറ്റവും കൂടുതൽ കെടുതികൾ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ സാറ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കൂട്ടമായിട്ട് മത്സ്യങ്ങളെ പ്രജനനത്തിനായിട്ട് താഴ്ന്ന പാടശേഖരങ്ങളോ അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിലോട്ടോ വരുന്നതാണ്. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സാറ് പറഞ്ഞ പോലെ തന്നെ പലതരത്തിലുള്ള മത്സ്യങ്ങളാണ് ഈ പ്രജനനത്തിനായിട്ട് നമ്മുടെ പാടശേഖരങ്ങളിലോട്ട് വരുന്നത്. സാറ് പറഞ്ഞ പോലെ കുറുവ, കൂരി, മുഷി, മഞ്ഞക്കൂരി, വയമ്പ്, മറ്റ് പരൽ വർഗ്ഗങ്ങൾ, ആരകൻ, ഒരുപാട് മത്സ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ മത്സ്യങ്ങളുടെ എല്ലാം സ്വഭാവ രീതികൾ നമ്മളുടെ തദ്ദേശീയർക്ക് വളരെ നന്നായിട്ട്, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ പിന്നെ അവയുടെ ഏതൊക്കെ ആകൃതിയിലുള്ള രീതി കൊണ്ടും അവയെ പിടിക്കാനുള്ള മത്സ്യബന്ധന ഉപാധികൾ നമ്മൾ വളരെയധികം വികസിപ്പിച്ച് അത് വളരെ നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ ഉപയോഗിച്ചും വരുന്നുണ്ട്. അതുമാത്രമല്ല, ഏതൊക്കെ മത്സ്യങ്ങളാണ് വളരെ കൂട്ടമായിട്ട് അല്ലെങ്കിൽ മത്സ്യത്തിന്റെ ഷോളായിട്ട് വരുന്നത് എന്നുള്ളതും നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാലങ്ങളായിട്ട് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന രീതികളാണ്. നമ്മളിതിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന പലയിനം മത്സ്യങ്ങളുണ്ട്. ഞാനൊരു ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ട്, നമ്മൾ അണക്കെട്ടുകളിലും മറ്റും അകപ്പെട്ടു പോയി അവയുടെ അണക്കെട്ടുകളിലെ കൃത്രിമ ആവാസ വ്യവസ്ഥകളിലായിട്ട് അഡാപ്റ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അനുയോജ്യമായിട്ട് ആക്കിയെടുത്തിട്ടുള്ള ചില മത്സ്യങ്ങൾ അണക്കെട്ടിലോട്ട് വരുന്ന സ്ട്രീമിലൂടെ കയറി മുട്ടയിടാനായിട്ട് നിർബന്ധിതരാകുന്നു. ചില മത്സ്യങ്ങളെ നമ്മൾ അരുവികളിൽ നിന്നും നമ്മുടെ പാടശേഖരങ്ങൾ വഴി, കായലുകൾ വഴി, കടൽ ഭാഗങ്ങളിൽ പോയിട്ട് മുട്ട വിരിഞ്ഞിറങ്ങിയിട്ടുള്ള ലാർവ ദശകളോ അല്ലെങ്കിൽ മറ്റ് ദശകളോ വീണ്ടും ഈ പാടശേഖരങ്ങൾ വഴിയോ നമ്മളുടെ പുഴകൾ വഴിയോ അരുവികളിൽ തിരിച്ചെത്തുന്ന മത്സ്യങ്ങളുണ്ട്. നമ്മളെല്ലാവർക്കും നമുക്ക് സാൽമണിന്റെ മൈഗ്രേഷനെ കുറിച്ചോ അല്ലെങ്കിൽ പലായനത്തെ കുറിച്ചെല്ലാം വളരെ വിശദമായിട്ട് അറിയാം. പക്ഷെ നമ്മളുടെ നാടുകളിൽ തന്നെ ശ്രദ്ധിക്കപ്പെടാതെ ഉള്ള ചില ഗോപികൾ എന്നറിയപ്പെടുന്ന മത്സ്യങ്ങൾ, ഉദാഹരണത്തിന് നമ്മളുടെ സിസിയോപ്റ്ററസ് ഗ്രൈസിയസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസ് നമ്മളുടെ അതിരപ്പള്ളി മേഖലകളിൽ അല്ലെങ്കിൽ നമ്മുടെ തുമ്പൂർ മൊഴി മുതൽ അല്ലെങ്കിൽ അതിന് മുകൾ ഭാഗത്തോട്ട് നമുക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരു മത്സ്യമാണ്. അതുപോലെ തന്നെ വേറൊരു സ്യൂഡോഗോപിയോപ്സിസ് ഒലിഗാക്ടിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില സ്പീഷീസുകൾ അവര് പാടശേഖരങ്ങളിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുകയും വെള്ളച്ചാട്ടങ്ങൾ വഴി പോവുകയും വെള്ളച്ചാട്ടങ്ങൾക്ക് മുകളിൽ മുട്ടയിട്ടതിന് ശേഷം അവയുടെ കുഞ്ഞുങ്ങളെ ഈ വെള്ളത്തിൽ ഒലിച്ചു പോയി ഈ പാടശേഖരങ്ങൾ വഴി തിരിച്ച് കടലിലെത്തുകയും വീണ്ടും അവിടെ ജീവിച്ച് അത്രയ്ക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള ലൈഫ് ഹിസ്റ്ററി നേടുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ കൂട്ടപലായന രീതിക്കകത്ത് നമ്മൾ ഭക്ഷ്യാവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന മത്സ്യങ്ങളോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വളരെയധികം കോംപ്ലക്സ് ആയിട്ട് സങ്കീർണമായിട്ടുള്ള ജീവിത പ്രക്രിയയിലൂടെ പോകുന്ന മത്സ്യങ്ങളുണ്ട്. നമ്മൾ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് സാറ് പറഞ്ഞ പോലെ കോൾ പാടശേഖരങ്ങൾ മാത്രം എടുത്ത് നമ്മൾ മത്സ്യത്തിന്റെ പിടിക്കുന്ന പല സ്ഥലങ്ങളുണ്ടെങ്കിലും നമുക്ക് ഉദാഹരണമായിട്ട് ഏറ്റവും നല്ല വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉദാഹരണം നമുക്ക് അടുത്തുള്ളത് കോൾപ്പാടങ്ങളാണ്.
ഈ കോൾപ്പാടങ്ങളിലെ മത്സ്യങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. കോൾപ്പാടങ്ങളിലെ ഈ പലായനം ഊത്തയിളത്തിന്റെ സമയത്ത് തന്നെ ഗണ്യമായിട്ടൊരു ഭാഗം പിടിച്ചെടുക്കുന്നുണ്ട്. രണ്ടാമത്തേത് പാടശേഖരങ്ങളിലെ നെൽകൃഷി പാടശേഖരം വറ്റിക്കുന്നതിന്റെ ഭാഗമായിട്ട് പാടശേഖരങ്ങളിൽ മുഴുവൻ വെള്ളവും അടിച്ചു കളയുന്നതിനൊപ്പം തന്നെ മത്സ്യത്തിന്റെ വലിയൊരു വംശസംഖ്യ തന്നെ പിടിച്ചു കളയുന്നുണ്ട്. അപ്പോൾ പിന്നീട് ഇവയുടെ ആവാസ വ്യവസ്ഥയായിട്ട് ചുരുങ്ങുന്നത് ഈ പാടശേഖരങ്ങൾക്കിടയിലുള്ള തോടുകളാണ്. പിന്നീട് നെൽകൃഷി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ തോടുകൾക്കകത്തും മത്സ്യബന്ധനം നടത്തി. അപ്പോൾ എല്ലാ രീതിയിലും വളരെയധികം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. നമ്മൾ ഏകദേശം നോക്കുകയാണെങ്കിൽ കോൾപ്പാടത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 82 മത്സ്യങ്ങൾ ഏകദേശം ഇപ്പോൾ നമ്മളുടെ ഒരു ചെറിയൊരു സ്റ്റഡിക്കകത്ത് കണക്കുകൾ കിട്ടുകയുണ്ടായി. അതിൽ തന്നെ 12 മത്സ്യങ്ങൾ വിദേശ മത്സ്യങ്ങളാണ്. അപ്പോൾ മനുഷ്യൻ സ്വാഭാവികമായിട്ട് പിടിച്ചെടുക്കുന്നുണ്ട്, മൺസൂൺ കാലത്തല്ലാതെ ഇവിടെ പ്രജനന കാലത്തല്ലാതെ പിടിച്ചെടുക്കുന്നുണ്ട്. അതല്ലാതെ തന്നെ ഇത്തരത്തിലുള്ള വിദേശ മത്സ്യങ്ങളുടെ കടന്നുകയറ്റമുണ്ട്. നെൽകൃഷിക്കായിട്ടുള്ള പാടശേഖരങ്ങൾ വറ്റിക്കുമ്പോൾ വളരെ ഗണ്യമായിട്ടുള്ള രീതിക്ക്, അത് നമ്മൾ പറയുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ആദായം പോകുന്ന രീതിക്കകത്തോട്ട് ഈ മത്സ്യങ്ങളുടെ വംശസംഖ്യയിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അപ്പോൾ പാടശേഖരങ്ങൾ ഈ മത്സ്യങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ കാരണം ഷായി സാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. പ്രകൃതിയിൽ നടക്കുന്ന മൺസൂൺ കാലത്ത് നടക്കുന്ന വളരെയധികം മാറ്റങ്ങൾക്ക് ഉപയുക്തമാക്കുന്നതിനായിട്ട്. അപ്പോൾ ഈ പാടശേഖരങ്ങളിലോട്ട് വരുന്നതിന്റെ ഒരു പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നതിന് ഇപ്പൊ മുട്ടയിട്ട് കുഞ്ഞ് വിരിഞ്ഞിറങ്ങുമ്പോൾ തന്നെ വളരെ സൂക്ഷ്മങ്ങളായിട്ടുള്ള ജീവികൾ, പ്രധാനമായിട്ടും റോട്ടിഫറോ അല്ലെങ്കിൽ കോപ്പിപോട്സിന്റെയോ നോപ്ലിയ എന്ന് പറയുന്ന വളരെ സൂക്ഷ്മങ്ങളായിട്ടുള്ള ജീവികൾ ഈ സമയത്ത് രൂപപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ മുട്ട വിരിഞ്ഞിറങ്ങുന്ന ഇത് കൂടാതെ പലതരത്തിലുള്ള സീലിയേറ്റ്സ് അല്ലെങ്കിൽ സൂക്ഷ്മജീവികൾ പലതും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വയമ്പിന്റെ കുഞ്ഞ് വിരിഞ്ഞിറങ്ങുമ്പോൾ വയമ്പിന്റെയൊക്കെ വരുന്നതെന്ന് വെച്ചാൽ കൂട്ടമായിട്ടാണ്, അതായത് ലക്ഷക്കണക്കിന് വന്ന് ഒറ്റയടിക്ക് സ്പോൺ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രജനനം നടത്തുന്ന രീതിയാണ്. അവയുടെ അതിനുശേഷം അവർ പാരന്റൽ കെയറോ അല്ലെങ്കിൽ മാതൃപിതൃ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന രീതിയോ ഒന്നും ഉണ്ടാകില്ല. അപ്പോൾ ഇവ വിരിഞ്ഞിറങ്ങുമ്പോൾ തന്നെ വളരെ ചെറിയ ജീവികൾ, ഈ വയമ്പ് തന്നെ വളരെ കുറഞ്ഞ കാലം ജീവിക്കുന്ന മത്സ്യങ്ങളാണ്. പക്ഷെ ആ ജീവിക്കുന്ന കാലയളവിൽ അവയുടെ ഗ്രോത്ത് റേറ്റ് ഭയങ്കരമാണ്. അവ നമ്മുടെ ഭക്ഷ്യ സുരക്ഷയ്ക്ക് നൽകുന്ന സംഭാവന നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നോക്കിയാൽ മതി. അവിടെ നമ്മൾ എല്ലാവരും ഇപ്പോൾ സ്മോൾ ഇൻഡിജീനസ് ഫിഷ് സ്പീഷീസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ടാണ് എല്ലാം പോകുന്നത്. കാരണം ഈ ചെറു മത്സ്യങ്ങൾക്ക് മൈക്രോ ന്യൂട്രിയൻസും മിനറൽസും വളരെയധികം കൂടുതലാണ്. അപ്പോൾ അത്തരത്തില് ഈ ചെറു മത്സ്യങ്ങൾ വരുന്നു, അതിന്റെ പുറകെ അതിനേക്കാൾ വലിയ കുറുവ പോലുള്ള മത്സ്യങ്ങൾ വരുന്നു, അതിന് പുറകെ മഞ്ഞക്കൂരി പോലുള്ള മത്സ്യങ്ങൾ വരുന്നു, ചില്ലങ്കൂരി പോലുള്ള മത്സ്യങ്ങൾ വരുന്നു, അതിനും പുറകെ വാള പോലുള്ള മത്സ്യങ്ങൾ വരുന്നു, നമ്മുടെ വരാല് പോലുള്ള മത്സ്യങ്ങൾ വരുന്നു, ചേറുമീൻ, അങ്ങനെ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള മത്സ്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇവയ്ക്കെല്ലാം ആവശ്യമായിട്ടുള്ള ഭക്ഷ്യ ശൃംഖല അതിനകത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പലതരത്തിലുള്ള ജീവികൾ, സീലിയേറ്റ്സ് ആയിക്കോട്ടെ, കോപ്പിപോട്സിന്റെ നോപ്ലി ആയിക്കോട്ടെ, പലതരത്തിലുള്ള മൊയ്ന എന്ന് പറയുന്ന വളരെ സൂക്ഷ്മങ്ങളായിട്ടുള്ള ജീവികളായിക്കോട്ടെ, ഇതിൽ ഏറ്റവും വലിയ കോംപ്ലക്സിറ്റി നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഈ മത്സ്യങ്ങളെ നമ്മളുടെ കൃത്രിമ സാഹചര്യത്തിൽ നമ്മൾ ബ്രീഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്തരം ലൈഫ് ഫീഡുകളെ വളർത്തിയെടുക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു എഫർട്ട് ഉണ്ട്. അതൊരു വലിയ സങ്കീർണമായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഈ ഒരു സങ്കീർണമായിട്ടുള്ള ഒരു പ്രക്രിയ പ്രകൃതി തന്നെ ഈ മത്സ്യങ്ങളെ വളർത്താൻ പറ്റുന്ന രീതിക്കകത്ത് ഇത്രയ്ക്കധികം വരുന്ന വംശസംഖ്യ, ഇത്രയ്ക്കധികം ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ വൈവിധ്യം വരുന്ന മത്സ്യങ്ങൾക്ക് വൈവിധ്യമാർന്നതായിട്ടുള്ള തീറ്റകൾ ഈ മഴക്കാലത്ത് ഓഫർ ചെയ്യാണ്. അപ്പോൾ അത് കഴിച്ച് വളരെ നന്നായിട്ട് തിരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ഇവയ്ക്ക് പുഴകളിലോട്ടോ അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിലോ പോയിട്ട് ഭക്ഷ്യസുരക്ഷയ്ക്ക് വളരെ മുതൽക്കൂട്ടാകാനായിട്ട് സാധിക്കും. പക്ഷെ ഇതിനകത്താണ് നമ്മൾ ഏറ്റവും വലിയ വെല്ലുവിളി നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇവയ്ക്ക് ഒരു തവണ പോലും ബ്രീഡ് ചെയ്യാൻ പറ്റാത്ത രീതിക്കകത്ത് നമ്മൾ വരുന്ന മത്സ്യങ്ങളെ വളരെ ഗണ്യമായിട്ട് കൂട്ടമായിട്ട് പിടിച്ചെടുക്കുകയാണ്. പലതരത്തിലുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളും മനുഷ്യജന്യ പ്രശ്നങ്ങളും നമ്മൾ ഓൾറെഡി കൊടുത്തുകൊണ്ടിരിക്കുന്നതിന് കൂടെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവശേഷിക്കുന്ന മത്സ്യങ്ങളെ ഒരു തവണ പോലും പ്രജനനം നടത്തി വംശസംഖ്യ ഉറപ്പാക്കാൻ പറ്റാത്ത രീതിക്കകത്ത് നമ്മൾ ഗണ്യമായിട്ട് പലതരത്തിലുള്ള മത്സ്യങ്ങളുടെ സ്വഭാവ രീതികൾ കൊണ്ടും ആകൃതി കൊണ്ടും പലതരത്തിലുള്ള മത്സ്യബന്ധനം അവയെ ഉപയുക്തമാക്കുന്ന രീതിക്കകത്തുള്ള പലതരത്തിലുള്ള മത്സ്യബന്ധന ഉപാധികളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, കടലിലും ഇതേ കാലയളവിൽ പലതരം മാറ്റങ്ങൾ വരികയും പോലുള്ള മറ്റു മത്സ്യങ്ങൾ വളരെയധികം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ആ സമയത്ത് അവയെ പിടിക്കുന്നതിനായിട്ട് നമ്മൾ ഇപ്പോൾ വരാൻ പോകുന്ന ട്രോൾ ബാൻ എന്നുള്ള രീതിക്കകത്ത് ട്രോൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക നെറ്റ് ഉപയോഗിക്കുന്നത് നമ്മൾ സമ്പൂർണ്ണമായിട്ടും ഇവയുടെ പ്രജനന കാലയളവിൽ നിരോധിച്ചുകൊണ്ടിരിക്കുകയും
ഇത്തരത്തില് നമ്മൾക്ക് ഇൻലാൻഡ് ഫിഷറീസ് ആക്ടിൽ ഇത്തരത്തിൽ ഈ കാലയളവിൽ നമ്മൾ മത്സ്യബന്ധനം രീതിക്കകത്ത് പലതരത്തിലുള്ള നിരോധനങ്ങളും നമ്മൾ ഏർപ്പെടുത്തി അത് നടപ്പിലാക്കി വരുന്നുണ്ട്. അത് ഡോക്ടർ വിഷ്ണു അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയും. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ പലായനം നടക്കുന്നത്. നമ്മൾ മലമുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ മഴക്കാലത്താകണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇത് നടക്കുന്നത് ചിലപ്പോൾ നവംബർ മുതൽ ഡിസംബർ വരെയുള്ള തണുപ്പുള്ള സമയത്തും ഈ ബ്രീഡിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തില് നമ്മളെ പലതരത്തിലാണ് നമ്മൾ പല മത്സ്യങ്ങൾ നമ്മൾ ഇതിൽ മത്സ്യങ്ങളെ പിടിച്ചെടുക്കുന്നത് മാത്രമല്ല, പല മത്സ്യങ്ങളുടെയും ചില മത്സ്യങ്ങൾ ചെറുമത്സ്യങ്ങളെ തിന്നുന്ന മത്സ്യങ്ങളുണ്ട്. ആ ചെറുമത്സ്യ ഭക്ഷ്യശൃംഖല അവയെ തിന്നുന്ന വലിയ മത്സ്യങ്ങളുണ്ട്. ഇതുകൂടാതെ ഡിട്രൈറ്റസ് അല്ലെങ്കിൽ ചീഞ്ഞളകിയ വസ്തുക്കളെ തിന്നുന്ന മത്സ്യങ്ങളുണ്ട്. അപ്പോൾ പ്രകൃതി ഇതെല്ലാം ഒരു ശരിയായിട്ടുള്ള അളവിൽ സംയുക്തമായിട്ടുള്ള സമീകൃതമായിട്ടുള്ള അളവിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അവയുടെ ഭക്ഷ്യശൃംഖല വംശസംഖ്യ കാലാകാലത്തോളം നിലനിൽക്കത്തക്ക രീതിയിലുണ്ട്. അപ്പൊ ഇവയിൽ നമ്മൾ ഒരു പ്രത്യേക ഇനം മത്സ്യങ്ങളെ നമ്മൾ പിടിച്ചു മാറ്റുമ്പോൾ തന്നെ ഈ ഭക്ഷ്യശൃംഖലയ്ക്ക് അകത്തും വളരെ രീതിക്ക് അത് ഗണ്യമായിട്ടുള്ള മാറ്റങ്ങളും പല കാര്യങ്ങളും വരുന്നുണ്ട്. ഇനി ഇതെല്ലാം നമ്മൾ എങ്ങനെ ഈ പരിഹാരം നമുക്ക് നേടാൻ പറ്റുമെന്നുള്ളത് ഇവയുടെ ബ്രീഡിങ്ങിനകത്ത് നമ്മളെ പ്രകൃതിയിൽ നിന്നുള്ള വലിയ നിരീക്ഷണങ്ങളാണ് നമ്മൾ പിന്നീട് പലപ്പോഴും പല ഗവേഷണങ്ങൾക്കും മുതൽക്കൂട്ടായിട്ടുള്ളതും പല ഗവേഷണത്തിന്റെയും അതിന്റെ ബേസിക് അല്ലെങ്കിൽ പ്രിലിമിനറി ആധികാരികമായിട്ടുള്ള രേഖകളായിട്ട് അല്ലെങ്കിൽ അടിസ്ഥാന തത്വങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്നത് അത് തന്നെയാണ്. നമ്മൾ ഹാച്ചറിക്കകത്തും പലതരത്തിലുള്ള ജലത്തിന്റെ ഗുണനിലവാരത്തിനകത്ത് നമ്മൾ വ്യതിയാനങ്ങൾ വരുത്തുകയും കൃത്രിമമായിട്ടുള്ള രീതികളോ അല്ലെങ്കിൽ ഹോർമോൺ ഇൻഡ്യൂസ് ചെയ്തുള്ള പ്രേരിത പ്രജനന രീതികളോ ആണ് ഇന്ന് ഉപയോഗിച്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രീഡിങ്ങിനകത്ത് ഇന്ന് അതിനകത്ത് യാതൊരു സങ്കീർണതകളും ഇല്ല. നമുക്ക് ഇവയെല്ലാം ബ്രീഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഓരോ മത്സ്യത്തിന്റെയും ബിഹേവിയർ നമ്മൾ ഷായിസാറ് പറഞ്ഞ പോലെ ഓരോ മത്സ്യത്തിന്റെയും ബിഹേവിയർ അദ്ദേഹം വിവരിച്ചതുപോലെ തന്നെ നമ്മൾക്ക് അതേ സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാട്ടർ ക്വാളിറ്റിയോ അല്ലെങ്കിൽ ബ്രീഡിങ്ങിനുള്ള സാഹചര്യം ചില മത്സ്യങ്ങൾ മുട്ടയിടുന്നത് ഇലകളിലായിരിക്കും, ചില മത്സ്യങ്ങൾ പൊന്തിക്കിടക്കുന്ന മുട്ടകളായിരിക്കും ഇടുന്നത്, ചില മത്സ്യങ്ങൾ കല്ലുകളിലായിരിക്കും മുട്ടയിടുന്നത്, ചില മത്സ്യങ്ങൾക്ക് പായലുകൾക്കിടയിൽ ചില ഏരിയ, ഉദാഹരണത്തിന് വരാൽ പോലുള്ള മത്സ്യങ്ങൾ പായലുകൾക്കിടയിൽ ഒരു ഏരിയ വളരെ വൃത്തിയാക്കി അതിന് അകത്തായിരിക്കും മുട്ടയിടുന്നത്. ചില മത്സ്യങ്ങളെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന മത്സ്യങ്ങളായിരിക്കും. അപ്പോൾ വരാല് പോലുള്ള മത്സ്യങ്ങളെയൊക്കെ നമ്മളൊരു പാരന്റിനെ പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂടെ നടക്കുന്ന കുഞ്ഞുങ്ങളുടെ വംശസംഖ്യ വളരെ ഗണ്യമായിട്ട് കുറയും. അപ്പോൾ അത്തരത്തിലെ പലതരത്തിലുള്ള രീതികൾ നമ്മൾ പല സങ്കീർണമായിട്ടുള്ള ജീവന പ്രക്രിയയിൽ അല്ലെങ്കിൽ പാരന്റൽ കെയർ എക്സിബിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ജീവശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളുള്ള പല മത്സ്യ ഇനങ്ങളെയും നമ്മൾ ഗണ്യമായിട്ട് പിടിച്ചെടുക്കുമ്പോൾ അത് പ്രകൃതിയിൽ ഉണ്ടാക്കുന്ന ഒരു ആഘാതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവയുടെ വംശസംഖ്യയിൽ ഉണ്ടാക്കുന്ന ആഘാതം അല്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷയ്ക്ക് അല്ലെങ്കിൽ തൊഴിൽ ഒരു മിനിറ്റും കൂടി. ഓക്കെ. അപ്പോ നമുക്കിതിലെ ആശ്വാസകരമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ബാൻ അല്ലെങ്കിൽ മത്സ്യബന്ധന രീതികളിൽ മേൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതുണ്ട്. നമ്മൾ ശക്തമായിട്ട് പൊതുജന പങ്കാളിത്തത്തോടു കൂടി ഇവ നിരീക്ഷിക്കേണ്ടതുണ്ട്. അത് നിയന്ത്രണ വിധേയമാക്കേണ്ടതുണ്ട്, നിരോധിക്കേണ്ടതുണ്ട്, നിയന്ത്രണ വിധേയമാക്കേണ്ടതുണ്ട്. അതുകൂടാതെ തന്നെ പലതരത്തിലുള്ള മത്സ്യങ്ങളെയും നമ്മൾ ബ്രീഡ് ചെയ്യുന്നതിനുള്ള തദ്ദേശീയമായിട്ടുള്ള കൊച്ചു കൊച്ചു ഹാച്ചറികൾ അണക്കെട്ടുകളോട് ചേർന്നു പാടശേഖരങ്ങളോട് ചേർന്ന് നമ്മൾ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള മത്സ്യങ്ങളെ നമുക്ക് വംശസംഖ്യ കുറയുന്ന മത്സ്യങ്ങളെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവയെ ഫോക്കസ് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള മത്സ്യങ്ങളുടെ കൃത്രിമ പ്രത്യുൽപാദന സാങ്കേതിക വിദ്യകൾ നമ്മൾ വികസിപ്പിച്ച് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലെ ഓരോ കാര്യങ്ങൾക്കകത്തും നമ്മൾ ഗവേഷണം പൊതുജന പങ്കാളിത്തത്തോടു കൂടി നമ്മൾ പ്രകൃതി നിരീക്ഷണത്തോടു കൂടി നമ്മൾ ഇത്തരം കാര്യങ്ങൾ വളരെയധികം ഗണ്യമായിട്ടുള്ള രീതിയിൽ ഇനി റിസർച്ച് നമ്മൾ അല്ലെങ്കിൽ ഗവേഷണം ഇത്തരം രീതികളിൽ നമ്മൾ വളരെയധികം ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യമുണ്ട്. അതിന് നമ്മളുടെ ഈ കൂട്ടായ്മ സഹായിക്കട്ടെ എന്ന് എല്ലാ രീതിയിലും ആശ്വസിക്കുന്നു. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഫിഷറീസ് സർവകലാശാലയിൽ നിന്നും മത്സ്യ ബ്രീഡിംഗ് പ്രജനനത്തിനും അല്ലെങ്കിൽ മത്സ്യ സംരക്ഷണത്തിനുള്ള എല്ലാവിധ പിന്തുണയും സഹായവും അല്ലെങ്കിൽ ഞാൻ ഉറപ്പു നൽകുകയും ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു സർ. ഇപ്പൊ നമുക്ക് 2010 ഇൻലാൻഡ് ഫിഷറീസ് ആക്ട് വരുന്നത്. അതിനുശേഷമാണ് ഷാജി സാറിന്റെ പഠനം ഊത്തപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനം വരുന്നത്. പക്ഷേ ഇത്തരം സംഗതികൾ ഒക്കെ ഉണ്ടായിട്ട് പോലും നിലവിൽ നമുക്ക് ഫീൽഡിൽ തകൃതിയായിട്ട് വേണമെങ്കിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ് ഇത്തരം സംഗതികൾ. അപ്പോൾ ഇതില് ഞാൻ ഇതിലേക്ക് ഇൻവോൾവ് ആയത് ഏതാണ്ട് 10 വർഷത്തിന് മുന്നേ രജനീഷ്, ചാലക്കുടി പുഴ സംരക്ഷണ സമിതിയായിട്ട് ബന്ധപ്പെട്ടുള്ള രജനീഷ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കോൾപ്പാടത്തിലുള്ള ഇത്തരത്തിലുള്ള നിരോധിതമായിട്ടുള്ള കൂടുകളും കെണികളൊക്കെ അതിൻ്റെ ഒരു സർവേ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലൊക്കേഷൻ അയച്ചു തരാമോ എന്നുള്ള ഒരു ഇതിലാണ്. അപ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്.
ഇപ്പൊ രജനീഷ് അത്തരം ഒരു അനുഭവങ്ങൾ പങ്കുവെക്കാനും ഇത്തരത്തിലുള്ള ഒരു പബ്ലിക് ക്യാമ്പയിൻ കൊണ്ടുവരികയും മത്സ്യത്തൊഴിലാളികളുടെ അടുത്തും പൊതുജനങ്ങളുടെ അടുത്തും ഇത്തരം കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേയധികം ശ്രമങ്ങൾ രജനീഷ് ചെയ്തിട്ടുണ്ട്. രജനീഷ് അതിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കും. രജനീഷ് മൈക്ക് ഒരു മിനിറ്റ്, സ്ക്രീൻ ഷെയർ ചെയ്തോളൂ. രജനീഷ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എൻ്റെ സ്ക്രീൻ ചെയ്താൽ മതി, എന്നിട്ട് ഫുൾ സ്ക്രീൻ ഇട്ടാൽ മതി. ചാറ്റില് ഞങ്ങളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ഇതില് കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് നമ്മൾ ഓഫ്ലൈൻ ആയിട്ടുള്ള കോർഡിനേഷനാണ് ചെയ്തിരുന്നത്. അപ്പോൾ പ്രത്യേകിച്ചും ചാലക്കുടിയും തൃശ്ശൂർ കോളും മാത്രമാണ് ശ്രദ്ധിച്ചിരുന്നത്. നമുക്കത് കുറച്ചും കൂടി വിപുലമായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിക്കണം എല്ലാവരുടെയും. ഞാൻ അതിന്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാക്കി ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ചർച്ചകളും അപ്ഡേറ്റുകളും നമുക്ക് അവിടെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സ്ക്രീൻ കാണുന്നുണ്ട്, പ്രസന്റേഷൻ എടുക്കണം. ഫുൾ സ്ക്രീൻ സ്ലൈഡ് ഷോയില് ഫുൾ സ്ക്രീൻ ചെയ്യും. യെസ്, ഓക്കെ, തുടങ്ങിക്കോളൂ. 10 മിനിറ്റ് വരെ എടുക്കാം. ഞാനിപ്പത് ഈ ഒരു കാര്യം മനോജ് പറഞ്ഞ പോലെ നമ്മളൊരു ക്യാമ്പയിൻ തുടങ്ങിയിട്ട് ഏകദേശം 2011 മുതൽ 2011 ഷാജിയേട്ടനെ വേൾഡ് ഹിസ്റ്ററി ബോർഡിൽ ഉണ്ടായിരുന്ന സമയത്ത് സയന്റിസ്റ്റ് ആയിരുന്ന സമയത്ത് ചെയ്തിരുന്നൊരു കേരളത്തിലെ മൊത്തം ളെയും മീനുകളെ കുറിച്ചുള്ള ഒരു പഠനം. അതിനുശേഷം ആ സമയം മുതലാണ് ശരിക്കും ഞാൻ ഈ മീനുകളെ കുറിച്ചിട്ട് ശ്രദ്ധിക്കുകയും അല്ലെങ്കിൽ ഇത് വളരെ കുറച്ചും കൂടി ശാസ്ത്രീയമായിട്ട് ചെയ്യാം, ജനങ്ങൾക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിൽ അത് ഒരു സോക്കോൾഡ് അക്കാഡമിക് സയന്റിസ്റ്റ് എന്നുള്ള രീതിയിലല്ലാതെ ജനങ്ങൾക്ക് കൂടി മനസ്സിലാവുന്ന രീതിയിൽ ആ ശാസ്ത്രമൊക്കെ പറഞ്ഞ് ജനങ്ങളിലേക്ക് പോകാൻ പറ്റുമെന്നും നമുക്ക് കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ള ആ സമയത്താണ് മനസ്സിലാക്കുന്നത്. ആക്ച്വലി ചാലക്കുടി വരുന്ന സമയത്ത് ചാലക്കുടിയില് ജനകീയ സമര മുന്നേറ്റങ്ങളുടെ ഒരു സമയമായിരുന്നു അത്. അതിരപ്പള്ളി അടക്കമുള്ള സമരങ്ങൾ നടക്കുന്ന സമയമാണ്. അതിരപ്പള്ളിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഈ പറഞ്ഞ പോലെ അതിരപ്പള്ളി ഡാം വന്നു കഴിഞ്ഞാല് മീനുകളുടെ മൈഗ്രേഷൻ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അതിന്റെ മത്സ്യവൈവിധ്യത്തെ തന്നെ ബാധിക്കുന്ന രീതിയിലൊരു പിന്നെ അത് മാത്രമല്ല ആ ഒരു വാദം മുന്നോട്ട് വെക്കുമ്പോൾ തന്നെ ശാസ്ത്രീയമായിട്ട് എങ്ങനെയാണ് ഇത് നടക്കുന്നത്, എന്തുകൊണ്ട് ആണ് ഈ പ്രശ്നം മുന്നോട്ട് വെക്കാൻ അതിന്റെ പരിഹാരം എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അപ്പോ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ശരിക്കും വേൾഡ് ഹിസ്റ്ററി ബോർഡിന്റെ പഠനത്തിന്റെ RRC ഇപ്പൊ ഭാഗമാവും. അപ്പോ നേരത്തെയുള്ള ഡാമുകൾ അപ്പോ വേറെ ചാലക്കുടി പുഴയിലെ 5-6 ഡാമുകൾ ഓൾറെഡി ഉണ്ട്. വലിയ ഡാമുകളാണ്, പെരുങ്ങിത്തൂർ അടക്കമുള്ള ഷോളയർ അടക്കമുള്ള ഡാമുകളുണ്ട്. ഈ ഡാമുകളുടെ ഒക്കെ മുകളിലൂടെ മഴ പെയ്ത് ഉറച്ചു വരുന്ന സമയത്ത് ബ്രീഡിങ്ങിന്റെ സമയത്ത് കാര, നമ്മുടെ കല്ലൊട്ടി അല്ലെങ്കിൽ ഞെഴു എന്നൊക്കെ പറയുന്ന മീനുകൾ പോകുന്നത് അവിടുത്തെ ആൾക്കാർ കണ്ടിട്ടുണ്ടെന്ന് പറയാറുണ്ട്. അപ്പൊ പക്ഷെ അതിന് മുന്നേ വേറെ മീനുകളൊക്കെ പോയിരുന്നു ഈ പെരിങ്ങൽകുത്തിന്റെ മുകളിലൂടെ
ഒരു ഡാം വരുന്നതിന് മുമ്പ് ഒരുപാട് മീനുകൾ പോയിരുന്നതാണ്. പക്ഷെ ഇപ്പൊ ധാരയ്ക്ക് മാത്രമാണ് പലപ്പോഴും കുറച്ചൊക്കെ മുകളിലേക്ക് പോകാൻ പറ്റുന്നത്. ബാക്കിയുള്ള മീനുകൾക്കൊന്നും മൈഗ്രേഷൻ നടത്താൻ പറ്റില്ല. ഇതാണ് ഡാമിന്റെ മുകളിലുള്ള വ്യൂ ആണിത്. അപ്പോൾ ഡാമുകൾ വരുന്ന സമയത്ത് മീനുകൾ ബ്രീഡിങ്ങിനായിട്ട് വരുന്ന സമയത്ത് ഇത് മുകളിലേക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ താഴെ വെച്ചിട്ട് അവസാനിക്കുകയാണ് പല മീനുകളുടെ. അപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഇടയ്ക്കാണ് ശരിക്കും ആ പഠനം വരുന്നത്. കുറച്ചും കൂടി ആഴത്തിൽ അത് മനസ്സിലാക്കാൻ നമുക്ക് കിട്ടുന്ന അതേ ഇൻഫർമേഷൻ ശരിക്കും നമുക്ക് ഇതറിയാത്ത ആളുകളിലേക്ക് എത്തിക്കാനുള്ള സാധനം ഉണ്ടല്ലോ. നമ്മുടെ ജനകീയ ശാസ്ത്ര മുന്നേറ്റങ്ങളുടെ ഒരു ശൈലി എന്ന് പറയുന്നത് കുറച്ചുകൂടി വളരെ കോംപ്ലിക്കേറ്റഡോ അല്ലെങ്കിൽ ഷെൽഫുകളിൽ നിൽക്കുന്നൊക്കെ ആയിട്ടുള്ള പഠനങ്ങൾ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എത്തിക്കുക, കുറച്ചുകൂടി സംരക്ഷണത്തിന് ഇത്തരം കാര്യങ്ങളുടെയൊക്കെ ഒരു മാനേജ്മെന്റിന് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ് അന്വേഷണം നടത്തുന്നത്. അപ്പൊ ഇത് ഇത്തരത്തിൽ ഉള്ളൊരു പഠനത്തിൽ ഇപ്പോൾ ഷാജേട്ടന് ആദ്യമായിട്ട് ഈ ഒരു പഠനം മൺസൂൺ ഫിഷറിയെ കുറിച്ചുള്ള ഒരു പഠനം ഇനിഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് ഫീൽഡ് വർക്കിന് പോയപ്പെടുത്തൊരു ഫോട്ടോയാണത്. ചെറിയ ചാലക്കുടിപ്പുഴയ്ക്ക് ചെന്ന് വന്നു ചേരുന്ന പുളിയിലപ്പാറ പെരിങ്ങൽ ഡാമിനോട് അടുത്തുള്ള ഒരു സ്ട്രീമിന്റെ വ്യൂ ആണ്. അപ്പോ ഈ സ്ട്രീമിലേക്ക് മീനുകൾ മുകളിലേക്ക് കയറി പോകുന്ന സമയത്ത് ഈ ചെക്ക് ഡാമുകൾ പല പല പ്രശ്നങ്ങളാണ്. വലിയ ഡാമുകൾ മാത്രമല്ല, ഈവൻ ചെറിയൊരു കൽക്കെട്ട് പോലും സ്ട്രീമിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കെട്ടിയതാ. അപ്പൊ മീനുകൾ കയറി പോകുന്ന സമയത്ത് മുഴുവൻ വെള്ളമില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ മീനുകൾ മൊത്തം ഈ കല്ലിനുള്ളിൽ കയറി പോയിട്ട് പിന്നെ മഴ ഈ സീസൺ കഴിയുമ്പോൾ ആദ്യത്തെ ഒരു 1-2 ആഴ്ച കഴിയുമ്പോഴേക്കും മീനുകൾ അതിനുള്ളിൽ കുടുങ്ങിയിട്ട് തിരിച്ചു വരാൻ പറ്റാതെ ചത്തിന് ഭയങ്കരമാണ്. അപ്പൊ നമ്മുടെ ഫീൽഡ് വർക്കിന്റെ ഭാഗമായിട്ട് ഒരു സാമ്പിൾ എടുക്കുന്ന ഫോട്ടോയാണ് അത്. അവിടെ ഉള്ള പ്രാദേശിക മത്സ്യത്തൊഴിലാളികളാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടായത്. ഇതാണ് ശരിക്കും എന്റെ ഒക്കെ ഒരു ആക്ടിവിറ്റിയുടെ അല്ലെങ്കിൽ ഷാജിയേട്ടനൊക്കെ എന്താ പറയാ നമ്മുടെ ഒരു മീനുകളുടെ കാര്യത്തിൽ നമ്മുടെ തലതോട്ടത്തിനായിട്ടുള്ള ഷാജിയേട്ടന്റെ ഒരു തുടക്കം നമ്മൾ എടുക്കുന്നത് പെടുന്നതാണ്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ആണ് നമ്മൾ മൺസൂൺ ഫിഷറിയെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഊത്തയെ കുറിച്ചുള്ള പേപ്പർ ബോർഡ് അത് പബ്ലിഷ് ചെയ്യും. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടൊരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. നമ്മൾ ഈ പഠനം തുടങ്ങുമ്പോൾ തന്നെ അതിരപ്പള്ളിയിൽ നമുക്ക് ഓൾറെഡി ഉള്ള സമര സഖാക്കൾ, അവിടെയുള്ള ആൾക്കാർ, നാട്ടുകാര്, ആദിവാസികൾ, ഫോറസ്റ്റ് ഇവരായിട്ട് സംസാരിക്കുകയും ഈ പഠനം നടക്കുന്ന സമയത്ത് തന്നെ അവരോട് പറയും അത് ഇതൊരു അപകടകരമായ പല കാര്യങ്ങളും ആണിത്, കുറച്ച് നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് നന്നായിരിക്കും. കാരണം ഒരു പരമ്പരാഗതമായിട്ട് നടക്കുന്ന കാര്യമാണ്, നമുക്ക് പൂർണ്ണമായിട്ടും അത് നോ പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ജനങ്ങളുടെ അവകാശമാണത്, ആദിവാസികളുടെ അവകാശമാണ്, അവിടുത്തെ ആൾക്കാരുടെ അവകാശമാണ് കുറച്ച് മീനൊക്കെ പിടിക്കാത്തതൊക്കെ അടക്കി പിടിക്കുന്ന ഒരു അവസ്ഥ ഒഴിവാക്കുന്ന രീതിയിൽ ക്യാമറ ആ സമയത്ത് തന്നെ നടക്കുന്നുണ്ട്. അപ്പൊ പുറത്ത് ഇടപെട്ടുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ സംസാരിക്കുകയും വനത്തിനുള്ളിലുള്ള പിടുത്തം കുറച്ചുകൂടി കൺട്രോൾ ചെയ്യുക. പിന്നെ ബ്രിഡ്ജ് ഏരിയയിലുള്ള കണ്ണപ്പുഴ റോഡടക്കുന്ന സ്ഥലങ്ങളിൽ ജനങ്ങൾ തന്നെയും ചെറിയൊരു അടക്കി പിടിക്കേണ്ട, കുറച്ചൊക്കെ പിടിച്ചിട്ട് ബാക്കിയുള്ളതിനെ കയറാൻ വിടാമെന്നൊരു തീരുമാനമൊക്കെ ആ സമയത്ത് വരികയുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ശേഷമാണ് പിന്നെ 2014 എങ്ങനെയാണ് കുറച്ചുകൂടി സർക്കാർ തലത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റുക. അങ്ങനെയാണ് കറക്റ്റ് ഒരു കത്ത് അയക്കുന്നത്. നമ്മൾ RRCയുടെ ഭാഗമായിട്ട് ലൈസൻസിയാണ് അയക്കുന്നത്. ഞാനൊക്കെ പോയിട്ട് ഓഫീസുകളിൽ പോയിട്ട് ഒരു ശരിക്കും ഒരു ലീഗൽ പ്രൊസീജിയർ ഒരു മീറ്റിംഗ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യാം, നോർമലി അതങ്ങ് പറഞ്ഞു വളരെ കുറച്ച് പേരാണ് ഈ പറഞ്ഞ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്. അവർക്ക് എത്ര പേർക്ക് ഇൻസ്പെക്ടർമാർക്ക് പോയി നോക്കാൻ പറ്റും? അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ വ്യാപകമായിട്ട് കെണികളുണ്ട്. വന്നവരുടെയൊക്കെ ആണെങ്കിൽ ഷാജേട്ടൻ അറിയാൻ പറ്റും, വ്യാപകമായിട്ട് വലിയ പത്താഴങ്ങൾ, വലിയ കെണികൾ 50,000 അല്ലെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് വരുന്ന വലിയ തരത്തിലുള്ള കെണികളൊക്കെ വെച്ചിട്ട് പഠിക്കുന്ന സമയമാണ്. അപ്പൊ നമ്മൾ കളക്ടറേറ്റിൽ പോകുന്നു, നിയമ ഡിപ്പാർട്ട്മെന്റിൽ പോകുന്നു, അത് ഓർഡർ ആക്കുന്നു, ശേഷം അത് പത്രക്കാർക്ക് കൊടുക്കുന്നു, ഫിഷറീസിന്റെ അവിടെ പോയിട്ട് ഞങ്ങൾ എന്ത് വേണമെങ്കിലും സഹായിക്കാവുന്ന രീതിയിലുള്ള പ്രോമിസ് കൊടുക്കുന്നു, പഞ്ചായത്തുകളിലേക്ക് കളക്ടറേറ്റിൽ നിന്ന് ഓർഡറുകൾ അയക്കുന്നു, പോലീസിന് ഓർഡർ അയക്കുന്നു, പോലീസിനോട് പോയി നോക്കാൻ പറയുന്നു. കാരണം ഫിഷറീസിന്റെ 2-3 ഉദ്യോഗസ്ഥര് ജില്ലയിലുള്ളവർ പോയി നോക്കിയാൽ തീരാവുന്ന കാര്യമല്ലോ. അപ്പൊ ആ തരത്തിലാണ് കരുവന്നൂര് പുഴയുടെ ബേസിലും ചാലക്കുടി ബേസിലും ഉള്ള ഇത്തരം കെണികളുള്ള സ്ഥലങ്ങൾ നമ്മൾ നോട്ട് ചെയ്യാൻ വേണ്ടി ഒരു മാപ്പിംഗ് ഇനീഷ്യേറ്റീവ് ആ സമയത്ത് തുടങ്ങുന്നുണ്ട്. ആൾക്കാർക്ക് ലൊക്കേഷൻ അയച്ചു തരാൻ പറയുന്നുണ്ട്. നമ്മൾ പോയി നോക്കിയിട്ട് ചില സ്ഥലത്തൊക്കെ ചില ഭീഷണികൾ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. കരുവന്നൂരിലൊക്കെ നമ്മുടെ സുഹൃത്ത് അടികൊള്ളാതെ രക്ഷപ്പെട്ടത് ഭയം കൊണ്ടാണ്. അപ്പൊ ആ തരത്തിലുള്ള കാര്യങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് നടത്തുന്നത്. അപ്പോഴാണ് മനോജ് ഈ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് ഫേസ്ബുക്കിലൊക്കെ ഇടുകയും ചെയ്തിട്ടുള്ളത്. ഈ ചാനലുകളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ കൊടുക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. ആ സമയത്ത് സുജിത്ത് അയ്യപ്പത്ത്
റിപ്പോർട്ടറിലോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പൊ അവര് പിന്നെ ഇവരൊക്കെ ആ സമയത്ത് ഒരുപാട് മാധ്യമങ്ങള് വാർത്ത കൊടുക്കാൻ ഇതിനൊക്കെ കാര്യങ്ങളൊക്കെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് അമൃതയിലോ അല്ലെങ്കിൽ മറ്റുള്ള പല യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇന്റേൺഷിപ്പിന് വരുന്ന സ്റ്റുഡൻസ് ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് എനിക്ക് ഫീൽഡിൽ നിന്ന് മൂപ്പര് ഹാച്ചായിട്ട് ഡിസൈൻ ചെയ്ത് നോക്കാൻ പറഞ്ഞത് കേൾക്കുണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി. അപ്പൊ അതിന്റെ ഒരു ഫോട്ടോയാണിത്. അപ്പോ അപ്പൊ അതിന്റെ ഒരു ഫോട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പൊ ആ പോസ്റ്റിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് അത് എന്താ പറയാ ഒരു അടുത്തൊരു തലമുറയ്ക്ക് വേണ്ടി സാധാരണ മത്സ്യത്തൊഴിലാളികളുടെ വയറ്റിത്തടിക്കുന്ന പ്രോഗ്രാം ആണിത്. ഈ ഒരു രസത്തിന് വേണ്ടിയിട്ട് മീൻ പിടിക്കാൻ വരുന്ന ഗൾഫിൽ നിന്ന് പോലും ലീവ് എടുത്തിട്ട് മീൻ പിടിക്കാൻ വരുന്ന ഒരു ആഘോഷമായിട്ടാണ് ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് കഴിഞ്ഞാലും പിടിക്കേണ്ടുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഒരു ജീവനോപാധിയെ ബാധിക്കുന്ന രീതിയിലും അതെങ്ങനെയാണ് നമ്മൾ കുറച്ചും കൂടി സെൻസിറ്റീവായിട്ട് ഇടപെടേണ്ട സാധനമാണ് അത് പറഞ്ഞിരുന്നത്. ചാലക്കുടി പുഴയെ തന്നെ ക്രോസ് ആയിട്ട് കെട്ടിയിട്ടുള്ള വലിയൊരു വലയാണ്. ആ സമയത്ത് നമ്മുടെ ഫീൽഡ് വർക്കിന് പോയിട്ടുണ്ടായിരുന്ന അമൃതയില് കൺസോൾ ചെയ്തിരുന്ന മണികണ്ഠനാണ് ഈ കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരൊക്കെ വളരെ നന്ദിയോട് കൂടിയാണ് ഈ സമയത്ത് ഓർക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ കുറെ ആൾക്കാർ ഇടപെട്ടിട്ടാണ് ഒരു തരത്തില് അത് ഇപ്പൊ അന്നമനടേന്നാണ് ഷാജന്റെ ഫീൽഡിനടുത്തുള്ള സ്ട്രീമാണിത്. വലിയ കണിയാണ് നമ്മളതെടുത്തും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഇതും അന്നമനയുടെ ഭാഗത്ത് തന്നെയാണ്. അപ്പൊ വലകൾ മാത്രമല്ല സാധാരണ ജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുന്ന സാധനം മാത്രമല്ല വൻതോതിൽ അവരൊക്കെ ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി വലിയ കൊലപാതകങ്ങൾ ചെയ്യുന്നത് ശരിക്കും വലിയ ഫാക്ടറികളും മറ്റുമൊക്കെയാണ്. ശരിക്കും ചാലക്കുടി പുഴയെ കുറിച്ച് സംബന്ധിച്ചിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ആ സമയത്തുണ്ടായ മിക്കവാറും വേനലിന്റെ ഒടുക്കം വരെ അവർ ഫ്ലഡ്സ് മാലിന്യം പിടിച്ചു വെക്കുകയും മഴ പെയ്ത് തുടങ്ങുന്നതോട് കൂടി അത് ഒഴുക്കി വിടുക എന്നതാണ് പൊതുവെ ഇത്തരത്തിലുള്ള കമ്പനികൾ എടുക്കുന്ന ഒരു പോളിസി. അപ്പോൾ വെള്ളത്തിലൂടെ ഒഴിച്ചു. പക്ഷെ ആ സമയത്ത് ഒരു സമയം ഇറ്റജലാറ്റിൻ ചന്ദ്രപ്പുഴയിലെ ഇറ്റജലാറ്റിൻ ഫാക്ടറി ഈ ഒരു പിന്നെ മാലിന്യം ഒഴുക്കി വിടുമ്പോൾ മൈഗ്രേഷൻ വന്ന മറ്റുള്ള പല വലിയ മീനുകൾ അടക്കമുള്ളത് ചത്തു പൊങ്ങിയും ഷാജിയേട്ടൻ അവിടെ അതിന്റെ ഭാഗമായിട്ട് തന്നെ ആ റാപ്പിഡായിട്ട് തന്നെ ഇടപെടുകയും അവിടെ ശാസ്ത്രീയമായിട്ടൊരു പഠന റിപ്പോർട്ട് ഇറക്കുകയും കറക്റ്റ് റിപ്പോർട്ട് ഇരിക്കുകയും RRCയുടെ ഭാഗമായിട്ട് ചെയ്തത് ടെക്നിക്കൽ റിപ്പോർട്ടോടുകൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ തരത്തിലുള്ള നമുക്കൊരു ഡൈനാമിക് ആയിട്ടുള്ള ഇടപെടലായിരിക്കും പലപ്പോഴും ഈ ജനകീയമായിട്ട് ഇടപെടുന്ന ആൾക്കാർ നമുക്ക് ഉണ്ടാവുക. അപ്പൊ അത് ഓരോ സമയത്ത് ഓരോന്നാണ്. ശരിക്കും ഈ വലകളും കെണികളും മാത്രമല്ല മലിനീകരണം അടക്കമുള്ള വലിയ സാധനങ്ങൾ ചെക്ക് ഡാമുകള് സർക്കാരിന്റെ ഇപ്പൊ നിയമപ്രകാരം പറയുന്നുണ്ട് മീനുകൾ പോകുന്ന വഴി അടയ്ക്കാൻ പാടില്ല എന്നുള്ളത്. പക്ഷെ അപ്പോഴും വഴി അടയ്ക്കുന്ന രീതിയിലുള്ള മൈഗ്രേഷൻ പാത്ത് അടയ്ക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തു വരുന്നത്. അപ്പോൾ മലിനീകരണം അതൊരു വലിയ സാധനമാണ്. ഇതില് നമ്മുടെ ഒരു എന്താ പറയാ ജനകീയ ശാസ്ത്ര മുന്നേറ്റങ്ങളുടെ ഉള്ള ഒരു രൂപം കൊണ്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ അത് പതുക്കെ എടുത്തു വന്നിട്ടുള്ള സാധനം ആരെയാണോ അത് ബാധിക്കുന്നത് ഫസ്റ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവരുടെ കൂടി പങ്കാളിത്തത്തില് അത് ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ ഒരു കാര്യം അടിച്ചേൽപ്പിക്കുക നിയമത്തിന്റെ ഭരണകൂടത്തിന്റെ ഭാഗത്ത് കാര്യം അടിച്ചേൽപ്പിക്കുക എന്നുള്ളതല്ല. അവരുടെ പങ്കാളിത്തത്തോടു കൂടിയാണ്. അപ്പൊ പുഴയുടെ സംരക്ഷണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ കാഴ്ചപ്പാട് നോക്കുമ്പോൾ എല്ലാ കാലത്തും മത്സ്യത്തൊഴിലാളികളോ അല്ലെങ്കിൽ മത്സ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും എപ്പോഴും ഫസ്റ്റ് സ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടാവും. ആദിവാസികൾ അടക്കമുള്ള അവർക്ക് ലൈവ്ലിഹുഡ് എന്നുള്ളത്. അപ്പോ പ്രാദേശികമായിട്ടുള്ള അവരുടെ ഒരു പങ്കാളിത്തം ഉറപ്പുവരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ടെന്നിച്ചേട്ടനൊക്കെ ഏത് സമയത്തും ടെന്നിച്ചേട്ടനാണ് ആ ഫോട്ടോയിൽ കാണുന്നത് നമ്മുടെ കൂടെ ഫീൽഡ് വർക്കിന് വരാൻ അവരുടെ ഇൻഫർമേഷൻ പകർന്നു തരാം. ആൾ മത്സ്യത്തൊഴിലാളിയും ഒരേ സമയം മത്സ്യത്തൊഴിലാളിയും അതിന് മുൻപ് അതിനിടയ്ക്കൊക്കെ മണൽവാര തൊഴിലാളികളൊക്കെ അഴിയായിരുന്നു. അപ്പോ അവർക്ക് അറിയാം എങ്ങനെയാണ് മീനുകളുടെ എണ്ണൊക്കെ കുറഞ്ഞു വരുന്നത്. മണൽ വാരുന്നതോട് കൂടിയിട്ട് ഏതൊക്കെ മീനാണ് ഇല്ലാതായ ആള് തന്നെ പറയും. അപ്പൊ എന്തുകൊണ്ട് അതൊരു മോഡറേറ്റ് മണൽവാരന്റെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി മീനുകളൊക്കെ ഉണ്ടാകുമായിരുന്നു. ചെളിയിലൊക്കെ പല മീനുകളും ഇല്ലാതായി പോയി കാര്യമൊക്കെ ആള് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ഒരുപാട് ഇൻഫർമേഷനും ഈ പറഞ്ഞ സംരക്ഷണത്തിന്റെ പങ്കാളിത്തം ഒക്കെ ഫീൽഡിൽ നിന്ന് ഇത് കരൂർ ബേസിൽ നിന്നുള്ള തൊഴിലാളികളുടെ ഒരു പഠനം. അപ്പൊ നമ്മൾ അവിടെയുള്ള തൊഴിലാളികളെ ബന്ധപ്പെട്ടിരുന്നു. അപ്പൊ അവര് ഇതുമായിട്ട് അവിടെ ഓൾറെഡി സംഘടിതരാണ്. പക്ഷെ നമ്മളൊരു സംരക്ഷണം എന്നുള്ള രീതിയിൽ പുഴയുടെയും അല്ലെങ്കിൽ പുഴയുടെ മലിനീകരണം അല്ലെങ്കിൽ എങ്ങനെയാണ് മീനുകൾ അത് ബാധിക്കുന്നത്, മീനുകളുടെ എണ്ണം കുറയുമ്പോൾ അവരുടെ ലൈവ്ലിഹുഡിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്, അതിന് അവർ സംഘടിക്കേണ്ടതുണ്ട്, എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ അവര്
അവിടുത്തെ കരുന്നൂർ ബേസിലെ തൊഴിലാളികൾ നടത്തിയൊരു സമരമായിരുന്നു ആ സമയത്ത്. അതിനെ ഇതിനിടയ്ക്ക് ചെയ്തതാണ്. അവരത് നടത്താൻ പാടില്ല, അല്ലെങ്കിൽ പിന്നെ പ്രജനനം സംരക്ഷിക്കപ്പെടുന്ന അശാസ്ത്രീയമായ മത്സ്യബന്ധന രീതികൾ ഒഴിവാക്കണം. പിന്നെ ഈ എന്താ പറയാ, ലേലം ചെയ്യുന്നത്, അതായത് മീൻ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ മീൻ പിടിച്ചുകൊണ്ടിരുന്ന സോഴ്സസ്, പുഴ, കായല് അല്ലെങ്കിൽ കുളങ്ങൾ, ഇതൊക്കെ ലേലം ചെയ്യുന്ന ഒരു രീതി പഞ്ചായത്തുകളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ചാലക്കുടിയിൽ ഞങ്ങൾ ഇടപെട്ടിട്ട് നേരത്തെ തന്നെ നിർത്തിയിരുന്നു അത്. അപ്പൊ ഈ ഭാഗത്തും അവര് ഒരു സമരം പഞ്ചായത്തുകളോട് നിർത്താൻ പറയണം. ലേലം കൊള്ളുക എന്നുള്ളത് ഒരു സാമ്പത്തികമായ മൂല്യം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ലേലം എടുക്കുന്ന ആൾക്കാർ അടക്കി പിടിക്കുന്ന രീതി, ഈവൻ ഇതിന്റെ ഊർജയുടെ സമയത്ത് പോലും പിടിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പൊ അതിൻ്റെതായിട്ടാണ് അവരത് സാധനം ചെയ്തത്. ഷാജിയേട്ടൻ അവിടെ പോയിട്ട് ക്ലാസ് എടുത്തിരുന്നു, 2 തവണ ക്ലാസ് എടുത്തിരുന്നതാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പൊ ഒരു നമ്മൾ പലപ്പോഴും ഒരു മിനിറ്റ് കൂടിയേ കഴിഞ്ഞു, ഇതോടുകൂടി കഴിഞ്ഞു. അപ്പൊ ഇതൊരു ഗ്രഫിറ്റി നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് ചെയ്യാറുണ്ട് പുഴയുടെ. അപ്പൊ അതൊരു പ്രചരണം എന്നുള്ള രീതിയിൽ ആണ് നമ്മളിത് ഇത്തരം ഗ്രഫിറ്റികൾ ചെയ്തു വരുന്നത്. അപ്പൊ എനിക്കൊരു ഇതിന്റെ കൃത്യമായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാല്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഊർജയായിട്ട് ബന്ധപ്പെട്ട ഏതൊരു കാര്യം വരുമ്പോൾ അടിസ്ഥാനപരമായിട്ട് അതിനെ ബാധിക്കുന്ന ആൾക്കാരുടെ, മത്സ്യത്തൊഴിലാളികളുടെ, അല്ലെങ്കിൽ ഇപ്പൊ ഒരുപാട് ആൾക്കാർ പ്രളയത്തിന് ശേഷം മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പുഴകളിലൊക്കെ വന്നു ചേരുന്നു. അപ്പൊ ഇവരുടെയൊക്കെ പങ്കാളിത്തത്തോട് കൂടി ഇത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് ഒരു കാര്യമാണ്, പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനൊപ്പം തന്നെ ഭരണകൂടത്തിന്റെ ഭാഗമായിട്ട് പലതിപ്പോ നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് കുറ്റം പറയാൻ പറ്റാത്ത രീതിയിൽ അവരെ വളരെ കുറച്ച് എണ്ണം ആൾക്കാരാണ് ഫീൽഡിൽ പോകാനും ഇത്തരം കാര്യങ്ങൾ പരീക്ഷിക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് എല്ലാ തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളുടെയും ഒരു കൂട്ടായ്മയിൽ ചെയ്യാൻ പറ്റുക എന്നൊരു കാര്യം അന്വേഷിക്കേണ്ടതുണ്ട്. ഇനീഷ്യലി നമ്മൾ 2014 പരീക്ഷിച്ചൊരു മോഡൽ, കളക്ടറേറ്റ് എന്നുള്ളൊരു ഇടപെടൽ ഉണ്ടാവുന്നു, പഞ്ചായത്തിന്റെ ഇടപെടൽ ഉണ്ടാവുന്നു, പ്രസ് ചെയ്യേണ്ടി വരും ഉണ്ടാവുന്നു, പോലീസിന്റെ ഇടപെടൽ നോക്കുന്നു, പ്രാദേശികമായിട്ടുള്ള വോളണ്ടിയേഴ്സിന്റെ സപ്പോർട്ട് നോക്കുന്നു. കൂടാതെ ഈ മത്സ്യത്തൊഴിലാളികളുടെയും കൂടി സപ്പോർട്ട് ഉണ്ടാവുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു കൺട്രോളിങ് എന്നുള്ള രീതിയിൽ, അതായത് പൂർണ്ണമായിട്ടും അതൊരു ലൈവ്ലിഹുഡ്, ആൾക്കാരുടെ ജീവനോപാധിയാണ്, അല്ലെങ്കിൽ സംസ്കാരത്തിന്റെ ഭാഗമാണ് പിടിക്കുക എന്നുള്ളത് അത് പൂർണ്ണമായിട്ട് രീതിയില്ല. പക്ഷെ വൻതോതിൽ അടക്കി പിടിക്കുന്ന വലിയ വലകള്, പത്താഴങ്ങള്, ഇലക്ട്രിക് ഷോക്ക് ഉപയോഗിച്ചിട്ടുള്ള വലിയ നെറ്റുകള്, ഇത്തരത്തിലുള്ള ബാറ്ററി, ഇത്തരത്തിലുള്ള വളരെ അപകടകരമായ രീതിയിലുള്ള തീർച്ചയായിട്ടും നമ്മൾ തടയുന്ന രീതിയിലുള്ള സാധനം ഉണ്ടായാല് കേരളത്തിലെ മറ്റുള്ള ഭാഗങ്ങളിലും ഇതേതരത്തിലൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഇത്രയാണ് ആദ്യഘട്ടത്തിൽ പറയാനുള്ളത്. ഓക്കെ, ഞാനൊരു സ്ലൈഡ് കൂടി ഷെയർ ചെയ്യാന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മൾ കോൾപ്പാടത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നടത്തിയൊരു മാപ്പിംഗ് ഇനീഷ്യേറ്റീവിൻ്റെ ഒരു ചിത്രമാണ്. ഇപ്പം എവിടെയൊക്കെയാണ് ഓരോ വർഷങ്ങളിലും പത്തായങ്ങൾ ഉണ്ടായിരുന്നതെന്നുള്ള ഒരു ഇൻഫോർമേഷൻ. അതായത് ഏതാണ്ട് ഒരു അര കിലോമീറ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊരു 8ഉം 10ഉം ക്രോസ് ചെയ്തിട്ടുള്ള വലകൾ ആണ് നമ്മൾ ഫീൽഡിലൊക്കെ പോയിരുന്നപ്പോൾ കണ്ടിരുന്നത്. നിരന്തരമായിട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ഫിഷറീസിനാണ് നമ്മൾ കത്തെഴുതുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി കത്തിടപാടുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടന്ന് കുറേയധികം ഫിഷറീസിലുള്ള സൗഹൃദങ്ങൾ കുറേ കിട്ടാൻ ഇട വന്നിട്ടുണ്ട്. അനീഷ് എന്ന് പറയുന്ന സാറായിരുന്നേ തൃശ്ശൂർ ഉണ്ടായിരുന്നത്. അപ്പോൾ സാറിനെയാണ് ഞാൻ ആദ്യം ബന്ധപ്പെട്ടത്. സാറിന് പല തിരക്കുകളും ഉള്ളതുകൊണ്ട് വിഷ്ണു എന്ന് പറയുന്ന സാറിനെയാണ്, എറണാകുളത്താണ് സാറ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വിഷ്ണുവിനെ ക്ഷണിക്കുകയാണ്. നിലവിൽ ഈ ഒരു ഇൻലാൻഡ് ഫിഷറീസ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും കൂടുതൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണ് ഇത്തരം വിഷയങ്ങളെ സമീപിക്കുന്നതെന്നൊക്കെ അതിൻ്റെ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു മനോജ്. കേൾക്കാമല്ലോ അല്ലേ സംസാരം? കേൾക്കാം. ഓക്കെ. അപ്പം എല്ലാവർക്കും നമസ്കാരം. ഈ ലോക പരിസ്ഥിതി ദിനത്തിന്റെ ജൂൺ 5 തന്നെ ഊട്ടയിളക്കവും ഉൾനാടൻ മത്സ്യസമ്പത്തും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഒരു വെബിനാർ സംഘടിപ്പിക്കുകയും അതിലേക്ക് ഒരു ചെറിയൊരു പോർഷൻ അവതരിപ്പിക്കാൻ എന്നെ ക്ഷണിക്കുകയും ചെയ്ത് ഇതിന്റെ എല്ലാ സംഘാടകരോടുമുള്ള എന്റെ സ്നേഹവും നന്ദിയും ആദ്യം തന്നെ അറിയിക്കട്ടെ. എന്നോടൊപ്പം തന്നെ എൻ്റെ കോ പാനലിസ്റ്റുകളോടും ഇത് കേൾക്കുവാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരോടുള്ള നന്ദി സ്നേഹവും അറിയിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ എൻ്റെ സബ്ജക്റ്റിലേക്ക് കടക്കുകയാണ്.
ഈ സെഷനിൽ ഞാൻ ഒരു 3 പോയിന്റുകളായിട്ട് അല്ലെങ്കിൽ 3 സെക്ഷനായിട്ടാണ് കുറച്ച് കാര്യങ്ങൾ തിരിച്ചുകൊണ്ട് പറയുവാനും സംസാരിക്കാനും ഉദ്ദേശിക്കുന്നത്. അതിൽ ഇപ്പൊ നമ്മൾ സംസാരിച്ചതുപോലെ ഈ ഊത്തയിളക്കം അല്ലെങ്കിൽ ഊത്തപിടുത്തം എന്ന് പറയുന്ന ഒരു അശാസ്ത്രീയമായിട്ടുള്ള ഒരു മത്സ്യ ബന്ധന രീതിയാണ്. തീർച്ചയായിട്ടും ഇതുപോലെ പലതരത്തിലുള്ള ശാസ്ത്രീയവും നിയമവിരുദ്ധമായിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഇന്ന് മത്സ്യമേഖലയിലുണ്ട്. അതിനെയൊക്കെ നമുക്ക് ഒരു ഡിപ്പാർട്ട്മെന്റൽ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് എന്ന നിലയിൽ നമ്മൾ സമീപിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ റൂളും ചട്ടവും അനുസരിച്ചാണ് നമ്മൾ ഇതിനെയൊക്കെ നമ്മൾ വരുതിയിലാക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ നിയമപരമായിട്ട് ഈ ഊത്തപിടുത്തം അല്ലെങ്കിൽ ഈ ഒരു അശാസ്ത്രീയ മത്സ്യബന്ധനത്തിനെ നമ്മൾ എങ്ങനെ നമുക്ക് വരുതിയിലാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ബ്രീഫ് എക്സ്പ്ലനേഷൻ. അതിനോടൊപ്പം തന്നെ ഇതിൽ ശിക്ഷാ നടപടികളുണ്ട്, അതിനെക്കുറിച്ചും ഒന്ന് സംസാരിച്ച് കടന്നു പോയിക്കൊണ്ട് തന്നെ ഊത്തപിടുത്തം പോലെയുള്ള പ്രശ്നങ്ങൾ നിയന്ത്രിക്കുക. ഒരു മിനിറ്റ് രജനീഷ്, ഒന്ന് സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്യാമോ? സാർ കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു. അപ്പൊ അടുത്തതായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ വകുപ്പ് ഈ ഊത്തപിടുത്തത്തിന് എതിരെ കൈക്കൊള്ളുന്ന പലതരത്തിലുള്ള നടപടികൾ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ നമ്മൾ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫീൽഡിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്, അത് രണ്ടാമത്തെ സബ്ജക്റ്റ് പോയിന്റ് ആയിട്ടും. മൂന്നാമത്, ആരാണ് യഥാർത്ഥ ഊത്തപിടുത്തക്കാർ? ഒരുപക്ഷെ മത്സ്യബന്ധനം ഒരു തൊഴിലാക്കി ജീവിക്കുന്ന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മത്സ്യത്തൊഴിലാളികളാണോ, അല്ലെങ്കിൽ വിനോദത്തിന് വേണ്ടി വളരെ അശാസ്ത്രീയമായ രീതിയിൽ ഒരു രസത്തിന് വേണ്ടിയിട്ട് ഇത് സംബന്ധിച്ച് ഈ മത്സ്യം പിടിച്ച് നശിപ്പിക്കുന്ന ഒരു കൂട്ടരാണോ ഇതിന്റെ പുറകിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നമുക്ക് കടന്നു പോകാമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ കേരളം വളരെ ജൈവസമ്പുഷ്ടമാണ്. നിരവധി കായലുകൾ, കടൽ, നദികൾ, 144ഓളം നദികളുണ്ട്. അതുപോലെ തന്നെ 130-ലധികം ഉൾനാടൻ ജലാശയങ്ങളുണ്ട്. വളരെ ജലസമ്പുഷ്ടമായിട്ടുള്ള ഒരു നാടാണ്. റിച്ച് ബയോഡൈവേഴ്സിറ്റി ഉണ്ട്. തീർച്ചയായിട്ടും ഉൾനാടൻ മത്സ്യബന്ധനവും ഒരു പുരാതന കാലം മുതൽ തന്നെ കേരളത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നു. നമ്മുടെ ജീവന്റെ, നമ്മുടെ ഭക്ഷണത്തിന്റെ ഒക്കെ ഒരു മുഖ്യ സ്രോതസ്സായിട്ട് മീൻ വർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇന്ത്യയിൽ തന്നെ ആളോഹരി മത്സ്യവിഭവം നോക്കുകയാണെങ്കിൽ കേരളമാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുകയാണ്. ത്രിപുര കഴിഞ്ഞാൽ കേരളമാണ്. നമ്മൾ ഏകദേശം ഒരു 20 കിലോ എങ്കിലും ആളോഹരി ഒരു വർഷം നമ്മൾ ഈ മത്സ്യം കഴിക്കുന്നു എന്നാണ് നമ്മുടെ ഒരു കണക്കാക്കൽ. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പൗരാണികമായിട്ട് തന്നെ നമ്മുടെ സംസ്കാരവുമായിട്ട് ചേർന്ന മത്സ്യബന്ധനവും മറ്റു കാര്യങ്ങളും ഉണ്ട്. പണ്ടും ഈ ഊത്തപിടുത്തം ഉണ്ടായിരുന്നു, പക്ഷെ അത് പണ്ടൊരു വിഷയമല്ലായിരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അന്ന് നമുക്ക് കുറച്ച് ബയോഡൈവേഴ്സിറ്റി ഉണ്ടായിരുന്നു, നമുക്ക് നദികൾ ഉണ്ടായിരുന്നു. ഇത്രമാത്രം വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന ഒരു ആവാസ വ്യവസ്ഥയുടെ ശോഷണം ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ ആളുകൾ ഈ ഊത്ത പിടിച്ചിരുന്നു. അതും ചെറിയ തരത്തിലുള്ള ഊത്തപിടുത്തം, ഒരാൾക്ക് ഒരു നേരത്തേന് കഴിക്കാനുള്ള ആഹാരമായിട്ടോ അല്ലെങ്കിൽ ഒരു 1-5 ആളുകൾക്ക് കഴിക്കാനുള്ള ആഹാരമായിട്ടോ ഒറ്റാല് കൂട്, അടിച്ചിൽ അതുപോലെയുള്ള സാധനങ്ങൾ വെച്ചാണ് പണ്ട് നമ്മൾ ഊത്തയെ പിടിച്ചിരുന്നെങ്കിൽ ഇന്ന് വലിയ രീതിയിൽ വൻ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മീനുകളെ മൊത്തം നശിപ്പിച്ചുകൊണ്ട് ഉടക്കുവലകൾ, അതുപോലെ തന്നെ വീശുവലകൾ, ഇലക്ട്രിക് ഷോക്ക്, അതുപോലെ കെമിക്കൽസ് കലർത്തി പിടിക്കുക, അങ്ങനെയൊക്കെ നമ്മൾ ഈ മത്സ്യബന്ധന രീതിയിലേക്ക് കടന്നു വന്നപ്പോഴാണ് തീർച്ചയായിട്ടും ഇതിന്റെ ബയോഡൈവേഴ്സിറ്റി നഷ്ടപ്പെടുന്നു. റിച്ച് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു ഫിഷറീസിന്റെ ആ ഒരു ഫോണ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഇതൊരു അശാസ്ത്രീയവും അല്ലെങ്കിൽ നിയമവിരുദ്ധവുമായത്. നമുക്കറിയാം, നമ്മൾ കേരളത്തിലെ ഉൾനാടൻ മത്സ്യമേഖലയെ നമ്മൾ മൊത്തത്തിൽ നമ്മൾ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു നിയമമാണ് ദ കേരള ഇൻലാൻഡ് ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ആക്ട് 2010. അത് നമ്മൾ കിഫ എന്ന പേരിലാണ് ചെറുതായിട്ട് പറയുന്നത്, കേരള ഉൾനാടൻ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ആക്ട്. ഇതിന്റെ ആമുഖത്തിൽ തന്നെ നമ്മൾ സൂചിപ്പിച്ച് കടന്നു പോകുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഉൾനാടൻ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ക്രോഡീകരിക്കുകയും ഭേദഗതി ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഈ നിയമം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം കാലാകാലങ്ങളായിട്ട് എന്തെല്ലാം കാര്യങ്ങളിൽ മാറ്റം വരുത്തണം, എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് റെഡിയാക്കി എടുക്കണം എന്നുള്ളതൊക്കെ ഈ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ വളരെ രസമുള്ള ഒരു ഇതാണ്. അതായത് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, മാനേജ്മെന്റ്, കൺസർവേഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഇൻലാൻഡ് ഫിഷറീസ്. ഒറ്റ വാക്കിൽ തന്നെ എല്ലാ കാര്യങ്ങളും അത് പറഞ്ഞു വെച്ചേക്കാണ്. സുസ്ഥിരമായിട്ടുള്ള ഒരു വികസനമാണ് നമ്മുടെ മത്സ്യമേഖലയിലെ ഈ ആക്ട് ലക്ഷ്യം വെക്കുന്നത്. സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ഇന്നും കഴിക്കണം, നമുക്ക് നാളെയും കഴിക്കണം, നമ്മുടെ വളർന്നു വരുന്ന അടുത്ത തലമുറയ്ക്ക് നമുക്ക് കഴിക്കാനുള്ള മീൻ നമ്മൾ ബാക്കി വെച്ചുകൊണ്ട് വേണം മീൻ പിടിക്കാൻ. മീൻ പിടിക്കരുതെന്നോ അല്ലെങ്കിൽ മീൻ ഉപയോഗിക്കരുതെന്നോ അല്ല, ഉപയോഗിക്കണം, പക്ഷെ നാളേക്ക് വേണ്ടി നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് ഈ കാര്യം ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരൊറ്റ വാക്കിൽ തന്നെ നമ്മൾ ഈ ഊത്തപിടുത്തത്തിനകത്ത് എത്രമാത്രം അശാസ്ത്രീയത ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ഇതിനോടൊപ്പം തന്നെ പരിപാലനമുണ്ട്, സംരക്ഷണമുണ്ട്. ഏതെങ്കിലും ഒരു വിഷയം, ഇപ്പോൾ ഹൊറാബാഗ്രസ് പ്രാക്ടീസ് ഒന്ന്, മഞ്ഞക്കുരി,
ഒരു കാലഘട്ടത്തിൽ അത് എൻഡേഞ്ചർഡ് സ്പീഷീസിന്റെ ലിസ്റ്റിലേക്ക് വന്ന ഒരു മീനാണ്. പക്ഷെ ഇപ്പം അതിന്റെ ഒരു ഡൈവേഴ്സിറ്റി കൂടിയിട്ടുണ്ട്, അതിന്റെ പോപ്പുലേഷൻ കൂടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരു കാലഘട്ടത്തിൽ ഇത് ഇല്ല എന്ന് കരുതിയ ഒരു സമയത്ത് നമ്മൾ ഇതിനെ കൺസർവേഷന് വേണ്ടിയിട്ട് കുറെ മാനദണ്ഡങ്ങളും നിലപാടുകളും വെച്ചിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ അത് പുതിയതായിട്ട് ഉയർന്നു വരുന്നത്. അപ്പൊ അത് കൺസർവേഷനും ഈ ആക്ടിന്റെ ഒരു പ്രത്യേകതയാണ്. ആൻഡ് യൂട്ടിലൈസേഷൻ ഓൾസോ, അതിന്റെ വിനിയോഗം, നമ്മൾ മത്സ്യത്തെ ഭക്ഷണമാക്കി നമ്മൾ ഉപയോഗിക്കുന്നതിനും കുറെ മാനദണ്ഡങ്ങളെല്ലാം ഈ ആക്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ ചെറിയ ഒരു ആക്ടാണ് 2010 നിലവിൽ വന്നെങ്കിലും 2021 ഈ കിഫ ആക്ടിന് ഒരു അമെന്റ്മെന്റും കൂടെ ഉണ്ടായിട്ടുണ്ട്. 8 ചാപ്റ്ററുകളിലായിട്ട് ഏകദേശം 46 സെക്ഷനുകൾ പലതരത്തിലുള്ള മത്സ്യബന്ധന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ആക്ടിലുണ്ട്. അതിൽ നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് വകുപ്പുകളും ഉപവകുപ്പുകളും, തീർച്ചയായിട്ടും ഒരു ജ്യൂസി ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ല. വകുപ്പ്, നിയമം, ചട്ടം, റൂൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഉറക്കം വരുന്ന ഒരു മൈൻഡ് സെറ്റാണ് നമുക്ക് ഏവർക്കും. എങ്കിലും നിങ്ങളിത് സാഹോദര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ശ്രദ്ധയെ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ശരിക്കും ഈ ഊത്തപിടുത്തം എന്നുള്ള ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമ്മൾ എങ്ങനെ ഈ ഊത്തപിടുത്തം നിരോധിക്കാം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴത്തേനും നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഏതാനും വകുപ്പുകളും റൂളുകളും ഉണ്ട്. അതിൽ അധ്യായം 4 നിരോധനവും തടസ്സപ്പെടുത്തലും നിയന്ത്രണവും എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. മലയാളത്തിൽ ഈ ആക്ട് ലഭ്യമാണ്. അതിലെ 6.3 സെക്ഷൻ 6-3 അത് ഞാൻ വായിച്ചുകൊണ്ട് കൂടി കടന്നു പോവാം. അതായത് 6.3 പറയുന്ന ഇതാണ്: യാതൊരാളും ഒരു ഉൾനാടൻ ജലാശയത്തിലും മത്സ്യങ്ങളുടെ സഞ്ചാരത്തെ തടസ്സപ്പെടുത്തുന്ന തരത്തിൽ ചിറകളോ തടയോ കൃത്രിമ ബണ്ടുകളോ കെട്ടുകളോ വേലികളോ നിർമ്മിക്കാൻ പാടില്ല. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ ഈ വേലികളിലും കെട്ടുകളിലും എല്ലാം തട്ടി ഇല്ലീഗലായി പോകും. അതായത് ഒറ്റാൽ കൂട്, അടിച്ചിൽ, പത്തായം, നത്തൂട്, അല്ലെങ്കിൽ നമ്മളൊരു കാസ്നെറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഗിൽനെറ്റ് ആയിക്കോട്ടെ, എന്ത് സാധനങ്ങളാണെങ്കിലും നമ്മൾ ഉപയോഗിച്ച് ഊത്ത പിടിക്കുകയാണെങ്കിൽ ഈ 6.3 അണ്ടറിൽ വരുമ്പോൾ അത് നമുക്കൊരു ഇല്ലീഗൽ ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ കാണുവാനും നമുക്ക് അതിന് വേണ്ടി നടപടികൾ എടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ അടുത്ത ഒരു വിഭാഗമായിട്ട് 6.4 പറയുന്നു: യാതൊരാളും ഏതൊരു ഉൾനാടൻ ജലാശയത്തിൽ നിന്നും സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിലൂടെ അനുവദിക്കപ്പെട്ടിട്ടില്ലാത്ത മത്സ്യങ്ങളല്ലാതെ ബ്രൂഡർ മത്സ്യങ്ങളെ പിടിക്കാനും വിൽപ്പന നടത്താനും പാടില്ല. ബ്രൂഡർ മത്സ്യം എന്ന് പറഞ്ഞാൽ സിംപിളി അത് തന്നെയാണ് ഊത്ത. അതായത് പ്രത്യുൽപാദനത്തിന് പാകമായി നിൽക്കുന്ന മത്സ്യങ്ങളെയാണ് നമ്മൾ ഊത്ത എന്ന് പറയുന്നത്. അപ്പൊ 6.4 ഒരു പർട്ടിക്കുലർ കറക്റ്റ് ആയിട്ടുള്ള ഒരു എൻഫോഴ്സ്മെന്റ് നമ്മൾ ഫീൽഡിൽ നടത്തി കഴിഞ്ഞാൽ ഈ 6.4 എന്ന് പറയുന്ന ഒരൊറ്റ വകുപ്പ് കൊണ്ട് തന്നെ ഊത്ത പിടിക്കുന്ന ഏതൊരാളും നമുക്ക് ശിക്ഷിക്കാൻ പറ്റും. അതായത് 6.4 പറയുന്ന ബ്രൂഡർ മത്സ്യങ്ങളെ പിടിക്കുവാനും വിൽപ്പന നടത്താനും പാടില്ല. അപ്പൊ 6.3 6.4 ഇനി 6.5 ഒരു നിയമം കൂടെയുണ്ട്. അതൊരു വിഭാഗമാണ്: യാതൊരാളും ഏതൊരു ഉൾനാടൻ ജലാശയത്തിൽ നിന്നും അനുവദിക്കപ്പെട്ട ഇനമല്ലാത്ത മത്സ്യവിത്തുകളെയോ മത്സ്യക്കുഞ്ഞുങ്ങളെയോ ശേഖരിക്കുകയോ വിൽപ്പന നടത്തുകയോ ചെയ്യാൻ പാടില്ല. അപ്പൊ ഇത് 6.5 വെച്ചിട്ടും നമുക്ക് പലപ്പോഴും നമുക്ക് ഈ കുറ്റപ്പെടുത്തത്തിന് നമുക്ക് ലീഗലി നമുക്ക് അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റും. ഇത് കൂടാതെ 6.12 ഉണ്ട്. അതിനകത്ത് മത്സ്യങ്ങളുടെ പ്രജനന കേന്ദ്രങ്ങളിൽ നിന്ന് മത്സ്യബന്ധന പ്രവർത്തനത്തിന് യാതൊരു രീതിയിലുമുള്ള അതായത് പിടിക്കാൻ പാടില്ല. അപ്പൊ മത്സ്യത്തിന്റെ പ്രജനന ഊത്തയുടെ തന്നെ കാര്യം നമുക്കറിയാലോ. നമ്മൾ മൺസൂൺ കാലഘട്ടത്തിൽ കുതിച്ച് പായുന്ന വെള്ളത്തിനെതിരെ നീന്തിക്കൊണ്ട് എന്നാൽ വയലുകളിലേക്കും ഫ്ലഡ് പ്ലെയിനുകളിലേക്കും ഒക്കെ നമ്മൾ കയറി ഈ മീനുകൾ കയറി അവിടെ മുട്ടയിടുന്നു. അപ്പൊ ഈ സ്ഥലങ്ങളെല്ലാം മത്സ്യത്തിന്റെ പ്രജനന കേന്ദ്രങ്ങളാണ്. സിംപിളി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ യാതൊരു തരത്തിലുള്ള മത്സ്യബന്ധനവും നടത്തുന്നത് ലീഗലി കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നമുക്ക് അതിന് നിയമ നടപടികൾ എടുക്കാം. അപ്പോൾ ഇപ്പൊ പറഞ്ഞത് 6.3, 6.4, 6.5, 6.12 ഈ 3-4 വകുപ്പുകളിൽ കൂടി നമുക്ക് ഈ മത്സ്യബന്ധനം, ഈ ഊത്തപിടുത്തം നമുക്ക് ലീഗലി കറപ്റ്റഡ് ആയിട്ട് കാണിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഫയൽ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ഈ കുറ്റകൃത്യങ്ങൾക്ക് ഉള്ള ശിക്ഷയാണ് വളരെ രസമായിട്ട് തോന്നുന്നത്. വളരെ കുറഞ്ഞു പോയിട്ടുള്ള ഒരു ശിക്ഷയാണ്. അതുകൊണ്ടാണ് കൂടുതൽ ആളുകൾ ഇതിനകത്തേക്ക് ഇതൊന്നും ഒരു വിഷയമല്ലാത്ത രീതിയിൽ കണ്ടുകൊണ്ട് തന്നെ. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ നിലവിൽ അവർക്ക് അടിച്ചു കൊടുക്കുന്ന ഒരു ഫൈൻ എന്ന് പറയുമ്പോൾ അത് വളരെ കുറവാണ്. 3 മാസത്തെ ജയിൽവാസം അല്ലെങ്കിൽ 10,000 രൂപ ഇല്ല. ഇതാണ് നമ്മൾ സാധാരണയായിട്ട് കൊടുക്കുന്നത്. ഇത് ഒന്നോടെ നമ്മൾ ആവർത്തിക്കുകയാണെങ്കിൽ ഈ 3 മാസം എന്നുള്ളത് 6 മാസമാക്കി 6 മാസത്തെ ജയിൽവാസം അതിന് കൂടെ ഒപ്പം തന്നെ 10,000 രൂപ പിഴ. അപ്പൊ അതാണ് നമ്മുടെ ഇപ്പൊ നിലവിൽ നിയമത്തിൽ ശിക്ഷയായിട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ 15,000 രൂപ വരെ നമുക്ക് ഈ ഏതൊരു വ്യക്തിയാണോ ഊത്ത പിടിക്കുന്നത് അയാൾക്ക് നമുക്ക് ഫൈൻ കൊടുക്കാൻ പറ്റും. അത് മറ്റൊരു വകുപ്പും കൂടെ നമ്മൾ ചേർത്തുകൊണ്ടാണ്. അതായത് നിലവിൽ 2010 ശേഷം
ഉൾനാടൻ മത്സ്യബന്ധന മേഖലയിൽ ഏതൊരു വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിന് മത്സ്യബന്ധനം നടത്തണമെങ്കിൽ അദ്ദേഹത്തിന് മത്സ്യബന്ധനത്തിന്റെ രജിസ്ട്രേഷൻ വേണം. അത് ലീഗലി നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ബെഞ്ച് മാർക്ക് നിയമമാണ്. എല്ലാ മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികളും മത്സ്യബന്ധന ലൈസൻസ് എടുക്കണം. അതുപോലെ ഇവർ ഉപയോഗിക്കുന്ന വലകൾ, യന്ത്രങ്ങൾ അത് ഉറപ്പിച്ചതായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ എടുത്തുകൊണ്ട് പോകുന്ന കാസ്റ്റ് നെറ്റ്, ഗിൽനെറ്റ് പോലെ അങ്ങനെയാണെങ്കിൽ അതിനും നമുക്ക് ലൈസൻസും രജിസ്ട്രേഷനും വേണം. ഇങ്ങനെ ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു നൈമിഷികമായിട്ട് ചില താല്പര്യങ്ങളുടെ പുറത്ത് ഇങ്ങനെ വരുന്ന ഒരു കൂട്ടം ആളുകൾ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു നിയമത്തിന്റെ ഒരു പ്രാബല്യമുള്ള ഒരു സാധനം അവർ ഉപയോഗിക്കത്തില്ല. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് ഇല്ലീഗൽ ആയിട്ടുള്ള സാധനം കൈവശം വെച്ചു അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് മീൻ പിടിച്ചു എന്നുള്ള ഒരു അർത്ഥത്തിൽ 5000 രൂപ കൂടെ അധികം ഫൈൻ കൊടുത്തുകൊണ്ട് 15000 രൂപ ഫൈനും 3 മാസം അല്ലെങ്കിൽ 6 മാസം വരെ പിഴയും. ഇതാണ് നമ്മൾ ഒരു പിഴയായിട്ട് നമ്മളിപ്പോ നിലവിൽ വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഓരോ നിയമങ്ങളും വരുമ്പോൾ അത് വളരെ ശുഷ്കിച്ച ഒരു അവസ്ഥയിലായിരിക്കും. പക്ഷെ കാലാകാലങ്ങളിലുള്ള അപ്ഡേഷനുകൾ കൊണ്ടും വേണ്ട ക്രിയാത്മകമായിട്ടുള്ള മാറ്റങ്ങൾ കൂടിയും നമുക്ക് വരും കാലങ്ങളിൽ ഇതിന്റെ ഫൈനും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഇരട്ടിപ്പിച്ചുകൊണ്ട് ഇതിനെ ലീഗലി നമുക്ക് ബാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അതാണ് ആദ്യമായിട്ട് നമ്മൾ പറയുന്നതിന്റെ കൂടെ 1-2 കാര്യങ്ങളോടെ പറയാം. നമ്മളിപ്പം എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും ലീഗലും അത് രജിസ്റ്റേർഡ് ലൈസൻസ് ഉള്ളതും ആയിരിക്കും എന്ന് പറയുമ്പോൾ തന്നെ ഒറ്റച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള മത്സ്യബന്ധനം നമുക്കത് ലീഗലല്ല. അത് മാത്രമാണ് നമുക്ക് പെർമിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം. നമുക്ക് ഒറ്റച്ചുകൊണ്ട് ഉപയോഗിച്ച് നമുക്ക് മീൻ പിടിക്കുന്നതിന് യാതൊരു രീതിയിലുള്ള തടസ്സവുമില്ല. അപ്പം ഇനിയും നിയമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വീണ്ടും ഉണ്ട്. നിയമങ്ങൾ എപ്പോഴും നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതി അനുസരിച്ചും അതിനെ നമ്മൾ ലീഗലി അതിനെ എൻഫോഴ്സ് ചെയ്യുന്ന രീതി അനുസരിച്ചുമാണ് അതിന്റെ ഒരു ഫോഴ്സ് വരുന്നത്. ഈ ആദ്യം പറഞ്ഞ 6(3), 6(4), 6(5), 6(12) അതുപോലെ 5-ാം അധ്യായത്തിലെ ചില നിയമങ്ങൾ അതിൽ 5-ൽ 2 ഒരു തരത്തിലുള്ള ഒരു എൻഫോഴ്സ്മെന്റ് കൂടെ വരുന്നുണ്ട്. അതായത് ഗവൺമെന്റിന് ഒരു ഗസറ്റ് വിജ്ഞാപനത്തിലൂടെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗസറ്റ് വിജ്ഞാപനം വഴി ഏതെങ്കിലും പൊതുജലാശയത്തിൽ നിന്നുള്ള മത്സ്യബന്ധനം നമുക്ക് റദ്ദ് ചെയ്യാം. ഏതെങ്കിലും ഇനത്തിലുള്ള മത്സ്യത്തെ പിടിച്ചെടുക്കുന്നത് നമുക്ക് റദ്ദ് ചെയ്യാം. ഏതെങ്കിലും വലിപ്പത്തിലോ തൂക്കത്തിലോ ഉള്ള മത്സ്യങ്ങളെ നമുക്ക് പിടിച്ചെടുക്കുന്നത് റദ്ദ് ചെയ്യാം. ഏതെങ്കിലും കാലയളവിലേക്ക് മത്സ്യബന്ധനം തന്നെ നിരോധിക്കാം. തീർച്ചയായിട്ടും നമ്മുടെ മറൈൻ സെക്ടറിൽ അതുണ്ട്. 1988 ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നമ്മൾ ട്രോൾ ബാൻ കൊണ്ടുവന്നത് കേരളമാണ്. 1988 ബാലകൃഷ്ണൻ നായർ സാറിന്റെ ഒരു കമ്മിറ്റിയുടെ തീരുമാനത്തിലായിട്ടാണ് ഇത് വരുന്നത്. അപ്പം നമുക്ക് ഇൻലാൻഡ് സെക്ടറിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അതിനുള്ള പ്രൊവിഷൻ ഈ ആക്ടിലുണ്ട്. പക്ഷെ ഇതുവരെ അത് എൻഫോഴ്സ് ചെയ്യാൻ ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളോ അത് തുനിഞ്ഞിട്ടില്ല. പക്ഷെ ഈ രീതിയിലൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു എൻഫോഴ്സ്മെന്റ് ഉണ്ടാവും. തീർച്ചയായിട്ടും ഈ ഉൾനാടൻ മത്സ്യമേഖലയിൽ ഒരു ബാൻ നമ്മൾക്ക് സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കാം. അതിനുള്ള മുന്നൊരുക്കങ്ങളും ഒക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നുണ്ട്. അപ്പം ഇതാണ് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളായിട്ട് പറയാനുള്ളത്. ശിക്ഷാ നടപടികൾ എന്ന് പറയുന്നത് ഓക്കെ. അപ്പം നമ്മളിപ്പം ഈ നിയമത്തെ കുറിച്ച് മാത്രമാണ് നമ്മളിപ്പോ പറഞ്ഞു കടന്നുപോയത്. ഇനി ഇതിനകത്ത് 2 കാര്യങ്ങൾ കൂടി എനിക്ക് പറയാനുണ്ട്. അത് എത്രയും പെട്ടെന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോളാം. ഇനി ഊത്തപിടുത്തം നിയന്ത്രിക്കുന്നതിന് അല്ലെങ്കിൽ ഊത്തപിടുത്തത്തിനെതിരെ നമുക്ക് ഡിപ്പാർട്ട്മെന്റിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇപ്പൊ നമ്മൾ രജനീഷ് എനിക്ക് മുന്നേ സംസാരിച്ച രജനീഷ് അതിനെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മൾ മൺസൂൺ കാലഘട്ടത്തിന് തൊട്ട് മുന്നേ തന്നെ നമ്മൾ പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ എന്നിവയിൽ നമ്മൾ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഫിഷറീസിന്റെ പേരിലുള്ള ഔദ്യോഗിക കത്തുകൾ കൊടുക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ പത്രത്തിൽ പരസ്യം കൊടുക്കുന്നുണ്ട്. ഈ കത്തുകളുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി, അവിടുത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പേഴ്സ് എന്നിവരൊക്കെ ആയിട്ട് ചേർന്നുകൊണ്ട് നമ്മൾ ഒരു ക്ലാസ് സംഘടിപ്പിക്കുകയും ബോധവൽക്കരണ സെമിനാറുകൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ വർഷം തന്നെ നമ്മൾ പെരുമ്പാവൂര്, മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിലൊക്കെ നമ്മളിത് നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനുശേഷം നമുക്ക് ഫീൽഡ് തല സ്റ്റാഫുകളുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ പൗരപ്രമുഖനുണ്ട്, പ്രമുഖരായിട്ടുള്ള ആളുകളുണ്ട്. ഫീൽഡിൽ നിന്ന് അവർ റിപ്പോർട്ടുകൾ നമുക്ക് തരും. GPS ലൊക്കേഷൻ കിട്ടാണ് അവർ തരുന്നത്. അപ്പൊ അത് നമ്മൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെച്ചുകൊണ്ട് നമ്മൾ ഈ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഒരു പട്രോളിംഗ് വിങ് ഉണ്ട്. ഒരു അസിസ്റ്റന്റ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ചുമതലയുള്ള ഒരു വിങ് ഉണ്ട് എറണാകുളം ഡെപ്യൂട്ടി ഡയറക്ടർ കാര്യാലയത്തിലുണ്ട്. അദ്ദേഹം തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഇത് അറിയിച്ചുകൊണ്ട് ഈ പോലീസുകാരുടെ അകമ്പടിയോടുകൂടി പഞ്ചായത്ത് അധികാരികളുടെ അനുമതിയോടുകൂടി നമ്മൾ ആ സ്ഥലങ്ങളിൽ എത്തുകയും നമ്മൾ അവിടെ പോയിട്ട് ഈ ആളുകളെ പലപ്പോഴും നമുക്ക് ആളുകളെ കിട്ടാറില്ല. കാരണം ലോക്കൽസ് ആണ് അവര് സ്വാഭാവികമായിട്ടും അവരിത് എങ്ങനെയെങ്കിലും ഒക്കെ മണത്തെറിഞ്ഞ് അവർ രക്ഷപ്പെടും. പക്ഷെ നമ്മൾ ആ ഉപയോഗിക്കുന്ന കൂടുകളും അതുപോലെ വലകളും ഒക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാറുണ്ട്. അതാണ് നമ്മൾ ഇതിനകത്ത് ഊത്തപിടുത്തത്തിന് നമ്മൾ എങ്ങനെ എഫക്റ്റീവായിട്ട് നമ്മുടെ പരിപാടി. ഇതിന് അവസാനത്തെ ഒറ്റ പോയിന്റ് കൂടെ അനുവദിച്ച് സാർ ഒരു മിനിറ്റ് എടുത്തുകൊണ്ട് ഞാനിത് സംഗ്രഹിച്ചേക്കാം. സത്യത്തിൽ ആരാണ് ഊത്ത പിടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളാണോ എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ ഒരു സംശയം നമുക്ക് സ്വാഭാവികമായിട്ടും വരും. തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികളല്ല.
മത്സ്യത്തൊഴിലാളികൾക്ക് നമ്മളെ കഴിഞ്ഞും കൂടുതൽ അറിയാം ഈ ഒരു മത്സ്യം അതിന്റെ പ്രജനന കാലത്ത് അതിനെ പിടിച്ച് നശിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് വരും കാലങ്ങളിൽ മത്സ്യം പിടിക്കാനോ അല്ലെ അത് ഉപയോഗിക്കാനോ ഇല്ലാതായി പോകും. ഇപ്പൊ തന്നെ ഡിപ്ലീറ്റഡ് ആണ് പല സോഴ്സും. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ മത്സ്യം പിടിക്കുന്നില്ല. വിശക്കുന്ന വയറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വിശപ്പ് മാറ്റുന്നതിന് വേണ്ടിയിട്ടോ ഒരു വ്യക്തിയും ഈ പരിപാടി ചെയ്യുന്നില്ല. അതിന് അപ്പുറത്തേക്ക് വിനോദത്തിന് വേണ്ടിയിട്ട് മദ്യത്തിന്റെ ലഹരിയോട് കൂടി തന്നെ സാമൂഹ്യ ദ്രോഹികളായിട്ടുള്ള ഏതാനും വ്യക്തികളാണ് തീർച്ചയായിട്ടും പല സ്ഥലങ്ങളിലും ഈ ഒരു മത്സ്യബന്ധന രീതിയായിട്ട് ഈ ഊട്ടപിടുത്തമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ നെടുമ്പാശ്ശേരിയിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവിടെ നമ്മൾ നെടുമ്പാശ്ശേരി ഭാഗത്ത് നിന്ന് ഊട്ട പിടിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ അറിഞ്ഞത് വളരെ വിചിത്രമായ കാര്യം. യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് കുട്ടികൾ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഊട്ട പിടിക്കുന്നു. അവർക്കത് കഴിക്കുക പോലും വേണ്ട. അത്രയ്ക്ക് പ്രാകൃതമായിട്ടുള്ള വല്ലാത്തൊരു അവസ്ഥയിൽ കൂടിയാണ് നമ്മുടെ സമൂഹം കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും നിരന്തരമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ടും നിയമം എൻഫോഴ്സ് ചെയ്യുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് വരുന്ന കാലങ്ങളിൽ തന്നെ നമുക്ക് ഇതിനകത്തൊരു ബാൻ ഉണ്ടാക്കിയെടുക്കാനും ഈ ഊട്ടപിടുത്തം 100% നമുക്ക് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ ഒരു 80% നമുക്ക് കൺട്രോളിൽ കൊണ്ടുവരാമെന്നുള്ള ഉത്തമ വിശ്വാസത്തിലാണ് ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റാഫുകൾ. രജനീഷ് പറഞ്ഞത് സ്റ്റാഫിന്റെ ഒരു കുറവും വലിയ വിഷയമായിട്ട് തന്നെയുണ്ട്. അത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത സെഷനിൽ സംസാരിക്കും. താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. നമ്മളിതില് ഒരു മത്സ്യ തൊഴിലാളി ആയിട്ടുള്ള ഒരാളെ സംസാരിക്കാൻ കൊണ്ടുവരണമെന്ന് വളരെയധികം ആഗ്രഹിച്ചിരുന്നു. നമ്മളുമായിട്ട് സഹകരിച്ചിരുന്ന ഉൾനാടൻ മത്സ്യത്തൊഴിലാളി ഫെഡറേഷനൊക്കെ. പക്ഷെ നമുക്ക് ആരെയും അത് ഒരു ഇതാക്കാൻ പറ്റുന്ന ഒരാളെ നമുക്ക് കണ്ടെത്താൻ പറ്റിയില്ല. നമ്മളെന്തായാലും ഇനിയുള്ള ഒരു മീറ്റിങ്ങിൽ അങ്ങനെയുള്ളൊരു കൂട്ടായ്മയും കൂടി പ്രാതിനിധ്യം എന്തായാലും ഉറപ്പാക്കാൻ ശ്രമിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഷാജിയേട്ടാ ഒന്ന് തുടങ്ങിയൊരു 5 മിനിറ്റ് സമയം ഉണ്ടാവില്ല, ഒരു 2-3 മിനിറ്റിൽ ഒന്ന് ഇതാക്കി എല്ലാവരും ഒന്നും കൂടി ഒന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും പോയിന്റുകൾ മിസ്സായിട്ടുണ്ടെങ്കിൽ അത്തരം സംഗതികളൊക്കെ ഒന്ന് ചൂണ്ടിക്കാണിക്കാം. അതിൽ ചോദ്യം ചോദിക്കുന്ന ഒരു സെഷൻ ഒന്ന് കമന്റിൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നന്നായി. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതും കൂടി നമുക്ക് 2 ചോദ്യങ്ങളെങ്കിലും അഡ്രസ്സ് ചെയ്തിട്ട് നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ നോക്കാം. ചോദ്യങ്ങൾ കമന്റിൽ പറയുന്നതായിരിക്കും നല്ലത്. അല്ലാതെ നമുക്ക് സമയത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഞാൻ ഒരു ചെറിയ സമയം മാത്രമേ ഉള്ളൂ, ഒരു 13 മിനിറ്റ് മാത്രമേ ഉള്ളൂ. 9 മണിക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. എന്തായാലും ഊട്ടപിടുത്തത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ആ നിയമത്തിന്റെ ഏറ്റവും വലിയൊരു പരാജയം എവിടെ സംഭവിച്ചേക്കണെന്ന് വെച്ചാല്, നമ്മള് കടലില് ട്രോള് നിരോധനം കൃത്യമായ കാലയളവ് പറയുന്നുണ്ട്. പക്ഷേ കർഷകരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മത്സ്യബന്ധനം നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയാത്ത ഏക കാര്യം എന്ന് പറയുന്നത് എന്ന് തൊട്ട് എന്ന് വരെയാണ് ഞങ്ങൾ മീൻ പിടിക്കാതിരിക്കേണ്ടത്. അത് അവരുടെ ഉപജീവനത്തിന്റെ മാർഗം കൂടി ആയതുകൊണ്ട് നമുക്ക് കൃത്യമായ ഒരു ഉത്തരം പറയാൻ ആക്ടിൽ കഴിഞ്ഞിട്ടില്ല. അതായത് നിങ്ങൾ ഇന്ന ദിവസം തൊട്ട് ഇന്ന ദിവസം വരെ മീൻ പിടിക്കുന്നത് ശിക്ഷാർഹമാണ്, അല്ലെങ്കിൽ ഇത്ര ദിവസം മീൻ പിടിക്കുന്നത് ശിക്ഷാർഹമാണ് എന്ന് പറയുന്ന ഒരു സ്റ്റിപ്പുലേഷൻ, എന്താ പറയാ, ആ ഒരു കാലയളവ് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഞാനത് ഒരിക്കൽ രജനീഷ് അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ന് മുതലാണ് ഷാജിച്ചേട്ടാ അത് നിരോധിക്കേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് രജനീഷ് ഒരിക്കൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാനും അതിനെ ഗുരുവായിട്ട് ചിന്തിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഉൾനാടൻ മത്സ്യങ്ങളെ സംബന്ധിച്ച് കാലവർഷ ആരംഭമാണ് പ്രജനന കാലം. പക്ഷെ ഈ പ്രാവശ്യം നമുക്ക് നോക്കിയാൽ ചെറിയൊരു മിസ്റ്റേക്ക് കാണും. കാരണം മെയ് 17-ാം തീയതി മഴ ആരംഭിച്ചു, പക്ഷെ അത് കാലവർഷം അല്ലായിരുന്നു. പക്ഷെ അത് വേനൽ മഴ തുടർന്നതാണ്. പക്ഷെ മത്സ്യങ്ങൾ പ്രജനനം നടത്തുകയും ചെയ്തു. അവർക്കറിയാം മൺസൂൺ തൊട്ട് പിന്നാലെ ഇതിനോട് കൂടി സക്സീഡ് ചെയ്ത് വരുമെന്ന് അവർക്ക് മത്സ്യങ്ങൾക്ക് അറിയാം, നമുക്കറിയില്ലാണ്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, എന്റെ ഒരു ആവശ്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് കാലാകാലങ്ങളിൽ ഒരു പ്രവചനം നടത്തും. നോർത്തേൺ കേരളയിൽ എന്നാണ് മഴ, സൗത്തേൺ കേരളയിൽ എന്നാണ് മഴ, ആൻഡമാൻസിൽ എന്നാണ് ആരംഭിക്കുന്നത് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ടാവും. അപ്പൊ നമുക്ക് ചെയ്യാവുന്നത് എന്താ വെച്ചാൽ, സദേൺ കേരളയിൽ മഴ ആരംഭിക്കുന്ന തീയതി ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞതിന് ശേഷം അന്നു മുതൽ 15 ദിവസത്തേക്കാണ്. സാധാരണഗതിയിൽ ഊത്ത എന്ന് പറയുന്നത് 6 ദിവസം, മാക്സിമം 7 ദിവസം. 7-ാം ദിവസം കരിമീൻ വരും. കരിമീൻ വന്നാൽ പിന്നെ മീൻ ഉണ്ടാവില്ല എന്നാണ് പറയുക. പിന്നെ മത്സ്യങ്ങളൊക്കെ മുട്ടയിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും, ഇറങ്ങി പോയിട്ടുണ്ടാവും. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. അതായത് ഊത്ത കഴിഞ്ഞു എന്ന് ഡിക്ലെയർ ചെയ്യുന്ന ചുമതല കരിമീനാണ്. ഇടയ്ക്ക് വലയിട്ട ആൾക്കാർക്ക് ഒരു കരിമീനോ 2 കരിമീനോ ഒക്കെ കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ ആളുകൾ പാടത്ത് ഇറങ്ങില്ല. അത് അവർക്കറിയാം. മുട്ടയുള്ള മീൻ പിന്നെ കഴിഞ്ഞു എന്ന് അവർക്കറിയാം. അത് അവരുടെ ട്രഡീഷണൽ നോളജ് ആണ്. ഞാനത് കണ്ടിട്ടുമുണ്ട്, പരിശോധിച്ചിട്ടുണ്ട്. എന്റെ ഒരു അറിവും എന്റെ ഒരു പ്രായോഗിക ജ്ഞാനം കൂടി അതിനകത്തുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് 6 ദിവസം എന്ന് പറഞ്ഞിട്ട് 6 ദിവസം എന്ന് പറയുന്നത് അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അങ്ങനെ ഒരു നിയമത്തിന്റെ, ഇപ്പൊ ഡോക്ടർ വിഷ്ണു പറഞ്ഞതുപോലെ അവരൊക്കെ ആയിരിക്കും ഒരുപക്ഷെ ഡോക്ടർ വിഷ്ണു, ഡോക്ടർ അൻവറൊക്കെ പോലെയുള്ള ആളുകളായിരിക്കും ഇനി ഇതേപോലത്തെ നിയമങ്ങളും ചട്ടങ്ങളും രൂപീകരിക്കുന്ന കമ്മിറ്റിയിലൊക്കെ അംഗങ്ങളാവുക. അപ്പൊ എനിക്ക് അവരോട് പറയാനുള്ളത്,
ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് കാലവർഷം സൗത്ത് കേരളയിൽ എന്ന് ആരംഭിക്കും, അത് കഴിഞ്ഞ് നോർത്ത് കേരളയിലേക്ക് വ്യാപിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ആ ഒരു 15 ദിവസമാണ് നമുക്ക് മത്സ്യങ്ങളുടെ പ്രജനന കാലം ആയിരിക്കുകയും 99% അപ്പോഴായിരിക്കും. ആ സമയത്ത് മത്സ്യബന്ധനത്തിൽ നിന്ന് മത്സ്യത്തൊഴിലാളികളും ഉത്സാഹ കമ്മിറ്റികളും വിട്ടു നിൽക്കേണ്ടതാണ് എന്നൊരു നിയമമാണ് വരേണ്ടത്. ആ സമയത്താണ് നമുക്ക് മത്സ്യങ്ങളെ സംരക്ഷിക്കാനാവുക. ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ, ശിക്ഷയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പറയുന്നോണം ഒന്നുകൂടി പിന്നീടൊക്കെ എത്ര കണ്ട് അതിന്റെ ഒരു വ്യാപ്തി കുറയുന്നില്ലെങ്കിൽ നമുക്കത് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. മൂന്നാമതൊരു കാര്യം കൂടെ, നമ്മൾ ഈ സമയത്ത് മത്സ്യം ധൈര്യമായി റോട്ടിൽ കൊണ്ട് വെക്കുന്ന ആളുകളുണ്ട്. അത്തരക്കാരെ നമുക്ക് കൈയോടെ പിടിക്കാനുള്ള സംവിധാനങ്ങളുണ്ടോ? ജനങ്ങൾ എപ്പോഴും വാട്സപ്പിൽ ആ നിൽക്കുന്ന സ്ഥലം വരെ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാൻ തയ്യാറുള്ള ആളുകളാണ്. ആളുകൾക്ക് ഇതിനെക്കുറിച്ച് സെൻസ് ഒക്കെ ആയി തുടങ്ങി. അപ്പൊ അങ്ങനെയുള്ള മീനോടെ കൈയോടെ പിടിച്ച് അവരെ ശിക്ഷിക്കാനുള്ള ഒരു സംവിധാനമാണ് വേണ്ടത്. മത്സ്യത്തൊഴിലാളികളുടെ ലൈസൻസിനെ കുറിച്ച് വിഷ്ണു ഞാൻ പ്രത്യേകത ഒന്നും പറഞ്ഞില്ല എന്ന് തോന്നുന്നു. ലൈസൻസ് റദ്ദാക്കുന്ന നടപടികൾ ഉണ്ടോ എന്നുള്ള കാര്യം കൂടി ഒന്ന് പരിശോധിക്കണം. അല്ലെങ്കിൽ തൽക്കാലത്ത് ഒരു നിശ്ചിത കാലത്തേക്ക് റദ്ദ് ചെയ്യുകയോ അല്ലെങ്കിൽ അവർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ നിർത്തലാക്കുകയോ ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കണം. പിന്നെ നമ്മൾ മത്സ്യത്തൊഴിലാളികളുടെ ഒരു വലിയ വരുമാനം ഒരു നിശ്ചിത കാലത്തേക്കാണ് നമ്മൾ ഈ പറയുന്നോണം പിടിച്ചു വെക്കുന്നത്. ഒരു എന്തൊക്കെ പറഞ്ഞാലും 5 ലക്ഷം രൂപ വരെ ഈ സമയത്ത് മത്സ്യസമ്പത്ത് പിടിച്ചുണ്ടാക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ വരുമ്പോ ഈ കോൾ നിലങ്ങൾ പോലുള്ള, പ്രത്യേകിച്ച് ഡോക്ടർ അൻവർ കോൾ നിലങ്ങളിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഒരു ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഒരു പോരായ എന്ന് പറയുന്നത് അവർക്ക് ഇൻലാൻഡ് ഫിഷ് വാട്ടർ പ്രൊഡക്ഷന്റെ ഡാറ്റ ഇല്ല. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിനോട് ഇപ്പൊ നിങ്ങൾ ചോദിച്ചാൽ, നമ്മൾ പൊതുജനങ്ങൾ ചോദിക്കുകയാണ് എത്രയധികം ഉൾനാടൻ മത്സ്യസമ്പത്ത് നിങ്ങൾ പിടിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ കട്ട്ലയുടെ, റോഹുഡ്, മൃഗാളിന്റെ നിങ്ങൾ മത്സ്യങ്ങളുടെ ഡാറ്റ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളൂ. അപ്പൊ ആ രീതിയിൽ ഗവേഷണവും പോകണം. മാത്രവുമല്ല അവിടെ ഒരു നിയമ സംവിധാനവും കൂടി വേണം. പഞ്ചായത്ത് ലേലം ചെയ്യുന്ന കോൾ നിലങ്ങൾ തൊഴിലാളികൾക്ക് മാത്രമേ അത് ലേലം അനുവദിക്കാവൂ, ടെൻഡറിങ് അനുവദിക്കാവൂ എന്നുള്ളൊരു ക്ലോസ് വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ അവരെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഉപജീവനത്തിന് സുരക്ഷ ഉറപ്പുവരുത്തുകൂടെ വേണം. ഈ 3 കാര്യങ്ങളാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും ഈ നിയമത്തിലുള്ള കുറെ പ്രശ്നങ്ങൾ, അത് നിയമം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പ്രയോഗിക്കുമ്പോഴാണ്, ഇപ്പോഴും അത് നമ്മൾ എഫക്റ്റീവായിട്ട് അത് എൻഫോഴ്സ്മെന്റ് നടത്തി തുടങ്ങിയിട്ടില്ല. അപ്പൊ അതിലുള്ള കുറേയധികം മാറ്റങ്ങൾ നമ്മൾ ഇതുപോലെ ചർച്ചകൾ ചെയ്ത് കൊണ്ടുവരികയും അത് നമ്മുടെ ജനപ്രതിനിധികൾ കൂടെ അതിനെ വീണ്ടും അമെൻമെന്റുകളും പുതിയ ആക്ടിലുള്ള കൂട്ടിച്ചേർക്കലും ഒക്കെ ആയിട്ട് ഇനി ഭാവിയിൽ നമ്മൾ കൊണ്ടുവരണം. അതിനുള്ളൊരു ബ്രെയിൻ സ്റ്റോമിങ് അല്ലെങ്കിൽ ഇതിനെ നമ്മളൊരു ചർച്ചയ്ക്ക് എടുക്കുക എന്നുള്ള ഒരു സംഗതിയായിട്ട് ഇതിനെ കണ്ടാൽ മതി തോന്നുന്നു. അൻവർ സാർ ഒന്ന് തുടരാമോ? ഞാനതിൽ സാറ് പറഞ്ഞതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ, സാറ് പറഞ്ഞ പോലെ എപ്പോഴാണ് ഇത് സീസൺ, നമ്മൾ എത്ര ദിവസത്തേക്കാണ് നമ്മളൊരു ബാൻ പീരീഡ് ആയിട്ട് നിശ്ചയിക്കുന്നത് എന്നുള്ളത് അത് വളരെ പ്രാധാന്യമുള്ളതാണ്. അതായത് സാറ് പറഞ്ഞ പോലെ നമുക്ക് ഒരു ഇൻഡിക്കേഷൻ കൂടിയാണ്. മീനിൽ മുട്ടയാകുന്ന സമയവും നമ്മൾ മഴയുടെ ഇതും നമുക്ക് മീൻ നമ്മളെക്കാളൊക്കെ വളരെ നന്നായിട്ട് അവർക്കറിയാം എപ്പോൾ മഴ പെയ്യും എപ്പോഴാണെന്നുള്ളത്. അതനുസരിച്ചാണ് അവയുടെ പ്രജനന അവയവങ്ങളും പക്വമായിട്ട് വരുന്നത്. അപ്പോൾ സാറ് പറഞ്ഞ പോലെ ഇനീഷ്യലി ആ ഒരു 15 ഡേയ്സ് വളരെ ക്രൂഷ്യലാണ്. അത് കഴിഞ്ഞിട്ട് മുട്ട ഉണ്ടാവാം. സാറ് പറഞ്ഞ പോലെ പക്ഷേ ഒരു 80% ഈ 15 ദിവസത്തിനകം പുതുമഴയിൽ തന്നെ മുട്ടയിട്ട് തീരുകയും ഇപ്പൊ അത് പ്രജനനം നടത്തി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഇനീഷ്യൽ ഡേയ്സ് അത് സാറ് പറഞ്ഞ പോലെ മെറ്റീരിയോളജിയുടെ ഡേറ്റ കിട്ടി അതനുസരിച്ച് തന്നെ നമ്മൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളത്. വളരെ അധിക ദിവസമൊന്നും വേണ്ട, 15 ദിവസം മതി. ആ 15 ദിവസം ആയിക്കഴിഞ്ഞാൽ തന്നെ മത്സ്യത്തിന്റെ വംശസംഖ്യ കൂടാനുള്ള വളരെ നല്ലൊരു പീരീഡാണത്. അത് ആ സമയം കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നിർത്താം. എനിക്ക് വിഷ്ണു സാറിനോട് പറയാനുള്ളത്, അത് നമ്മളൊരു സയന്റിഫിക് ഡേറ്റ കൂടി നമ്മൾ അതിന്റെ ബേസിൽ നമ്മൾ തരാം. അത് ബേസ് ചെയ്തിട്ട് നമുക്കൊരു സജഷനായിട്ട് നമുക്ക് കൊടുക്കാം. രണ്ടാമത്തേത് ഇൻവേസീവ് സ്പീഷീസിന്റെ കാര്യമാണ് പലരും ചോദിക്കുന്നത്. അപ്പോൾ അത് കോളിലെ വളരെ ഇതായിട്ടുള്ള ഒരു സംഭവമാണ്. അത് കോളിൽ നിന്ന് നമ്മൾ 82 സ്പീഷീസ് റിപ്പോർട്ട് ചെയ്തതിനകത്ത് 12 സ്പീഷീസോളം, അതായത് സൗത്ത് അമേരിക്ക എന്നുള്ള പാക്കു മുതൽ നമ്മുടെ നോർത്ത് ഇന്ത്യൻ റിവേഴ്സിൽ നിന്നുള്ള കട്ട്ലാരോഹുവും മൃഗാളിനോടൊപ്പം, അതാണ് അടുത്തൊരു വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കട്ട്ലാരോഹുവും മൃഗാള് കോൾപ്പാടങ്ങളിലെ മത്സ്യസമ്പത്തല്ല മത്സ്യോൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഇടുന്ന കൂട്ടത്തില് മറ്റ് നോർത്തേൺ സ്റ്റേറ്റ്സിൽ നിന്നുള്ള നഴ്സറി കുളങ്ങളിൽ നിന്നുള്ള വളരെയധികം മീനുകൾ, തദ്ദേശീയരല്ലാത്ത പല അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മത്സ്യങ്ങളും ഇവിടെ വരികയും ഇത് കോളനൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്.
പലതരത്തിലുള്ള ഗ്ലാസ് ഫിഷ് അല്ലെങ്കിൽ പുണ്ടിയസിന്റെ പല സ്പീഷീസുകൾ, കാറ്റ് ഫിഷിന്റെ ചില്ലങ്കൂരിയുടെ പല സ്പീഷീസും ഇവിടെ കോളനൈസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ പാക്കുക, നൈൽ തിലാപ്പിയ, മറ്റേ സാധാരണ തിലാപ്പി, ഇതെല്ലാം നമ്മുടെ ഇവിടെ ഒരുപാടുണ്ട്. ലാൻഡിംഗ് ഡേറ്റ കോളിൽ ഞെട്ടിക്കുന്ന ഡേറ്റയാണ്. ഭയങ്കരമായിട്ട് ഉള്ള രീതിക്ക് തദ്ദേശീയ മത്സ്യങ്ങൾ വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കോളിന്ന് സാറ് പറഞ്ഞ പോലെ തന്നെ പാടശേഖരം വറ്റിക്കുമ്പോഴും പാടശേഖരം വറ്റിക്കാത്ത സമയത്ത് ചാലുകളിൽ നിന്ന് അവിടെ അരികളിലുള്ള മത്സ്യ വിപണന കേന്ദ്രങ്ങളിൽ വിൽക്കുന്നതിന്റെ കണക്കുകൾ നമ്മൾ ശേഖരിച്ചിട്ടുണ്ട്. അതും നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്, അതും ഉടനെ തന്നെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അപ്പോൾ ഇത് ഇൻവേസീവ് സ്പീഷീസ് ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ വളരെ കറക്റ്റായിട്ട് വളരെ ശരിയായിട്ടുള്ള രീതിക്കകത്ത് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി കൊടുത്ത നിർദ്ദേശത്തിനകത്ത് ഒരു കാരണവശാലും തദ്ദേശീയരായിട്ടുള്ള മത്സ്യങ്ങളുടെ കൃഷി പാടശേഖരങ്ങളോടോ അല്ലെങ്കിൽ തണ്ണീർത്തടങ്ങളോടോ ചേർന്ന് പ്രോത്സാഹിപ്പിക്കപ്പെടരുതെന്നും, ഇനി അഥവാ ജീവനോപാധിക്കായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ വളരെയധികം വലിയൊരു ഫ്ലഡ് വന്നാൽ പോലും അത് തിരിച്ച് പാടശേഖരങ്ങളിലോട്ട് എത്താത്ത രീതിക്കകത്തുള്ള കർശന ഉപാധികളോടെ ആയിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകിച്ചും ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിന്റെ മത്സ്യകൃഷി പോലുള്ള കാര്യങ്ങൾ അത്ര കർശനമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ രജിസ്ട്രേഷനും ലൈസൻസും അനുവദിക്കാവൂ എന്നുള്ള കാര്യം കൂടി നമ്മൾ ഉറപ്പായിട്ടും ഒരു നിർദ്ദേശമായിട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോ പിന്നെ രണ്ടാമത്തെ ഇത് പറഞ്ഞാൽ നിർത്തുകയാണ്. നമ്മൾ ബോധവൽക്കരണം എന്ന് പറഞ്ഞ് ചെറിയൊരു ശിക്ഷയാണെങ്കിൽ കൂടി ഇത് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ അല്ലെങ്കിൽ എക്സിബിറ്റ് ചെയ്യാൻ ബോധവൽക്കരണം നമ്മൾ ഓരോ നമ്മുടെ തണ്ണീർത്തടങ്ങളിലും നമ്മളൊരു ബോർഡുകളോ അല്ലെങ്കിൽ ചിത്രങ്ങളുടെ രൂപത്തിലോ മറ്റു രൂപത്തിലോ നമ്മൾ പ്രദർശിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഇത്തരം ബാക്കിയുള്ളത് നമ്മൾ തദ്ദേശീയ മത്സ്യങ്ങളുടെ ബ്രീഡിങ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു വലിയൊരു മാസ്കെയിലായിട്ടുള്ള ഒരു ആക്ടിവിറ്റി കൂടി നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കുറേ അധികം ആളുകളെ നമ്മൾക്ക് ഉപജീവനം, ഒരു ആൾട്ടർനേറ്റീവ് ലൈവ്ലിഹുഡായിട്ട് നമുക്ക് ഇത്തരത്തിൽ പല കാര്യങ്ങളും മാറ്റി അവർക്ക് വരുമാന വർധനവും മറ്റു കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ടുള്ള നടപടികളും നമുക്ക് സ്വീകരിക്കാനായിട്ട് പറ്റും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തായാലും സാറ് പറഞ്ഞ പോലെ നമ്മൾ ഉടനെ ഒരു ഡേറ്റ പബ്ലിഷ് ചെയ്യുന്ന കാര്യം, ഈ നമ്മൾ അടുത്ത ഒരു റിസർച്ചിന്റെ ഇതായിട്ട് നമ്മൾ ഒന്നുകൂടി ആ മെറ്റീരിയോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാലാവസ്ഥ അനുസരിച്ചുള്ള ആ ഇനീഷ്യൽ 15 ഡേയ്സിലെ ഒരു സയന്റിഫിക് സ്റ്റഡിയുടെ ബേസിൽ നമുക്ക് പബ്ലിഷ് ചെയ്യണം. അത് അടുത്ത വർഷം നമുക്ക് തീർച്ചയായിട്ടും അത് വരത്തക്ക രീതിയിൽ നമുക്ക് സാറായിട്ട് സഹകരിച്ച് ഇവിടെ നമ്മുടെ കൂട്ടായ്മയിൽ ഓരോരുത്തരുമായിട്ട് സഹകരിച്ച് നമുക്കത് ചെയ്യാവുന്നതാണ്. താങ്ക് യു സർ. രജനീഷ് ഒന്ന് ടേക്കപ്പ് ചെയ്താൽ നന്നായി. അതിലൊരു ചോദ്യം വന്നിട്ടുണ്ട്, പറ്റുവാണെങ്കിൽ അതിനും കൂടി അഡ്രസ് ചെയ്താൽ നല്ലതാണ്. പഞ്ചായത്തുകളുടെ BMCകൾ, പഞ്ചായത്തുകൾ ഇപ്പൊ ചാലക്കുടിയിൽ പഞ്ചായത്തുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങൾ വളരെയധികം ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് കൊണ്ട് രജനീഷിന് അതിന് ഉള്ള ഒരു മറുപടിയും കൂടി കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കണം. അതും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു 3 മിനിറ്റ്. ഇപ്പൊ BMCകളുടെ കാര്യത്തിൽ ഇപ്പോ നമുക്ക് പ്രാക്ടിക്കലി നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം, ആക്റ്റീവ് ആയിട്ടുള്ള BMCകൾ ഉണ്ടെങ്കിൽ BMCകളെ കേന്ദ്രീകരിച്ച് കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ഞാൻ എപ്പോഴും ചെയ്യാറെന്ന് വെച്ചാൽ പഞ്ചായത്തിൽ പോകുമ്പോൾ പ്രസിഡന്റ്, അവിടുത്തെ മെമ്പർമാര് പ്ലസ് അത് ഏതെങ്കിലും തരത്തിലുള്ള കമ്മിറ്റികൾ ഉദ്യോഗസ്ഥൻ അങ്ങനെയാണ് എടുക്കാറ്. അതാണ് പ്രാക്ടിക്കൽ ആയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു കമ്മിറ്റിയെ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ നടക്കില്ല ചില കാര്യങ്ങൾ. ഒരു ചടങ്ങ് പോലെയാണെങ്കിൽ ഒരു ഗവൺമെന്റ് ഉത്തരവ് വന്നു കഴിഞ്ഞാൽ അതൊരു ചടങ്ങ് പോലെ എല്ലാം നടത്തി വിടുന്നല്ലാതെ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യണമെങ്കിൽ അതാത് പഞ്ചായത്തുകളിൽ പോയി എന്താണോ ആക്റ്റീവ് ആയിട്ടുള്ളത്, ആരാണോ ആക്റ്റീവ് ആയിട്ടുള്ളത്, ഏതൊരു മെമ്പർ ആയിരിക്കും. അങ്ങനെ ഒരു അപ്രോച്ച് ആയിരിക്കും നമ്മളെ സംബന്ധിച്ചിട്ട് ജനകീയമായിട്ട് പോകുമ്പോൾ നമുക്ക് സർക്കാരിന്റെ മീറ്റിംഗ് വരുന്നത്. അപ്പൊ ഒരു പൊതു മൂവ്മെന്റ് എന്നുള്ള രീതിയിൽ നമുക്കതായിരിക്കും പ്രാക്ടിക്കലി സാധ്യമാവുന്നത്. BMCകളാണ് അപ്പോഴും BMCകളിൽ ആക്റ്റീവായി ഇതെല്ലാം കൊണ്ടുവരുമ്പോഴേക്കും എല്ലാം തീർന്നിരിക്കുമല്ലോ. അപ്പൊ BMCകളെ കൊണ്ടുവരാം, പ്ലസ് നമുക്ക് മെമ്പർമാരെ അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ അത് ഇതാക്കാം. വേറെ ആരെങ്കിലും ക്ലബുകളോ മറ്റുള്ളവരുണ്ടെങ്കിൽ അവരെയൊക്കെ ചേർത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ നോക്കാം എന്നുള്ളതാണ് ആ ഒരു കാര്യത്തിൽ. ഈ ഉദ്യോഗം ഇത് തുടങ്ങുന്നതിന് മുൻപ് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മുടെ ഇനീഷ്യേറ്റീവിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന് കേരളം മൊത്തമുള്ള അല്ലെങ്കിൽ കേരളത്തിന്റെ പല ഭാഗത്തുള്ള ആൾക്കാരോട് ഈ ഒരു കാര്യത്തിൽ ഒരു മാപ്പിംഗ് ഇനീഷ്യേറ്റീവ് പോലെ, ഒരു ഡാറ്റ കളക്ഷൻ പോലെ ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യത്തെ തവണ എന്നുള്ള രീതിയിൽ സെൻസിറ്റൈസേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ മുമ്പ് ചെയ്ത പോലെ. അപ്പൊ അത് ഒരു തുടക്കമായിട്ട് വിചാരിക്കും. ആൾക്കാരുടെ പങ്കാളിത്തം അതിൽ വരും. അപ്പൊ ഫോട്ടോ ഇടുക, ഫോട്ടോ കളക്ട് ചെയ്യുക, ഒരു ഗ്രൂപ്പിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിലോ ഫോട്ടോയും ലൊക്കേഷനും നമുക്ക് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം അതിൽ സംഭവിക്കുക, നമ്മൾ ഈ ലൊക്കേഷൻസ് അതായത് ജില്ലാ കളക്ടറേറ്റുകളിലേക്ക്, അതായത് ഭരണം കോർഡിനേറ്റ് ചെയ്യുന്ന പോലീസിനെയും പഞ്ചായത്തിനും മറ്റെല്ലാ വകുപ്പിനെയും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന നിലവിലൊരു സംവിധാനം പറഞ്ഞ
കളക്ടറേറ്റ് ആണ്, ജില്ലാ പഞ്ചായത്ത് വഴി നമുക്കൊരു ജനാധിപത്യത്തിന്റെ സംവിധാനത്തിനൊന്നും അങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ഇപ്പം പോകാൻ പറ്റില്ല. പക്ഷെ ആക്ച്വലി വേണ്ടത് ജനകീയ മുന്നേറ്റം തന്നെയാണ് അതിന് വേണ്ടതെന്നാണ് എന്റെ അഭിപ്രായമുള്ളത്. അത് പഞ്ചായത്ത് തലത്തിലുള്ള സമിതികൾ ഏറ്റെടുക്കണം, മത്സ്യത്തൊഴിലാളികൾക്ക് ആ കാര്യങ്ങളിൽ പങ്കാളിത്തം ഉണ്ടാവണം, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുക ജില്ലാ ഭരണകൂടങ്ങളോട് സംസാരിച്ചിട്ട് പോലീസിന്റെയും ഫിഷറീസിന്റെയും പഞ്ചായത്തിന്റെയും അത് കൂടാതെ വനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണെങ്കിൽ വനവകുപ്പും അതാത് സ്ഥലങ്ങളിലെ വനാവകാശ സമിതികളും ഉരുകൂട്ടങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. മീനുകൾ കയറിപ്പോകുന്ന പ്രധാനമായിട്ടും അതിന് മുകളിലേക്ക് ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് എത്തേണ്ടതും ആവശ്യമാണ്. അതായത് താഴെ നിന്നെല്ലാം പിടിച്ചു കഴിഞ്ഞാൽ മുകളിലേക്ക് എല്ലാം എത്തില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പൊ അവരുടെ ലൈവ്ലിഹുഡ് എല്ലാ സാധനങ്ങളുണ്ട്. അവര് കൺസർവേഷനിൽ പ്രധാനമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വാഴച്ചാൽ ഉരുകൂട്ടത്തിൽ ഇത് ഞാൻ അവതരിപ്പിച്ച് അവര് ആ കൊല്ലം മുതൽ വളരെ കുറവ് പിടിക്കേണ്ടതെന്ന് തീരുമാനിച്ചു. പക്ഷെ ചിലരെങ്കിലും കുറച്ച് പിടിച്ചോട്ടെ എന്നതില്ല. പക്ഷെ വലിയ അളവിലുള്ള പിടുത്തം അവർ ഒഴിവാക്കി എന്നുള്ളതാണ് ഇതിൽ. താഴെയാണെങ്കിൽ കരുവന്നൂരൊക്കെ ആണെങ്കിൽ ആൾക്കാർ മത്സ്യത്തൊഴിലാളികളെ തന്നെയും അത് സ്വയം നിയന്ത്രിച്ചു എന്നുള്ളത്. അപ്പൊ അവരുടെ ഒരു പങ്കാളിത്തം നമ്മളുടെ ഈ പരിപാടികളിൽ കൊണ്ടുവരിക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അപ്പോ ജില്ലാ ഭരണകൂടം വഴിയുള്ള കോർഡിനേഷൻ നമുക്ക് സാധ്യമാവുമോ എന്ന് നോക്കണം. അതിന്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിന്റെ പ്രചരണം. ഇപ്പോ മലയാളത്തിലൊരു ഡോക്യുമെന്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് ഷാജിയേട്ടൻ നടത്തിയ പഠനത്തിന്റെ ഭാഗമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മളിൽ പലരും അത് കണ്ടിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ മീറ്റിംഗിൽ വന്ന പലരും താല്പര്യമുള്ള ആൾക്കാരുമായിട്ട് പോലും പലരും കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ അത് നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തകർന്നു പോകും. പലരുടെയും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സെൻസുള്ള ഒരാള് തകർന്നു പോകുന്നതാണ്. മീനുകൾ മാത്രമല്ല, അത് പക്ഷികള്, പിന്നെ തവളകള്, പാമ്പുകള്, എല്ലാ തരത്തിലെയും ഒരു തരത്തിൽ കൂട്ടക്കൊല ചെയ്യുന്ന ഒരു സംവിധാനമാണ് അത് കാണാൻ പറ്റും. അപ്പൊ ആ തരത്തിലുള്ള പഠന റിപ്പോർട്ടുകൾ മുഴുവനായിട്ടോ അല്ലെങ്കിൽ ക്രിസ്പായിട്ടോ അതിന്റെ ചെറിയ ചുരുക്കങ്ങളായിട്ടോ പലതരത്തിലുള്ള ബ്രോഷറുകളായിട്ടോ നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. സോഷ്യൽ മീഡിയ വഴിയൊക്കെ പ്രചരണം നടക്കും. പിന്നെ നിയമത്തിന്റെ ശിക്ഷാ നടപടികളൊക്കെ പ്രചരിപ്പിക്കാം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ ലോക്കലി ആൾക്കാർ തന്നെ മാനേജ് ചെയ്തോളൂ. ഇങ്ങനെയൊക്കെ പ്രൊവിഷൻ ഉണ്ടല്ലേ എന്ന് ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ അതാത് സ്ഥലത്തെ പഞ്ചായത്തുകാരെയോ പോലീസുകാരെയോ വിളിച്ചിട്ട് ചിലപ്പോൾ അതാത് സ്ഥലത്തെ ആൾക്കാർ മാനേജ് ചെയ്തോളൂ. നമ്മള് എല്ലാവരും കേന്ദ്രീകരിച്ച് വർക്കേണ്ട ആവശ്യമില്ല. വിവരം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അത് കൂടാതെ സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സർക്കാരിനോട് നടപടി എടുക്കാൻ പറയാം. കാരണം എല്ലാ കാര്യങ്ങളും ജനങ്ങളുടെ തലയിൽ വെച്ച് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അതില് പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് തോടുകളുടെ റിപ്പയർ, സൈഡ് കെട്ടുന്നതാവാം, തോടുകളിൽ ചെക്ക് ഡാം ഉണ്ടാക്കുന്നതാവാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ടാവും. ECBകൾ, ഈ ചെറിയ ചെറിയ തടയണകൾ ഉണ്ടാക്കുന്നതാവാം വേനൽക്കാലത്ത്. പക്ഷെ അതൊക്കെ നീക്കം ചെയ്യുകയും മീനുകൾക്ക് സുഖമായിട്ട് പാടത്തേക്കോ അല്ലെങ്കിൽ മലമുകളിലേക്കോ എത്താൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ താഴേക്ക് ഇറങ്ങി വരാൻ പറ്റുന്ന രീതിയിൽ ഉള്ള തടസ്സങ്ങൾ നീക്കുന്ന സംവിധാനം നമ്മൾ ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ്. അത് അവർക്ക് തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ ഫോറസ്റ്റിനുള്ളിലൊക്കെ ഉള്ള ചെക്ക് ഡാമുകൾ, കാരണം അപ്പൊ അവിടെ സിമെന്റ് ഇടണ്ട. ഞാൻ നേരത്തെ കാണിച്ച സ്ലൈഡിൽ കണ്ടിട്ടുണ്ടാവും. തുടക്കത്തിൽ നമ്മൾ ഞെട്ടിപ്പോയത് ഫോറസ്റ്റിന്റെ ഉള്ളിലുള്ള പലതരത്തിലുള്ള ഗള്ളി പ്ലഗിങ്ങും അല്ലെങ്കിൽ ചെക്ക് ഡാമുകളും ഒക്കെ തന്നെയും സിമെന്റ് ഫ്രണ്ട് എൻഡ് സിമെന്റ് വെച്ച് പാക്ക് ചെയ്യാതെ ഓപ്പൺ ആയിട്ട് ചെലവ് ചുരുക്കാൻ വേണ്ടി ചെയ്താൽ ആരും കാണാനില്ലല്ലോ, അല്ലെങ്കിൽ സ്ട്രെങ്ത് അത് മതി ജസ്റ്റ് ചെയ്താൽ. പക്ഷെ മീനുകളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഈ മീനുകൾ ഇതിന്റെ ഉള്ളിൽ പോയി അടയും, തിരിച്ചു വരാൻ പറ്റില്ല. മീനുകൾ അങ്ങ് കയറി പോവുകയാണ്. കുറഞ്ഞ വെള്ളമുള്ളപ്പോൾ കയറി പോയി കിടന്നു കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റാതെ ചാവുകയാണ്. അപ്പൊ ആ തരത്തിലുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കേരളം മൊത്തം ഞാൻ വളരെ കുറച്ച് ചെക്ക് ഡാമുകളാണ് നേരിട്ട് കണ്ടിട്ടുള്ളത്. ഒരു 6-7 ചെക്ക് ഡാമുകൾ മീനുകൾ കുടുങ്ങി ചാവുന്നത് കണ്ടിട്ടുണ്ട്. കേരളം മൊത്തം എത്രയോ ചെക്ക് ഡാമുകളിൽ ചെറിയ ചെറിയ ഗള്ളി പ്ലേറ്റുകളിലൊക്കെ ചെന്ന് എത്രയോ മീനുകൾ ചാവുന്നുണ്ടാവും. അപ്പൊ ആ തരത്തിലുള്ള കാര്യങ്ങൾ നോക്കേണ്ടതാണ്. പിന്നെയുള്ളത് നമ്മള് സർക്കാരിന്റെ പോളിസി തലത്തിൽ ഇപ്പൊ ബ്രീഡിങ്ങിന്റെ സമയത്ത് ഊട്ടപ്പിടുത്തത്തിനെ കുറിച്ച് പറയുന്നു. പക്ഷെ നമ്മളൊരു തടസ്സം ഉണ്ടാക്കുന്നുണ്ട്. ഡാം ആവട്ടെ, ചെറിയ ചെക്ക് ഡാമുകളാവട്ടെ, എന്ത് തരത്തിലുള്ള കൺസ്ട്രക്ഷൻ ആക്കുകയാണെങ്കിലും മീനുകൾക്ക് പോകാനുള്ള ഒരു വഴി നമ്മൾ അതിൽ കാണണം എന്നുള്ളത് ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇതാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു കാര്യത്തില് പറയാനുള്ളത്. നേരത്തെ അൻവർ അലി പറഞ്ഞതില് ഇപ്പോ തദ്ദേശീയ സ്പീഷീസിന്റെ ഒക്കെ ഒരു ബ്രീഡിങ്ങിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ഉണ്ടാക്കുന്നത്, പക്ഷെ അതിന്റെ ഒരു വൈൽഡ് സ്റ്റോക്ക് നിലനിർത്തിക്കൊണ്ട് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള പരിഗണന അതിലുണ്ടാവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഉള്ളത്. അപ്പൊ അതിന് എന്ത് ചെയ്യാൻ പറ്റും? പലരും ഈ ഒരു കാര്യം അവതരിപ്പിക്കുന്നതിന് ശരി നമുക്ക് എല്ലാം അങ്ങ് ചെയ്ത് കളയാം, അല്ലെങ്കിൽ 3-4 തവണ ഇപ്പൊ സയന്റിഫിക് ആയിട്ടൊരു മെത്തേഡ് ഉണ്ടാവും നമ്മൾ വല്ലപ്പോഴും ചെയ്യാന്നുള്ളത്. അങ്ങനെയല്ല, പലപ്പോഴും സർക്കാർ ഏജൻസികളൊക്കെ ചെയ്യുന്നത് വെച്ചാൽ റിപ്പീറ്റഡ് ആയിട്ട് അങ്ങനെയാണെങ്കിൽ സ്റ്റോക്സിന് ഡെവലപ്പ് ചെയ്യും, അതങ്ങ് റിലീസ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. എല്ലാ കൊല്ലം റിലീസ് ചെയ്ത് കളയാമെന്നൊക്കെ വിചാരിക്കുന്നവരുണ്ട്. അപ്പൊ ആ തരത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കും കുറച്ചുകൂടി സൂക്ഷ്മമായിട്ടും നിബന്ധനകളോടുകൂടി വേണം അത്തരം കാര്യങ്ങൾ ചെയ്യാമെന്നാണ്
എനിക്ക് അഭിപ്രായമുള്ളത്. അത്രയും. ഓക്കെ, താങ്ക്സ് രജനി. ഞാനൊന്ന് പറഞ്ഞോട്ടെ. രജനി സാറെ ചോദിച്ച ഇതിനുള്ളത്, നമ്മൾ ആ ബ്രീഡിങ്ങിന്റെ കാര്യം പറയണത് ഒരിക്കലും നമ്മൾ ബ്രീഡിങ് ചെയ്തിട്ട് വൈൽഡ് സ്റ്റോക്കിലോട്ട് വിടാനുള്ള ഒരു ഇതിനകത്തല്ല. നമ്മൾ വൈൽഡിൽ നിന്നുള്ള അത്തരത്തിലുള്ള സ്പീഷീസുകളുടെ ഇത് വൈൽഡിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്യുകയും അതിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുകയും അതിന്റെ ക്യാപ്റ്റീവ് ബ്രീഡ് ചെയ്തിട്ട് കർഷകർക്കോ അല്ലെങ്കിൽ മറ്റു രീതിക്കകത്തോ കൊടുക്കുന്നതാണ്. മറ്റേ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് വളരെ സൂക്ഷ്മമായിട്ടുള്ള അല്ലാത്ത രീതിക്കകത്ത് നമ്മൾ അത് ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല ഒരിക്കലും. അപ്പോൾ അത് ആ രീതിയിലുള്ള രണ്ട് അപ്രോച്ച്, ഒന്ന് കർഷകർക്ക് ലഭ്യമാക്കുന്ന രീതിക്കകത്ത് അല്ലെങ്കിൽ റാഞ്ചിങ്ങിനകത്ത് അത് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മൾ ആ ജനറ്റിക്സും മറ്റു കാര്യങ്ങളും നോക്കുന്ന രീതിക്കകത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനത് 100% യോജിക്കുന്നു. ആ രീതിക്കകത്ത് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. ഇനി അത് മാത്രമല്ല, നമ്മൾ ഒരിക്കലും ഒരു സ്പീഷീസിനകത്തല്ല ടാർഗറ്റ് ചെയ്യുന്നത്. പരമാവധി ഒരു വർഷം നമ്മൾ ഒരു സ്പീഷീസ് ആണ് ചെയ്യുന്നതെങ്കിൽ വീണ്ടും നമ്മൾ ആ സ്പീഷീസിലോട്ട് ചെയ്യുന്നില്ല. നെക്സ്റ്റ് നമ്മൾ അത്രയ്ക്കധികം ഡൈവേഴ്സിറ്റി നമുക്കുണ്ട്, നമുക്ക് ഒരു സ്പീഷീസിൽ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ട കാര്യമില്ല. നെക്സ്റ്റ് ഇയറിൽ നമ്മൾ അടുത്ത സ്പീഷീസ്. അപ്പൊ അത്തരത്തിൽ പലതരത്തിലുള്ള സ്പീഷീസുകളിലോട്ട് നമ്മൾ ഈ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സമയത്ത് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി സംരക്ഷിക്കപ്പെടുകയും ചെയ്യും. ഒരു സ്പീഷീസിന് മേലുള്ള ഫിഷിംഗ് പ്രഷർ നമുക്ക് കുറയ്ക്കാനായിട്ടും പറ്റും. അപ്പൊ ആ രീതിയിലുള്ള ഒരു അപ്രോച്ച് കൊണ്ട് മാത്രമേ നമുക്ക് ലോങ് ടൈമിൽ ഇത് കൺസർവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, രജനീഷ് പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും വലിയ തടയണകളും അല്ലെങ്കിൽ റിവറിൽ ഇത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുന്ന സമയത്ത് അതിന് മീനുകൾക്ക് കൂടി പോവാൻ പാകത്തിനുള്ള സ്പിൽവേസ് ഇട്ടുകൊണ്ട് തന്നെ പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ അത് വളരെ കർശനമായിട്ട് അവർ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടില് ആളുകൾക്ക് ആക്സസിബിലിറ്റി, എന്താ പറയാ, നടക്കാൻ കഴിയാത്ത ആളുകൾക്ക് വീൽ ചെയർ ഒക്കെ ഉപയോഗിച്ച് കൊണ്ട് കെട്ടിടങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളതൊരു സർക്കാരിന്റെ ഒരു പോളിസി തന്നെയാണ്. പക്ഷെ അത് എത്രത്തോളം നടപ്പാവുന്നത് എന്നുള്ളത് വേറെ വിഷയം. പക്ഷെ ആദ്യം നമ്മളൊരു പോളിസി കൊണ്ടുവരുന്ന പോലെ ഇതുപോലെ മീനുകൾക്കുമുള്ളൊരു ആക്സസിബിലിറ്റി എല്ലാ ഇതുപോലെയുള്ള റിവേഴ്സിലും പണിയുന്ന ഡാമുകളിലും ചെക്ക് ഡാമുകളിലും നമ്മളത് നിയമപരമായിട്ട് ആദ്യം കൊണ്ടുവരികയും, നിയമം ഓൾറെഡി ഉണ്ട്. ആ നിയമം ഇപ്പൊ ഇൻലാൻഡ് ഫിഷറീസ് ആക്ടിലൊക്കെ അത് പറയുന്നുണ്ട് എന്ത് കൺസ്ട്രക്ഷൻ വരുമ്പോഴും. പക്ഷെ അത് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ അത് വരുന്നുണ്ട് എന്നുള്ളത് മോണിറ്റർ ചെയ്യുകയും അതിനെ അത്തരത്തിലുള്ള ഒരു പ്രഷർ നമ്മൾ പ്രത്യേകിച്ചും ഇത് പണിയുന്ന ഏജൻസികളിൽ അതിനെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മളത് കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളത് തോന്നുന്നു. അത് ഫർദർ ഒരു സംഭവമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത നോക്കണം. ഞാൻ വിഷ്ണു സാറിനെ ഇതാക്കുകയാണ്. ഇതിലൊരു ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്, നമ്മളൊരു ഊത്തപിടുത്തം കണ്ടു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു നമ്പർ അല്ലെങ്കിൽ എങ്ങനെയാണിത് ആളുകൾ ഇതെന്താ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു സ്ഥലത്ത് ഇപ്പൊ ഒരു ക്രൈം നടന്നാൽ നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറയുന്ന പോലെ ഇതിനെന്താണ് എന്തെങ്കിലും ഒരു മെക്കാനിസം നിലവിൽ അവൈലബിൾ ആയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, താങ്ക് യു മനോജ്. കുറച്ചധികം ചോദ്യങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിനോട് കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ചോദിക്കേണ്ട ചോദ്യങ്ങൾ തന്നെയാണ്. ഞാനും വളരെ റീസെന്റ് ഈ ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്ത എനിക്കും സ്വാഭാവികമായിട്ട് ഒരു സാധാരണ മനുഷ്യൻ എന്ന രീതിയിൽ ഉണ്ടാകുന്ന പല ചോദ്യങ്ങളാണ് ഷായി സാർ അൻവർ സാറൊക്കെ ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഫിഷ് ട്രോൾ ബാൻ നമ്മൾ മറൈൻ സെക്ടറിൽ കൊണ്ടുവന്ന പോലെ എന്തുകൊണ്ട് നമുക്ക് ഇൻലാൻഡ് സെക്ടറിൽ കൊണ്ടുവന്ന് കൂടാ എന്നുള്ള ഒരു ചോദ്യം എന്റെയൊക്കെ സ്വാഭാവികമായിട്ടും മനസ്സിലുണ്ടായ ചോദ്യമാണ്. നമ്മളത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് കയറിയിരിക്കുന്ന ആ സ്റ്റാഫുകളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഐഡിയ ഇൻക്യുബേഷൻ സെല്ല് രൂപീകരിച്ചിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ തലമുറയുടെ ആശയങ്ങളെ ആസൂത്രിതമായിട്ട് തന്നെ അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനും അതിനകത്ത് നിന്ന് എന്തെങ്കിലും നല്ല ഇതുണ്ടെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് ഈ നോളജ് ഇൻക്യുബേഷൻ സെൽ എന്ന് പറയുന്നത് ഇന്റേണൽ ഒരു സിസ്റ്റം. അത് അത്രയ്ക്ക് പോപ്പുലർ ഒന്നുമല്ല. അതിനൊക്കെ നമ്മൾ പല രീതിയിലുള്ള സജഷൻസ് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു സജഷൻ അതിനകത്ത് കൊടുക്കാം എന്നാണ് ഒന്ന് പറയുന്നത്. പിന്നെ ഷായി സാറ് ചോദിച്ച ഒരു ചോദ്യം, ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു അനധികൃതമായിട്ട് എന്തെങ്കിലും ഒരു വിഷയം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ലൈസൻസ് ഇല്ലാത്ത ഒരു അല്ലെങ്കിൽ ലൈസൻസ് ഉള്ള ഒരു വസ്തു ഒരു വല ഉപയോഗിച്ച് ഇങ്ങനെ ഒരു ഫിഷിംഗ് ആക്ടിവിറ്റി നടത്തി അതിന്റെ ലൈസൻസ് റദ്ദ് ചെയ്ത് കളയോ അതേ ഫൈൻ അടച്ച് വിടുവോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായി. തീർച്ചയായിട്ടും നമ്മളത് ഫൈൻ അടച്ച് വിടുന്ന ഒരു നിലപാടിലാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. ഫൈൻ അടപ്പിച്ച് അദ്ദേഹത്തിന് വിടുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഒരു ക്ലാസ് കൊടുത്ത് ഉൾനാടൻ മത്സ്യബന്ധന മേഖലയിൽ സുസ്ഥിരമായിട്ടുള്ള നിലനിൽപ്പിന് വേണ്ടി
നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ട കർത്തവ്യങ്ങളെ പഠിപ്പിച്ച് അങ്ങ് വിടുന്ന ഒരു രീതിയാണ് ഇപ്പോഴും അവലംബിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, ആദിവാസി ജനസമൂഹം കഴിഞ്ഞാൽ ഏറ്റവും ഫ്രജൈലായിട്ടുള്ള ഒരു ജനസമൂഹമാണ് മത്സ്യത്തൊഴിലാളി മേഖല. ഏത് സർക്കാരാണെങ്കിലും മാറി വരുന്ന സർക്കാർ അവരെ താലോലിച്ചുകൊണ്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുമാണ് സർക്കാർ പലപ്പോഴും ചിന്തിക്കുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ആയതുകൊണ്ട് തന്നെ ഒരു വടിയെടുത്ത് പോലും അവരെ തല്ലരുതെന്നുള്ള ഒരു നിലപാടിലൂടെയാണ് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളില്ല. ഫൈൻ അടപ്പിച്ച് വീണ്ടും വിടും. യഥേഷ്ടം അവർ വീണ്ടും ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടത്തിയാൽ നമ്മൾ കണ്ടാൽ, നമ്മൾ പട്രോളിംഗ് വിങ്ങുണ്ട്, അവർ കണ്ടുപിടിച്ച് വീണ്ടും ഫൈൻ അടച്ച് അങ്ങനെ വിടുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ഇപ്പൊ മറൈൻ സെക്ടറിലാണെങ്കിലും ഒരു മറൈൻ എൻഫോഴ്സ്മെന്റ് വിങ് എന്ന് പറഞ്ഞ് പോലീസിന്റെ ഒരു പ്രത്യേക വിങ് ഉണ്ട്. പക്ഷെ അവർക്ക് ഒരു ലാത്തി പോലും അവർക്ക് കൊടുത്തിട്ടില്ല. അതായത് ഈ കടലിലൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു ലാത്തി പോലും ഇല്ലാതെ പോലീസുകാർ അവിടെ പോകുമ്പോൾ അതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു മത്സ്യത്തൊഴിലാളിയെ ലാത്തി കൊണ്ട് പോലും തല്ലരുത്. അവൻ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുക അല്ലാതെ ഈ ബെൽറ്റിനെ നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഫ്രാങ്ക്ലി ഐ ആം സ്പീക്കിംഗ്, നമ്മൾ ഒരു കുതിരപ്പുറത്തിരുന്ന് ചായ കുടിക്കുന്നത് പോലെ വളരെ അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും വരും കാര്യങ്ങളിൽ തന്നെ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ മനോജ് സാർ പറഞ്ഞ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യമുണ്ട്. എങ്ങനെയെങ്കിലും ഒരിടത്ത് ഒരു വിഷയം, ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി, ഒരു കുറ്റപ്പെടുത്തം കണ്ടു കഴിഞ്ഞാൽ അത് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് സാർ ചോദിക്കുകയുണ്ടായി. ഇപ്പൊ എറണാകുളം ജില്ലയ്ക്ക്, എറണാകുളത്തിന് സ്പെഷ്യൽ പട്രോളിംഗ് വിങ് ഉണ്ട്. ഒരു അസിസ്റ്റന്റ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ മേൽനോട്ടത്തിൽ ഒരു പെട്രോളിംഗ് വിങ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഡി ഫിഷറീസിനെ നേരിട്ട് വിളിക്കാം. അതുപോലെ തന്നെ ഓരോ മത്സ്യഭവന്റെ അണ്ടറിൽ, ഇപ്പൊ ഞാൻ ഉദയംപുരം മത്സ്യഭവനിൽ എന്റെ ജൂറിസ്ഡിക്ഷനുള്ളിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും എന്നെയും അല്ലെങ്കിൽ എന്റെ ഓഫീസിലും ഞങ്ങളെ വിളിച്ചറിയിക്കും. കഴിഞ്ഞ ദിവസം ഇതിനു മുന്നേ ഈ പറഞ്ഞ പോലെ പുത്തൻകുരിശ് ഭാഗത്ത് നിങ്ങൾക്ക് വിഷയങ്ങൾക്ക് നമ്മൾ കിട്ടിയായിരുന്നു. ലൊക്കേഷൻ വിത്താണ് ആളുകൾ തരുന്നത്, കോൺഫിഡൻഷ്യൽ ആയിരിക്കും. ഈ റിപ്പോർട്ട് നമ്മൾ ഡി ഫിഷറീസിനും അതുപോലെ ബന്ധപ്പെട്ട അസിസ്റ്റന്റ് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർക്കും ഫോർവേഡ് ചെയ്യും. അവർ തൊട്ടടുത്തുള്ള ബന്ധപ്പെട്ട പഞ്ചായത്തുകളിലും പോലീസ് സ്റ്റേഷനിലും അറിയിച്ചുകൊണ്ട് അവർ പട്രോളിംഗ് നടത്തിയാണ് ഇത് പിടിച്ചെടുക്കുന്നത്. അപ്പം ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു നമ്പർ ഇല്ല. പക്ഷേ എല്ലാ മത്സ്യഭവനിലുള്ള മത്സ്യഭവൻ ഓഫീസർമാരെ കോൺടാക്ട് ചെയ്യാനും ഡി ഫിഷറീസിന്റെ നമ്പറിലേക്ക് വിളിക്കാനുമാണ് ഇപ്പോൾ ഒരു സജ്ജീകരണം ഉണ്ടായിട്ടുള്ളത്. ഇത്രയാണ് ഈ കാര്യത്തെ കുറിച്ച് പറയാൻ ഉള്ളത്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങി വെക്കുകയും വളരെ നല്ല രീതിയിൽ ഇത് ടൈംലി ആയിട്ട് ഇത് തീർക്കുകയും ചെയ്തതിന്റെ എല്ലാ സംഘാടകരോടുള്ള നന്ദി അറിയിക്കുന്നു. കൂടുതൽ ശ്രമകരമായിട്ടുള്ള പ്രയത്നങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുതിയൊരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ നമ്മളെപ്പോലെയുള്ള അനവധി ആളുകൾ ഇതിനകത്ത് വന്നവരിൽ നിന്നും ഒക്കെ വരും കാലത്ത് നമുക്ക് പ്രതീക്ഷിക്കാമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. നന്ദി. ഓക്കെ, എന്തായാലും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളില് ഇത്തരം കാര്യങ്ങളിൽ അല്ലെങ്കിൽ നവീനമായിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ കാലത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായി കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. സോ ഇതുപോലെയുള്ള ഒരു പൊതുജന കൂട്ടായ്മ എന്നുള്ള രീതിയിൽ നമുക്കും അതിൽ സാങ്കേതികപരമായിട്ടും അല്ലാതെയും ഇത്തരത്തിലുള്ള ഫീൽഡ് ലെവൽ കോർഡിനേഷനും ഒക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത്തരം ഒരു ഇൻഫോർമേഷൻ എടുത്തു തരാനും അതിനൊക്കെ നമുക്ക് സാധിക്കും എന്ന് വിചാരിക്കുന്നു. ഷാജിയേട്ടൻ പറഞ്ഞോളൂ. അതെ, ഞാനൊരു കാര്യം കൂടി ഉദ്ദേശിക്കാം. അതായത് ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. നമുക്ക് നിയമപരമായ ബയോഡൈവേഴ്സിറ്റി ആക്ട് ആൻഡ് റൂൾസ് പ്രകാരം നമുക്ക് നിലവിൽ വന്നിട്ടുള്ള കമ്മിറ്റിയാണ്. അത് ചെറിയ രീതിയിലുള്ള അധികാരങ്ങളും ഉണ്ട്. ഈ ബയോഡൈവേഴ്സിറ്റി മെമ്പേഴ്സ്, ഭൂരിഭാഗം മെമ്പേഴ്സ് അതിനെക്കുറിച്ച് അജ്ഞരാണ്. ഒരു നേരത്തെ രജനീഷ് പറഞ്ഞ മാതിരി തന്നെ പേരിലൊരു കൂട്ടം ആളുകൾ എന്ന രീതിയിലാണ് അത് തുടരുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്ന യൂത്ത് പോലുള്ള വിഷയങ്ങൾ അവർക്കൊരു ട്രെയിനിങ്, നമ്മളിപ്പോ ബയോഡൈവേഴ്സിറ്റി ബോർഡിൽ നമ്മളായിരിക്കുമ്പോൾ എല്ലാ ജേർണലിസ്റ്റിനും ഗ്രീൻ ജേർണലിസത്തെ കുറിച്ച് ക്ലാസ്സുകൾ കൊടുത്തു. പക്ഷെ നമ്മൾ അത്യാവശ്യം വേണ്ട ഈ കാര്യങ്ങളുടെ ക്ലാസ്സുകൾ കൊടുത്തില്ല. അപ്പൊ നമുക്ക് ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റിയെ ഇതോടൊപ്പം ചേർത്ത് നിർത്താൻ പറ്റുമെങ്കിൽ നമുക്ക് ഒരു മേഖല തിരിച്ച് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ വിഷ്ണു പോലുള്ള ആളുകളൊക്കെ അതിന്റെ നിയമാവശ്യങ്ങളെ കുറിച്ചും മറ്റുള്ളവർ അതിന്റെ ജൈവശാസ്ത്രപരമായ വശങ്ങളെ കുറിച്ചും ഡോക്ടർ അൻവർ അലി പോലുള്ളവർ അതിന്റെ പ്രൊഡക്ഷനും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ബ്രീഡിംഗ് പോലുള്ള പരിപാടികളെ പരിചയപ്പെടുത്തുകയും ഇവരെ ബോധവാന്മാരാക്കുകയും ചെയ്യണമെന്നും കൂടിയാണ്. അത് നമുക്ക് ബയോഡൈവേഴ്സിറ്റി ബോർഡ്, ഇപ്പോൾ ബാലകൃഷ്ണ സാർ അവിടെയുണ്ട്, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി കാര്യങ്ങൾ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാൾ കൂടിയാണ്. അപ്പൊ സാഹചര്യം നല്ലതാണ്, നമുക്കത് ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഒരു ക്വസ്റ്റ്യനും കൂടി ഉള്ളത്, ഈ പുതിയ വളർത്തു മത്സ്യങ്ങൾ നമ്മുടെ തനത് മത്സ്യസമ്പത്തിനോട് എത്ര ഭീഷണിയാകുന്നുണ്ട് എന്നുള്ളത് രണ്ട് തരത്തില് ചോദ്യം തന്നെയാണ് വന്നിട്ടുള്ളത്. അൻവർ സാറിന് അത് മറുപടി പറയാൻ പറ്റും തോന്നുന്നു.
അല്ല, അത് ഉറപ്പായിട്ടും ഞാൻ ഓൾറെഡി അത് പറഞ്ഞു. കാരണം തനത് വളർത്തു മത്സ്യങ്ങളാകുന്നത് തന്നെ അവയുടെ പല മറ്റ് നാടൻ മത്സ്യങ്ങളെ അപേക്ഷിച്ചുള്ള പല ട്രൈറ്റുകൾ അല്ലെങ്കിൽ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ആ കൂട്ടത്തിലാണ് നമ്മൾ കുറച്ചുകൂടി ഗുണങ്ങൾ കൂട്ടുന്ന രീതിക്ക് അത് ജനിതക മോഡിഫിക്കേഷനും കൂടി വരുത്തിയിട്ട് ഗിഫ്റ്റ് തിലാപ്പിയ പോലുള്ള മത്സ്യങ്ങളൊക്കെ വരുന്നത്. ഉറപ്പായിട്ടും അത് ഏത് മീനും വംശസംഖ്യ കൂടിക്കഴിയുമ്പോൾ പ്രകൃതി നിശ്ചയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ബാലൻസ് തെറ്റിക്കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ അക്കൂട്ടത്തിൽ ഈ നോൺ നേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിദേശ മത്സ്യങ്ങൾ വരുന്നതുകൊണ്ട് വളരെയധികം ഗണ്യമായിട്ട് ഇപ്പോൾ കോൾപ്പാടത്ത് ഒരു വലിയൊരു ഇഷ്യൂ ആണ്. ഇപ്പോൾ തിലാപ്പിയ വരെയും വളരെ വലിയ തോതിൽ തിലാപ്പിയ, പാക്കു, 2 തരം തിലാപ്പിയും പാക്കും ഉണ്ട്. ഞാനത് വളരെ വിശദമായിട്ട് ആ റിപ്പോർട്ട് സ്വാക്കിന് കൊടുത്തിട്ടുണ്ട്. സ്വാക്കിൽ നിന്ന് എനിക്ക് കിട്ടിയ മറുപടി അത് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന് ഡയറക്ടറേറ്റ് ഓഫ് ഫിഷറീസിൽ ഓൾറെഡി ആ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ്. ഞാൻ വിഷ്ണു സാറിനോടുള്ളത് പറ്റുമെങ്കിൽ ആ റിപ്പോർട്ട് സാറിന് അവിടെ നിന്ന് ഡയറക്ടറേറ്റിൽ നിന്ന് ചിലപ്പോൾ വരുമായിരിക്കും. അതല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു കോപ്പി തന്നെ അയച്ചു തരാം. അപ്പോൾ അതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ പ്രധാനം ഇപ്പം നമ്മൾ സംസാരിച്ച പോലെ തന്നെ ഈ കലങ്കുകൾ അല്ലെങ്കിൽ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് വിദേശ മത്സ്യങ്ങളുടെ നിയന്ത്രണം, മറ്റ് ഈ രീതികളെല്ലാം അതിനകത്ത് നമ്മളൊരു ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ക്വാണ്ടിഫിക്കേഷനും മറ്റ് ഡേറ്റ കൂടി അതിനകത്ത് കൊടുക്കാനുള്ളൊരു ആത്മാർത്ഥമായിട്ടുള്ളൊരു ശ്രമം അതിനകത്ത് നടത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുകൂടി ഒന്ന് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. സാറിന് അത് കിട്ടിയില്ലെങ്കിൽ ഞാനത് അയച്ചു തരാം. ഓക്കെ സാർ, ഓക്കെ. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് തോന്നുന്നു. ഒരാള് ചോദ്യം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ആയിട്ട് ചോദിക്കുകയായിരിക്കും കുറച്ചുകൂടി നന്നായിരിക്കാം. അല്ലെങ്കിൽ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോവാം. വി.സി. മാഷ്, നമ്മുടെ സമയം ഏതാണ്ട് സമയം അതിക്രമിച്ചു. അതെ. അപ്പോ ബാക്കി മാഷെ ഏൽപ്പിച്ചിരിക്കണം. ഓക്കെ. അപ്പൊ ഇന്നത്തെ വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് നമ്മുടെ ലോക പരിസ്ഥിതി ദിനമായ ഈ ജൂൺ 5 എടുത്തത്. അപ്പൊ അതില് വളരെ വിശദീകരിച്ചിട്ട് അതിൽ പങ്കെടുത്ത മുഴുവൻ പേരും, പ്രത്യേകിച്ച് CP ഷാജി, ഡോക്ടർ അൻവർ അലി, രജനീഷ്, ഫിഷറീസ് ഉദ്യോഗസ്ഥനായ വിഷ്ണു, അങ്ങനെയുള്ളവർ വളരെ വിശദമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴും ഈ കടലിലുള്ള മീൻപിടുത്തത്തെ കുറിച്ച് അല്ലെങ്കിൽ ഈ ട്രോൾ നിരോധനം പോലെ നമുക്ക് നേരത്തെ ഷാജിയൊക്കെ പറഞ്ഞതുപോലെ ഈ ഒരു പീരീഡിൽ 10-15 ദിവസത്തേക്കുള്ള ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ നേരത്തെ പലരും പറഞ്ഞതുപോലെ പ്രധാനമായിട്ടും സാധാരണ ഉപജീവനത്തിന് വേണ്ടി മത്സ്യം പിടിക്കുന്നവരല്ല കൂടുതലായിട്ടും ഈ ഊത്തുപിടുത്തത്തിൽ ഇപ്പോഴും ഏർപ്പെടുത്തുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച മുമ്പേ ഈ ഫേസ്ബുക്കിലൊക്കെ വന്ന ചില റീലുകളിൽ അല്ലെങ്കിൽ ചില ഈ ബ്ലോഗർമാർ ചെയ്യുന്ന ചില സാധനങ്ങളൊക്കെ നോക്കിയ സമയത്ത് അതിലും ഇതുപോലെ ഒരു ഹരമായിട്ട് ഒരു ഭ്രാന്തമായ അവസ്ഥയിലാണ് വെറും ഒരു വിനോദത്തിന് വേണ്ടി മാത്രം ഊത്തപിടുത്തം നടത്തുന്ന ആളുകളെ കണ്ടു. അത് ഇതിൽ കൂടുതൽ ലൈക്ക് കിട്ടാനൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള റീച്ച് കിട്ടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരിക്കണം. അത് നേരത്തെ തന്നെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ബോധവൽക്കരണം നമുക്ക് നടത്തേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ BMC വഴിയും ചെയ്യാൻ പറ്റും. BMCയിലുള്ള അംഗങ്ങൾക്ക് ഇതുപോലെ ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ വകയോ അല്ലെങ്കിൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റോ ഒക്കെ കൂടി സംയുക്തമായ രീതിയിൽ ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ പ്രാദേശികമായ രീതിയിൽ നമുക്ക് BMC തന്നെ വിശേഷിപ്പിക്കുന്നത് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ കാവൽ സംഘം എന്ന നിലയിലാണ്. അത് മാത്രമല്ല ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി കൂടിയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഏതായാലും ഇന്ന് ഈ ഒരു വളരെ സജീവമായിട്ട് എനിക്ക് തോന്നുന്നു സാധാരണ നമ്മൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ 8:45 നിർത്താറുണ്ടായിരുന്നു. ഇപ്പോഴ് നമ്മൾ വിചാരിച്ചതിൽ നിന്നും ഒരു 18 മിനിറ്റ് കൂടി, 18-20 മിനിറ്റ് കൂടിയിട്ടുണ്ട്. ഏതായാലും ഇതിൽ പങ്കെടുത്ത പാനൽ അംഗം എന്ന നിലയിൽ സംസാരിച്ച ഡോക്ടർ CP ഷാജി, ഡോക്ടർ അൻവർ അലി, രജനീഷ്, ഫിഷറീസ് ഉദ്യോഗസ്ഥനായ വിഷ്ണു തുടങ്ങിയവരോട് നന്ദി പ്രകാശിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു പാനൽ ചർച്ച മോഡറേറ്റ് ചെയ്ത നമ്മുടെ ഗ്രൂപ്പ് അംഗം തന്നെയായ മനോജ് മനോജിനും നന്ദി രേഖപ്പെടുത്തിയാണ്. ഇതിൽ വളരെ സജീവമായിട്ട് എനിക്ക് തോന്നുന്ന 10-80ഓളം ആളുകൾ പങ്കെടുക്കുകയുണ്ടായി. അവസാന ഘട്ടത്തിൽ അതിന്റെ പകുതിയായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി വളരെ സജീവമായി ആളുകൾ ഈ കാര്യം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു. ഏതായാലും നമ്മുടെ ഇത്തരം ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഇനിയും തുടരും. അതിന് മുഴുവൻ ആളുകളുടെയും പിന്തുണ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒന്നുകൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി സാർ, നന്ദി.